Good morning, everyone. Welcome to Adda247 Malayalam channel. This is Rintu, Sebastian, and welcome to the Hindu editorial analysis of 13th July 2022. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഒരുപാട് ലേറ്റായി, നമ്മളൊരു 13 minutes ലേറ്റ് ആണല്ലേ. അപ്പോൾ നമുക്ക് താമസിപ്പിക്കേണ്ട, നേരെ തുടങ്ങാം നമ്മുടെ ക്ലാസ്. ഇന്ന് ഒരുപാട് വൈകിപ്പോയി കേട്ടോ. ഒരുപാട് വേർഡ്സ് ഉണ്ടായിരുന്നു, അത് വേറൊരു കാര്യം. പക്ഷേ നേരത്തെ എണീക്കാൻ പറ്റിയില്ല, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര മഴയാണ് ഇവിടെ കേട്ടോ. രാത്രി താമസിച്ചാണ് കിടന്നത്, അപ്പോൾ അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്, ക്ഷമിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ സെഷൻ. ഇന്നത്തെ സെഷൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഇന്നൊരു അടിപൊളി ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാൻ വന്നു കേട്ടോ. അടിപൊളി ആർട്ടിക്കിൾ ഇൻ ദ സെൻസ്, നിങ്ങൾക്ക് ഈ ആർട്ടിക്കിൾ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം. ആദ്യമേ തന്നെ പറയട്ടെ, വൊക്കാബുലറി കഴിഞ്ഞിട്ട് പോകരുത്. ഈ ആർട്ടിക്കിൾ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആവും. കാരണം നിങ്ങളുടെ ജനറൽ അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഉള്ള സെഷനാണിത്. ഈ രണ്ട് ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഒരു ആർട്ടിക്കിൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ആർട്ടിക്കിൾ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ പേര് റിന്റു സെബാസ്റ്റ്യൻ. നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം വിത്ത് കോട്ട്. ഇന്നത്തെ കോട്ട് എനിക്ക് ഒരാൾ പേഴ്സണലായിട്ട് അയച്ചു തരുക ചെയ്ത് കേട്ടോ. എന്നോട് പറഞ്ഞു, ഈ കോട്ട് ഇന്നിടാവും മെസ്സേജ്, ഇറ്റ്സ് വർത്ത് ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ യെസ്, ഇറ്റ് ഇസ് വർത്ത് ഇറ്റ് എന്ന് എനിക്ക് തോന്നി. ആൻഡ് എന്തുകൊണ്ട്, വൈ നോട്ട് അല്ലേ? സോ ഞാൻ ഈ കോട്ട് നിങ്ങളുടെ മുമ്പിൽ പറയാണ്. ആൻഡ് ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോട്ട്. The more you sweat in practice, the less you bleed in battle. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര വേർത്താലും കുഴപ്പമില്ല, കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല അല്ലേ? അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മൾ പറയുക ബാറ്റിൽ നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അനുഭവപ്പെടുന്ന സ്ട്രെസ് ഉണ്ടാവുമല്ലോ, അല്ലെ ലിറ്ററലി ബ്ലീഡ് ചെയ്യുമെന്ന് പറയില്ല, ഒരു അവസ്ഥ ഉണ്ടാവില്ലേ, അതിൻ്റെ ലെവൽ ഇച്ചിരി കുറയ്ക്കാം നമുക്ക്. അപ്പോൾ the more you sweat in practice, the less you bleed in battle. ഇത് ഓൾറെഡി ഒരു കോറിലേറ്റീവ് ആണ്, അത് ഓർത്ത് വെക്കുക. കാരണം ഇത് എക്സാമിന് വരുന്ന ഒരു കോറിലേറ്റീവ് കൂടിയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത്, അടിപൊളി, അപ്പോൾ ഇതെന്തായാലും നമുക്ക് യൂസ്ഫുൾ ആണ്. ദ മോർ ആൻഡ് ദ മോർ എന്നൊരു കോറിലേറ്റീവ് ഉണ്ട് കേട്ടോ. ദ മോർ, മോറിൻ്റെ അതേ യൂസ് അല്ല, ദ ലെസ്, ഏറ്റവും കുറവിൻ്റെ സെക്കൻഡ് ഡിഗ്രിയാണ് ലെസ്. സോ ദ മോർ ആൻഡ് ദ മോർ നമ്മുടെ കോറിലേറ്റീവ് ആണ്, അത് ഓർത്ത് വെച്ചോളാം. അപ്പോൾ ഓർക്കുക, നമ്മൾ അത്യാവശ്യം ഇച്ചിരി വേർത്താലും കുഴപ്പമില്ല, പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നമുക്ക് നമ്മുടെ ബാറ്റിലിൻ്റെ സമയത്ത്, നമ്മുടെ കോമ്പറ്റീഷൻ്റെ സമയത്ത് എളുപ്പമായിരിക്കും. സോ റിമെമ്പർ ദാറ്റ്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അവർ സെഷൻ. അപ്പോൾ നമ്മുടെ Adda247 മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ക്ലാസ്സുകളിലൂടെയുണ്ട്. കേരള PSC, SSC, അതുപോലെ തന്നെ നിങ്ങൾക്ക് ESIC, ബാങ്കിങ്, സുപ്രീം കോടതി അസിസ്റ്റന്റിന്റെ, ദേവസ്വം ബോർഡ് LDയുടെ എല്ലാ ക്ലാസ്സുകളും ഇവിടെ ഉണ്ട്. അതുകൂടാതെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. ക്വിസസും മോക്ക് ടെസ്റ്റും ഒക്കെ ഡെയിലി ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. നമ്മുടെ ടെലിഗ്രാം ചാനൽ മറന്നിട്ടില്ലല്ലോ. 2 ടെലിഗ്രാം ചാനലുണ്ട്, KPSC ഷോർട്ട് സെലക്ഷൻ ആൻഡ് Adda247 കേരള സെൻട്രൽ എക്സാംസ്. 2 ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യാൻ ജോയിൻ ചെയ്യാം കേട്ടോ, മറക്കണ്ട. സോ നമ്മുടെ സെഷൻ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത് 13-ാം തീയതിയാണ്. 2 സെഷനാണ്. ഒന്ന് നമ്മുടെ ജോക്കോവിച്ച് ഓർമ്മയില്ലേ? അപ്പോൾ അത് വിംബിൾഡണിലെ അതിനെ പറ്റിയുള്ള, അവരുടെ ടൈറ്റിലിനെ പറ്റിയുള്ള, ടൈറ്റിൽ വിന്നിങ്ങിനെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അവിടെ 2 പേരെ പറ്റി, ഒരാളുടെ പേരും കൂടെ ഉണ്ട്, ഞാൻ മറന്നുപോയി. അടുത്ത് ഇന്നത്തെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ട്വിറ്റർ റിലേറ്റഡ് ആണ്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ റിലേറ്റ് ചെയ്ത ഒരു ആർട്ടിക്കിൾ ആണ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ റൈറ്റ്സിനെ പറ്റിയോ ഫ്രീഡത്തെ പറ്റിയോ എന്തെങ്കിലുമൊക്കെ ഒരു ആർട്ടിക്കിൾ വരികയാണെങ്കിൽ എപ്പോഴും ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് തോട്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു ആർട്ടിക്കിൾ വന്നാൽ ഓർത്തോ, ഇറ്റ് ഈസ് ഹൈലി ഡിസ്കസ്ഡ്. കർണാടക ഗവൺമെന്റിനെ സംബന്ധിച്ചൊരു ആർട്ടിക്കിളാണ്. ആൻഡ് ദാറ്റ് ഈസ് ദ ആർട്ടിക്കിൾ ഫോർ ദ ഡേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ പറ്റിയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെയിലി ലൈഫിൽ. സോ അതാണ് നമ്മുടെ ആർട്ടിക്കിൾ. സോ ഈ ഒരു സെഷൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ദിവസവും 8:30-ക്കാണ്. ബട്ട് ക്ഷമിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ താമസിക്കാറുണ്ട്. കൂടുതൽ ദിവസങ്ങൾ ഇപ്പോൾ താമസിക്കലാണ്, അതുകൊണ്ട് അത് എൻ്റെ ഫോൾട്ടാണ്. ബട്ട് 8:30-ക്കാണ്, നമ്മളത് 8 മണിക്കാക്കാൻ പോവാണ്. കാര്യം എന്താ വെച്ചാൽ എല്ലാവരോടും ഒന്നുകൂടെ അറിയിക്കാൻ 8 മണിക്കാക്കാൻ പോവാണ് നമ്മൾ. എന്താ അവസ്ഥ അല്ലേ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. 9 മണിക്ക് കറണ്ട് അഫയേഴ്സ് സെഷനുമായിട്ട് റിജിൻ സാർ വരും. എന്നിട്ട് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് രാവിലെ പഠിക്കാം. അതുകൊണ്ട് അപ്പോൾ ഇത് ജനറൽ അവയർനെസ് വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് എബിലിറ്റി, വൊക്കാബുലറി പഠിക്കാം, കോംപ്രിഹെൻഷൻ പഠിക്കാം, നിങ്ങളുടെ റീഡിങ് എബിലിറ്റി, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റി കൂട്ടാം. പിന്നെ അതുകൂടാതെ തന്നെ റൈറ്റിംഗ് സ്കിൽസ് ആൻഡ് നിങ്ങളുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് ബിൽഡപ്പ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസും വളരെ എളുപ്പമായിരിക്കും. എല്ലാ എക്സാമിന് വേണ്ടിയിട്ടാണിത്. UPSC എക്സാം ആയിക്കോട്ടെ, കേരള PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ഇൻഷുറൻസ് റിലേറ്റഡ് ESIC എക്സാംസ് ആയിക്കോട്ടെ, ബാങ്കിങ് എക്സാംസ് ആയിക്കോട്ടെ, സുപ്രീം കോടതി അസിസ്റ്റന്റ് എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് LD ആയിക്കോട്ടെ, എല്ലാ സെഷനും നിങ്ങൾക്ക് ഓൾ ഇൻ വൺ സൊല്യൂഷനാണ് നമ്മുടെ എഡിറ്റോറിയൽ സെഷൻ. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ 2 ആർട്ടിക്കിളിനെ പറ്റി ഞാൻ പറഞ്ഞു. നമുക്ക് ആദ്യമേ നമ്മുടെ ഇഡിയംസ്, വേർഡ്സ് ആൻഡ് ഫ്രേസസ്, ഒരുപാട് ഇഡിയംസ്, വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഇന്നുണ്ട്. ഇതൊന്നും എങ്ങനെ നമ്മൾ പഠിച്ചെടുക്കും നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ഗോ അല്ലേ? നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയിരുന്നു, നിങ്ങൾ ഗുഡ് മോർണിംഗ് വിഷയം മറന്നുപോയെന്ന് എനിക്ക് ഡൗട്ട്. ഗുഡ് മോർണിംഗ് ഒന്നുകൂടി പറയാണ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പീപ്പിൾ. സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവരും ഉഷാറല്ലേ? മഴയൊക്കെ കുറവുണ്ടോ അവിടെയൊക്കെ? ഇന്ന് അവധി, എനിക്കൊന്ന് സ്കൂളിലൊക്കെ ഇന്ന് അവധിയാന്ന് തോന്നുന്നല്ലേ? സ്കൂളിലും കോളേജുകളിലൊക്കെ അവധിയാന്ന് തോന്നുന്നല്ലേ? അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓൾ റൈറ്റ്, ഓക്കെ. ഗുഡ് മോർണിംഗ് ആണല്ലോ. എല്ലാവരും ഗുഡ് മോർണിംഗ്. സന്തോഷം, ചിരിക്കുന്ന മുഖമൊക്കെയാണ്. അപ്പം ദേഷ്യമൊന്നും ഇല്ലല്ലേ? അപ്പോൾ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. താമസിച്ചതിൻ്റെ ദേഷ്യമില്ല. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് പിടിച്ചോ. ആദ്യത്തെ ഫ്രേസൽ വേർബാണിത്, ടേക്ക് ഡൗൺ.
ടേക്ക് ഡൗൺ, ലിറ്ററലി ടേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യാം കേട്ടോ. ടേക്ക് ഡൗൺ ചെയ്യാൻ പിന്നെ റിമൂവ് ചെയ്യാം. ഇടയ്ക്ക് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളോട് പറയില്ലേ, പ്ലീസ് ടേക്ക് ഡൗൺ ദ വേർഡ്സ് ടേക്ക് ഡൗൺ ചെയ്യാൻ മറക്കല്ലേ. അതായത് ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ടുന്നാ പോരാ, വേർഡ്സിലായിട്ട് ഒരാൾ പറയുന്ന കാര്യം ലിറ്ററലി എഴുതി വെക്കുക എന്നൊരർത്ഥം ടേക്ക് ഡൗൺ ഉണ്ട്. ഓർത്തോണം, ടേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ റിമൂവ് എന്നൊരർത്ഥമുണ്ട്. ഒരു കാര്യം നമ്മൾ റിമൂവ് ചെയ്ത് കളയാം എന്നുള്ള അർത്ഥമുണ്ട്. ഡിസ്മാൻഡിൽ ചെയ്യുക എന്നൊക്കെ പറയില്ല അത്. അല്ലെങ്കിൽ റൈറ്റ് ഡൗൺ എന്നൊരർത്ഥം കൂടെ ഉണ്ട്. അതാണ് ടേക്ക് ഡൗൺ എന്ന വാക്കിന്റെ രണ്ടർത്ഥം. ഓക്കെ, ഓർത്ത് വെച്ചോളാം, രണ്ടും ഇമ്പോർട്ടൻ്റ് ആയ അർത്ഥമാണ്. അടുത്തത് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന കോൾ ഫോർ. കോൾ ഫോർ അറിയാലോ, ഡിമാൻഡ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക. ഡിമാൻഡ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക എന്നാണ് ഈ ഒരു സെഷൻ്റെ പ്രത്യേകത കേട്ടോ. സെഷൻ അല്ല, കോൾ ഫോർ എന്ന ഫ്രേസൽ വേർബിന്റെ മീനിങ്. പിന്നെ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 2-3 ആഴ്ചയായി കാണും, അല്ല 2 ആഴ്ചയല്ല, ഒരു മാസമായി കാണും, നമ്മൾ ഡിസ്കസ് ചെയ്തൊരു വേർഡാണ്, ഫ്രേസൽ വേർബാണ് ക്രോപ്പ് അപ്പ്. ഓർമ്മയുണ്ടോ? ക്രോപ്പ് അപ്പ് ചെയ്യുക, ഒരു കാര്യം ക്രോപ്പ് അപ്പ് ചെയ്യുക, പൊട്ടിമുളയ്ക്കുക നമ്മൾ പറയില്ലേ, നമ്മുടെ നാട്ടിൽ പറയില്ലേ, എവിടുന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊട്ടിമുളയ്ക്കുന്നത് പറയുന്നില്ല നമ്മുടെ നാട്ടിൽ. ചേടാ ഇതുവരെ ഒരു പ്രശ്നമില്ല, എന്താ ഇപ്പോൾ ഓരോന്നായിട്ട് പൊട്ടിമുളയ്ക്കുക എന്ന് പറയില്ലേ, അതേ അർത്ഥം, അതേ ഫ്രേസൽ വേർബാണ് ഇംഗ്ലീഷിൽ ക്രോപ്പ് അപ്പ്. അപ്പിയർ ചെയ്യുക, ഹാപ്പൻ ചെയ്യുക. എവിടുന്നോ അപ്പിയർ ചെയ്ത് വരികയാണ്, ഹാപ്പൻ ചെയ്യാണ്, സംഭവിക്കുകയാണ്, ഒക്കർ ചെയ്യാണ്, അതിന് നമുക്ക് വിളിക്കാം ക്രോപ്പ് അപ്പ്. ഓർത്തോണം, ഇതൊക്കെ റിലേറ്റഡ് വേർഡ്സ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്, ഓർത്ത് വെച്ചോണേ. ഓക്കെ, യെസ്, എൻ്റെ സെഷൻ റിജിൻ സാർ എടുത്തു, എന്താ ചെയ്യാല്ലേ, അതാണ്. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയല്ലേ കറണ്ട് അഫയേഴ്സ് പഠിച്ചോട്ടെ എന്നൊക്കെ ഓർത്താണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ രാവിലെ നേരത്തെ എണീക്കണല്ലോ എന്ന് ഓർക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ള സങ്കടം എനിക്ക് ഒരുപാടുണ്ട്. ഞാനത് ആരോടും പറയുന്നില്ലെന്നേ ഉള്ളൂ. അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. ഞാനൊരു മോർണിംഗ് പേഴ്സണേ അല്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചോളാം, ടേക്ക് ഡൗൺ കാര്യം മറക്കണ്ട, കോൾ ഫോർ മറക്കണ്ട, ക്രോപ്പ് അപ്പ് മറക്കണ്ട. ഇതിൻ്റെ ക്രോപ്പ് അപ്പ് ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു മാസമായി, പക്ഷേ ഇതൊന്ന് വീണ്ടും റിവൈസ് ചെയ്യാനുള്ള വീണ്ടും എഡിറ്റോറിയൽ വരാൻ തുടങ്ങിയിട്ട് പൊട്ടിമുളയ്ക്കാന്നൊരു അർത്ഥം കേട്ടോ, ഓർത്ത് വെച്ചോളാം. അടുത്ത് നോക്കിയേ, ടേക്ക് അപ്പ് ദ ഗോൺലെ. ഞാൻ ഒരു തവണ പറഞ്ഞിട്ടുണ്ട് ഇത്, എനിക്കൊന്ന് നമ്മൾ ഇഡിയം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീക്ക്ലി റിവിഷൻ്റെ സമയത്ത് നമ്മൾ സൺഡേയിൽ നമ്മൾ ഇഡിയംസ് ആൻഡ് ഫ്രേസ് ആൻഡ് മാത്സ് ഫോളോയിങ്ങിൽ ചെയ്ത ഓർമ്മയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ടേക്ക് അപ്പ് ദ ഗോൺലെ എന്ന് പറയുമ്പോൾ തന്നെ എന്താണെന്നറിയോ, നമ്മുടെ എന്താ പറയുക, ഒരു ഗ്ലൗസ് പോലത്തെ സംഭവം. നമ്മൾ ഫൈറ്റ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇടുന്ന ഒരു ഗ്ലൗസ് പോലത്തെ സംഭവം അതാണ്. അപ്പോൾ ടേക്ക് അപ്പ് ദ ഗോൺലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ടേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ അക്സെപ്റ്റിംഗ് എ ചാലഞ്ച്. അത് നമ്മൾ ടേക്ക് ഡൗൺ ചെയ്യുമെങ്കിൽ യു ആർ അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മൾ എന്താ ചെയ്യുക, ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാന്നാണ് അറിഞ്ഞ അർത്ഥം. ഗോഡിൽ അങ്ങനെ തന്നെ അല്ലേ എന്നൊരു ഒരു ഡൗട്ട് കേട്ടോ, ഒരു ഡൗട്ട് ഞാനൊന്ന് നോക്കട്ടെ, അങ്ങനെ തന്നെ അല്ലേന്ന്. ഇല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് പഠിച്ചു നോക്കണ്ടല്ലോ. ഞാൻ അങ്ങനെയാണ് ഓർമ്മ എൻ്റെ, പിന്നെ എൻ്റെ ഓർമ്മ തെറ്റാം. ഗ്ലൗസ് തന്നെയാണ് കേട്ടോ, ഗ്ലൗസ് തന്നെയാണ്. താങ്ക് യു. അപ്പം നമ്മൾ ഗ്ലൗസ് ടേക്കപ്പ് ചെയ്യാന്നാണ് ഇതിൻ്റെ അർത്ഥം. ശരിക്കും അറിയത്തില്ല, നമ്മൾ ഒരു ഫൈറ്റിൻ്റെ ഒക്കെ മൂവിയൊക്കെ കാണുമ്പോൾ, റെസ്ലിംഗ് മൂവീസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ബോക്സിംഗ് റെസ്ലിംഗ് മൂവീസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. റെസ്ലിംഗ് ഏതിനും ഓർമ്മത്തിന് ഗ്ലൗസ് ഉണ്ടല്ലോ, ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. റെസ്ലിംഗ് അല്ല, ബോക്സിങ്ങിനാണ് ഗ്ലൗസ് ഉള്ളത്. സോ അപ്പോൾ ഗ്ലൗസ് ഇടുന്ന എപ്പോഴാണ് അറിയാലോ, നമ്മൾ ഫൈറ്റിനൊക്കെ റെഡി ആണെങ്കിൽ യു ടേക്ക് അപ്പ് ദ ഗ്ലൗസ് രണ്ടാണ്, ബിക്കോസ് പ്ലൂറൽ അല്ലേ, അത് 2 കയ്യിലിടുന്നല്ലേ, അതുകൊണ്ട് പെയറായിട്ട്. സോ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അക്സെപ്റ്റ് അ ചാലഞ്ച് എന്നാണ് അതിൻ്റെ അർത്ഥം, ഓർത്തോണം, അത് മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ ആ സിനാരിയോ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഗ്ലൗസ് എടുത്തിരുന്നു, എല്ലാത്തിനും റെഡിയാണ്, ഫൈറ്റിന് റെഡിയാണ്, യു ആർ അക്സെപ്റ്റിംഗ് ദ ചാലഞ്ച്, ദാറ്റ്സ് ഇറ്റ്, ഓർത്തോണം കേട്ടോ. ആൻഡ് ടേക്ക് ദ ബുൾ ബൈ ദ ഹോൺ. നമ്മുടെ ബുൾ ഫൈറ്റ് സ്പെയിനിലെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ്, ഏറ്റവും ഫേമസ് ആയൊരു സ്പോർട്ട് എന്താ ചോദിച്ചാൽ നമുക്ക് പറയാം ബുൾ ഫൈറ്റാണ് പറയാം. സോ ബുൾ ഫൈറ്റ് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ അധികം ഇല്ല കേട്ടോ, ഇപ്പോൾ ഇല്ല, അതൊക്കെ നിരോധിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഐ ഡോണ്ട് റിമെമ്പർ, ബട്ട് നിരോധിച്ചു എന്നാണ് എൻ്റെ ഒരു അറിവ്. ടേക്ക് ദ ബുൾ ബൈ ദ ഹോൺ. ബുള്ളിനെ, കാളയെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ കൊമ്പിന് കയറി പിടിക്കാന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് you are ready to deal decisively with a difficult and dangerous situation. ഈ ഇഡിയം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇഡിയമാണ്, വളരെ സിമ്പിൾ, നമുക്കറിയാം. അതായത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം നമ്മുടെ മുമ്പിൽ കിട്ടുന്ന ഒരു വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ് ഒന്ന്, രണ്ടാമത്തേത് ഡേഞ്ചറസുമാണ്, റിസ്ക് ഉള്ളതാണ്, പാടുമാണ്, റിസ്കിയുമാണ്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനെ നിങ്ങൾ വളരെ ബുദ്ധിപരമായിട്ട് ഡിസിഷൻ തീരുമാനിച്ച് ഡീൽ ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ടേക്ക് ദ ബുൾ ബൈ ദ ഹോൺസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ഇൻക്രിമെൻറ്റ് ചോദിക്കും മിസ്സേ. ശരി, ഇൻക്രിമെൻറ്റ് ചോദിക്കാം അല്ലേ? ചോദിക്കാം റെജിന്, ചെയ്യാം, സെറ്റാക്കാം. ശരിയാ, രാവിലെ അല്ലേ? സത്യം, യെസ്. ഗുഡ് മോർണിംഗ്. COVID-19 ലെഡല്ല ഷമാസെ, COVID-19 സിംഗുലർ അല്ലേ, ഒരു പാൻഡമിക് അല്ലേ? അപ്പോൾ ലെഡ് ടു എന്ന് പറയുന്നത് ഒന്നുകിൽ ലീഡ്സ് ടു പറയാം, അല്ലെങ്കിൽ പാസ്റ്റൻസ് ആണ് സമ്മാസ് ഉദ്ദേശിച്ചെങ്കിൽ ലെഡിന്റെ പാസ്റ്റൻസ് ഈ ലെഡ് അല്ല, LED ലെഡ് ആണ്.
ഇത് ലീഡാണ്, ഇത് ലീഡ്. ഈ ലെഡ് നമ്മുടെ ഇതിന് പറയും എലമെന്റ് ലെഡ് പറയും, ലെഡാന്ന് പറയും. അപ്പൊ രണ്ട് പ്രൊനൗൺസിയേഷൻ ഉണ്ട്, ലീഡെന്നുണ്ട് ലെഡെന്നുണ്ട്. അപ്പം ഇവിടെ നീ പ്ലൂറൽ വേർബ് ആയിട്ട് ഉപയോഗിച്ചേക്കുന്നത്, അല്ലെ V1 ആയിട്ട്. സോ അതല്ല നമുക്ക് വേണ്ടത്. സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ് കൊടുക്കണം. ഒന്നെങ്കിൽ നിനക്ക് കൊടുക്കാം COVID-19 ലീഡ്സ് ടു ദ ക്രോപ്പിംഗ് അപ്പ് ഓഫ് മെനി റെസ്ട്രിക്ഷൻസ് കൊടുക്കാം, അല്ലെങ്കിൽ COVID-19 ലെഡ് ടു എന്ന് കൊടുത്തു, അതും കറക്റ്റ്. യെസ്, റെഡി ടു ഫൈറ്റ് ഗോൺലേ, അത് തന്നെ. ഹി കോൾ ഫോർ ദ സാങ്ഷൻ ഓഫ് ഹിസ് ലീവ്, ദാറ്റ്സ് ഗുഡ്, ദാറ്റ്സ് ഗ്രേറ്റ്. ജല്ലിക്കെട്ട്, അത് തന്നെ, അങ്ങനെയാണല്ലോ. ശരി, അങ്ങനെ ഒരു മൂവി വരെ ഉണ്ടല്ലോ അല്ലേ നമ്മുടെ മലയാളത്തിൽ. ഗവൺമെന്റ് ഒഫീഷ്യൽസ് ടേക്ക് ഡൗൺ ദ അഗ്നിപത് സ്കീം ബിക്കോസ് ദേ ആർ ഇൻ ടോൺ ഡെഫ് റിഗാർഡിംഗ് ദ സ്കീം. വെരി ഗുഡ് വിനു, ടോൺ ഡെഫ് ഓർമ്മയുണ്ടോ? ഗ്രേറ്റ്. ജിപ്സൺ, ഗുഡ് മോർണിംഗ്. യെസ് യെസ് യെസ്. അപ്പൊ നോക്കിയേ, അടുത്ത് നോക്കിയ പിള്ളേരെ, ടേക്ക് ദ ബുൾ പറഞ്ഞു, അത് പറഞ്ഞു, സോറി, സിനിക്കൽ. സിനിക്കൽ എന്ന് പറഞ്ഞാൽ ഓർത്തോണേ, സിനിക്കൽ അല്ലെങ്കിൽ സിനിക് ഓർത്തോ, ഇതൊരു അഡ്ജക്റ്റീവ് ആണ് സിനിക്കൽ. ബട്ട് സിനിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നോൺ ഫോർമുലേഷനാണ്. എ പേഴ്സൺ, ഹീസ് എ സിനിക്, അവനൊരു സിനിക് ആട്ടോ എന്ന് നമ്മൾ പറയില്ലേ, ഇതൊരു പേഴ്സണെ പറയുന്നതാണ്, നോൺ ഫോർമുലേഷൻ, ആ വ്യക്തിയെ പറയുന്ന പേരാണ് സിനിക്കൽ. ആ ഒരു ഒന്നെങ്കിൽ അവരുടെ ആ ഒരു നൗൺ ആയിട്ട് നമുക്ക് പറയാം സിനിക്കലാണ്, ദിസ് ഇസ് എ സിനിക്കൽ സെനേരിയോ എന്നൊക്കെ പറയില്ല. അപ്പോൾ ഒരു അഡ്ജക്റ്റീവ് ഫോർമുലേഷനിൽ പറയും സിനിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രസിങ് ഓർ ഡിസ്പെറാഷിങ്. ഡിസ്ട്രസിങ് എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലായ്മ, ഓർ ഡിസ്പെറാജിങ് മീൻസ് ക്രിട്ടിസൈസിങ്. എന്തിനാണ്? മൂവീസ് അല്ല കേട്ടോ, ഷെടാ. അപ്പൊ ഇത് നല്ല ബോധമില്ലായ്മയായിരുന്നു എനിക്ക്. സോ സോറി പിള്ളേരെ, സോ സോറി. മൂവീസോ, രണ്ട് വേർഡ് വിട്ടുപോയല്ലോ, രണ്ട് ലെറ്റേഴ്സ് വിട്ടുപോയി. മൂവീസ് അല്ല, മോട്ടീവ്സ് ആണ്. എന്താണ് മൂവീസ് എന്ന് എഴുതിയാവോ? മോട്ടീവ്സ് ആണേ, സോറി. ഞാൻ തിരുത്തി നോട്ട് വരുമ്പോൾ ഞാൻ കൃത്യമാക്കി തരാം കേട്ടോ. സോ മോട്ടീവ്സ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ മോട്ടീവ്സിനെ, മനുഷ്യരുടെ മോട്ടീവ്സിനെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു നമ്മളെ സംശയത്തോടെ നോക്കിയിട്ട് എനിക്കിതിന് വിശ്വാസം, ഇവരൊക്കെ ചുമ്മാ, മനുഷ്യർ എന്ത് ചെയ്താലും അത് സെൽഫിഷ് മോട്ടീവ് കൊണ്ടാണ് ചെയ്യുന്നതെന്നൊരു വിശ്വാസം, നമ്മൾക്കൊരു തോന്നലുണ്ടല്ലോ. അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു സിനിക്കൽ പേഴ്സൺ ആണ്. ഇവനൊക്കെ വെറുതെ, ഇവനൊക്കെ മുതലെടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, അല്ല ഇവളൊക്കെ വെറുതെ ഫുൾ സെൽഫിഷാ, വെറുതെ ചുമ്മാ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി സെൽഫിഷ് ആയിട്ട് കാണിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു. ഒരാളെയും നമ്മൾ നല്ല രീതിയിൽ കാണില്ല, എല്ലാവരും സെൽഫിഷ് ആണ് എന്നൊരു വിചാരം നമ്മൾക്കുണ്ടെങ്കിൽ നമ്മളെല്ലാം സിനിക്കലാണ്. ഓക്കെ, സിനിക്കൽ പേഴ്സൺസ് ആണ്. അല്ലെങ്കിൽ നമ്മളൊരു സിനിക് ആണ്. മനസ്സിലായല്ലോ? ആ ഡിഫറൻസ് മനസ്സിലായി. സിനിക് പേഴ്സൺ ആൻഡ് സിനിക്കൽ ആ ഒരു സ്വഭാവത്തിന്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ, നൗൺ ആൻഡ് അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ, ദാറ്റ്സ് എ ഡിഫറൻസ്, ഓർത്തോണം. ഓക്കെ, അടുത്തത് ബെഹിമോത്ത്. ഒരു തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കുറേ നാളെ. ബെഹിമോത്ത് മീൻസ് എക്സ്ട്രീംലി, ലിറ്ററലി ഒരു മോൺസ്ട്രസ് ക്രീച്ചർ എന്നാണ് അതിന്റെ അർത്ഥം. ബെഹിമോത്ത് എന്ന് പറഞ്ഞാൽ വലിയൊരു മോൺസ്ട്രസ് ക്രീച്ചർ. പക്ഷെ അത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെയല്ല വരിക. ബെഹിമോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീംലി ലാർജ് ആൻഡ് പവർഫുൾ കമ്പനി, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഒരു വലിയ ഓർഗനൈസേഷനിൽ വലിയൊരു കമ്പനി നമ്മൾ വിളിക്കുന്ന പേരാണ് ബെഹിമോത്ത്. വലിയൊരു ബെഹിമോത്ത് അത് എന്ന് പറയും. സോ ബെഹിമോത്ത് എന്ന് പറയുമ്പോൾ ഇന്ന് ഇവിടുത്തെ ബെഹിമോത്ത് ട്വിറ്ററാണ്. ട്വിറ്ററിനെയാണ് നമ്മൾ ബെഹിമോത്ത് എന്ന് പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. യെസ്. ഡിസ്പെറാജ് ചെയ്യാന്ന് പറഞ്ഞാൽ പാർവതി ക്രിട്ടിസൈസ് ചെയ്യുക കേട്ടോ. ക്രിട്ടിസൈസ് ചെയ്യുക, അതാണ് മലയാളമല്ല, മറ്റൊരു വേർഡ് ശരിക്കും അതിന്റെ മീനിങ്. മലയാളത്തിൽ പറയാം നമ്മളതിനെ ക്രിട്ടിസൈസ് ചെയ്യുക, കുറ്റപ്പെടുത്തുക, അതല്ലേ ക്രിട്ടിസൈസ് ചെയ്യുക. യെസ്, അത് ഓർത്തോളൂ കേട്ടോ. ദ ഓൺലി ഓപ്ഷൻ ലെഫ്റ്റ് ഈസ് ടു ടേക്ക് അപ്പ് ദ ഗോൺലെറ്റ്. യെസ്, വേറെ നിവർത്തിയില്ല അല്ലേ? ഓക്കെ. ദ പ്രോബ്ലംസ് ക്രോപ്പ് അപ്പ് സഡൻലി ബിറ്റ്വീൻ ദം. ഗ്രേറ്റ്. റാം ടേക്ക് ഡൗൺ ദ നോട്ട്സ്. പോസിറ്റീവ് സാഹോ മീഡിയ പ്രശ്നമുണ്ടല്ലോ. റാം സിംഗുലർ അല്ലേ, അപ്പോൾ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ കൊടുക്കണേ. റാം ടേക്സ് അപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ റാം ടുക്ക് അപ്പ് കൊടുത്താൽ മതി, സെറ്റായി. പാസ്റ്റ് ടെൻസ് കൊടുത്താൽ മതി, അങ്ങനെയായാലും കൊടുത്താൽ മതി. ഒന്നെങ്കിൽ സിംഗുലർ വേർബ് കൊടുക്കുക, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിലെ ടുക്ക് അപ്പ് കൊടുക്കുക. രണ്ടായാലും കറക്റ്റാണ്. യു ഷുഡ് ടേക്ക് ഡൗൺ വൈൽ ഐ എം ലെക്ചറിങ്. യു ഷുഡ് ടേക്ക് ഡൗൺ വാട്ട്, അവിടെയാണ് പ്രശ്നം. ടേക്ക് എന്ന വേർബിന് ഒബ്ജക്റ്റ് വേണം, നിർബന്ധമാണ് കേട്ടോ നേഹ. അപ്പൊ എന്ത് കൊടുക്കണം? യു ഷുഡ് ടേക്ക് ഡൗൺ നോട്ട്സ് അല്ലെ, യു ഷുഡ് ടേക്ക് ഡൗൺ നോട്ട്സ് വൈൽ ഐ എം ലെക്ചറിങ് എന്ന് കൊടുക്കുക. ടേക്ക് ഡൗൺ യുവർ നെഗറ്റിവിറ്റി ആൻഡ് ഫോക്കസ് ഓൺ യുവർ ഗോൾ. യെസ്, ദാറ്റ്സ് ഗ്രേറ്റ്. ഷെറിൻ, ദാറ്റ്സ് ഗ്രേറ്റ്. യെസ്. In Ukraine issue, India took the bull by the horns. All right, that's great. Ajit Doval took the bull by the horns related to the security issues of our country. All right, that's great. Okay, all right. അടുത്തോട്ട് പോട്ടെ, തീർന്നിട്ടില്ല കേട്ടോ. അപ്പം മറക്കണ്ട, ടേക്ക് ഡൗൺ, കോൾ ഫോർ, ക്രോപ്പ് അപ്പ്, ടേക്ക് അപ്പ് ദ ഗോൺലേ, ടേക്ക് ദ ബുൾ ബൈ ദ ഹോൺസ്, സിനിക്കൽ, ബെഹിമോത്ത്. എത്രയായി നോക്കിയപ്പോൾ തന്നെ 3 6 1 7 ആയി ആണേ. അടുത്തോട്ട് പോവാണ്, തീർന്നിട്ടില്ല. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പേജ്. എല്ലാവരും സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോ? ഞാൻ അടുത്ത പേജിലോട്ട് കൊണ്ടോട്ടെ? അടുത്ത പേജിലോട്ട് കൊണ്ടുപോവാണേ. ഓക്കെ പറഞ്ഞ് ഞാൻ അതിലോട്ട് കൊണ്ടുപോവാണ്. യെസ്, അടുത്ത പേജിലും ഉണ്ട്, ഇതാ പിടിച്ചോ. അടുത്ത പേജിൽ ഉള്ള ഫ്രേസൽ വെർബ്സ് വീണ്ടും പിടിച്ചോളൂ. പുതിയ ഫ്രേസൽ വെർബ്സ് ഉണ്ട്.
ടേക്ക് അപ്പ് ദ കോൺലൈൻ വിട്ടേക്ക്. ഞാൻ പറഞ്ഞില്ല ഇന്ന് മൊത്തത്തിൽ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇത് വിട്ടേക്ക്, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇത് അറിയാതെ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ പറ്റുന്ന പരിപാടികളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം? യെസ്, കം അപ്പ് വിത്ത് ഒരു കാര്യം. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ഹി കെയിം അപ്പ് വിത്ത് ദ ഐഡിയ. അവനാണ് ഇങ്ങനെ ഒരു ഐഡിയ മുന്നോട്ട് കൊണ്ടുവന്നത്. ഹി ഡിവൈസ്ഡ്. പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഡിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ കം ഫോർവേഡ് എന്നൊരർത്ഥം ഉണ്ട് ഇതിന് അല്ലെ. കം ഫോർവേഡിന്റെ അർത്ഥമില്ല, മുന്നോട്ട് വരിക, പ്രസന്റ് ചെയ്യുക അല്ലെ, അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുക എന്നൊരു അർത്ഥം ഇതിനുണ്ട്. പ്രസന്റ് ചെയ്യുക, ഇവനാണ് ഇത് പ്രസന്റ് ചെയ്തത്. ഹി കം അപ്പ് വിത്ത് പ്രസന്റേഷൻ, ഹി കം അപ്പ് വിത്ത് ഐഡിയ, ഹി കം അപ്പ് വിത്ത് പ്രൊപ്പോസൽ എന്നൊക്കെ പറയില്ലേ. ഹി കെയിം അപ്പ്, കം അപ്പ് അല്ലെ, കംസ് അപ്പ് അല്ലെ. യെസ്, അപ്പം കം അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഡിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുക എന്നർത്ഥമാണ്. ഓർത്ത് വെച്ചോളൂ. അടുത്ത് ബ്രിങ് അബൌട്ട്. COVID-19 ബ്രിങ് അബൌട്ട്, COVID-19 ബ്രോട്ട് അബൌട്ട്, പാസ്റ്റൻസ് കൊടുക്കാം. ബ്രിങ്ങിന്റെ പാസ്റ്റൻസ് ബ്രോട്ട് അല്ലേ. അപ്പോൾ COVID-19 ബ്രോട്ട് അബൌട്ട് a lot of changes in the world, അല്ലെങ്കിൽ a lot of changes globally. brought about a lot of changes globally. In the world എന്ന് 3 വേർഡ് കൊടുക്കുന്നതിന് ഒരൊറ്റ വേർഡ് എടുക്കാം. COVID-19 brought about a lot of changes globally. ഗ്ലോബലി ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ COVID-19 കൊണ്ടുവരിക, കോസ് ചെയ്യുക, കാരണമാകുക, ഓർ ക്രിയേറ്റ് ചെയ്യുക. കോസ് ചെയ്യുക ഓർ ക്രിയേറ്റ് ചെയ്യുക, അതാണ് ബ്രിങ് അബൌട്ടിന്റെ മീനിങ്. ഫ്രേസൽ വേർബ് ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ബ്രിങ് അബൌട്ട്. ഒന്നുകൂടെ നമ്മളൊന്ന് റിവൈസ് ചെയ്യുന്നത് മാത്രം അല്ലേ. അടുത്ത് ഗോ ഓൺ. പറ ഗോ ഓൺ. യെസ്, ടെൽ മീ. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുക, പറ, കാര്യമാട്ടെ. വേറൊരു അർത്ഥമുണ്ട്, യു സ്റ്റാർട്ട് വർക്കിംഗ്. ഒരു കാര്യത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, ഒരു കാര്യം വർക്ക് ചെയ്യുന്നു. ബിഗിൻ വിത്ത് ആൻ ആക്ടിവിറ്റി ഓർ സ്റ്റാർട്ട് വർക്കിംഗ് എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥവും ഗോ ഓൺ ഉണ്ട് കേട്ടോ. പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ വെന്റ് ഓൺ വരും, ഓർത്താണ്. ഗോ ഓൺ, കണ്ടിന്യൂ, അല്ലെങ്കിൽ സ്റ്റാർട്ട് വർക്കിംഗ് എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് ഭയങ്കര പരിചയമുള്ള വാക്കാണ് ബ്ലിങ്ക് ഓഫ് എൻ ഐ. ബ്ലിങ്ക് ഓഫ് എൻ ഐ, കണ്ണടച്ച് ഉറക്കുന്നതിന് മുമ്പ് ഒറ്റ കണ്ണ് അടിച്ച് ഉറങ്ങുന്നതിനുള്ളിൽ എന്ന് പറഞ്ഞാൽ വെരി ക്വിക്ക്ലി, ചെറിയതായിട്ടുള്ള പെട്ടെന്ന്, വളരെ പെട്ടെന്ന്. നമ്മളല്ലേ ഇന്ന മൊമെന്റ് എന്നൊക്കെ പറയാം, അത്ര ഇത് മൊമെന്റും ഇല്ല, അങ്ങനെ വേണം പറയാം. വെരി ക്വിക്ക്ലിനാണ് നമ്മൾ ബ്ലിങ്ക് ഓഫ് എൻ ഐ എന്ന് പറയാം. ഓർത്താണ് കേട്ടോ. സെന്റൻസ് നോക്കട്ടെ. യെസ്, ഗുഡ് മോർണിംഗ് അഞ്ജു. ഗുഡ് മോർണിംഗ് അഭിനയ. ഗുഡ് മോർണിംഗ് പാർവതി. ഞാൻ ശ്രദ്ധിച്ചു, പാർവതി വിയും പാർവതി എമ്മും ആണല്ലോ, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പിന്നെ ഞാൻ പറയാത്ത, ഇനി നിങ്ങൾക്കൊരു വിഷയം തരണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. At the beginning stage, Tesla is in stalemate of market and now they became behemoth. Yes. Okay. It's a bad habit to look down on everything with a cynical attitude. That's great. Look down on. അതൊരു ഫ്രേസൽ വേർബ് ആണ് അല്ലേ. മറ്റുള്ളവർ നമ്മൾ എന്താ പറയാ മറ്റുള്ളവർ നമ്മൾ എന്താ ചെയ്യുന്നത്, വല്ലാണ്ടൊരു താഴ്ത്തി കെട്ടുക. ദാറ്റ്സ് ലുക്ക് ഡൗൺ ഓൺ സമ്മൺ. അവർ നമ്മൾ വല്ലാത്തൊരു ഇവരൊക്കെ വലിയ ചെറിയ നമ്മളെക്കാളും കുറഞ്ഞ ആൾക്കാരാന്നൊരു കരുതൽ. വെരി ഗുഡ് സെൻസ്. ദ ക്രോപ്പ് അപ്പ് ഓഫ് പോസിറ്റീവ് സാഹചര്യം ക്രോപ്പ് അപ്പ് ഓഫ് അല്ല, അത് നമ്മൾ എന്തുകൊണ്ട് ക്രോപ്പ് അപ്പ് വേർബ് അല്ലേ, അങ്ങനെ കൊടുക്കരുത്. അത് ജെറണ്ടായിട്ട് കൊടുത്തോ, അപ്പൊ ദ കൊടുക്കരുത്. ക്രോപ്പിംഗ് അപ്പ് ഓഫ് ദ വേണ്ട, ദ കട്ട് ചെയ്യുക. എന്നിട്ട് ക്രോപ്പ് അപ്പ് പകരം ഇങ്ങനെ കൊടുക്കാം. ക്രോപ്പിംഗ് അപ്പ് ഓഫ് എ ന്യൂ ഇഷ്യൂ ഇസ് ഡിഫിക്കൽട്ട് ടു മാനേജ്. ക്രോപ്പിംഗ് അപ്പ് ഓഫ് കേട്ടോ. ദ വേണ്ട, ദ നൗണിന്റെ കൂടെ കൊടുക്കുക, ജെറണ്ടിന്റെ കൂടെ നമ്മൾ ദ കൊടുക്കാറ്. കാരണം ഇറ്റ്സ് ലിറ്ററലി വേർബിന്റെ നൗൺ ഫോർമുലേഷനാണ്, ലിറ്ററൽ നൗൺ അല്ലല്ലോ, അതുകൊണ്ട് ദ കൊടുക്കരുത്. അതിന് പകരം ഇങ്ങനെ കൊടുക്കുക. ക്രോപ്പിംഗ് അപ്പ് ഓഫ് എ ന്യൂ ഇഷ്യൂ ഇസ് ഡിഫിക്കൽട്ട് ടു മാനേജ്. കേട്ടോ. പോസിറ്റീവ് സാഹോ മീഡിയ ക്ലിയർ. യെസ്. റീസൺ ടെസ്ല കംസ് അപ്പ് വിത്ത് എ behemoth project. That's great. India's inflation is being cropped up ever in history. Yes, that's great. Gurudase. Reliance Jio is indeed a behemoth in communication sector. Yes, it is. He triggered the gun. Hari, change on day. He triggered the gun in a blink of an eye. In a blink of an eye. കൊടുക്കണേ. അപ്പോൾ വെറും ബ്ലിങ്ക് ഓഫ് എൻ ഐ എന്ന് കൊടുക്കുന്നത് ഒരു ഫ്രേസാണ്. ബ്ലിങ്ക് ഓഫ് എൻ ഐ എന്ന് പറഞ്ഞ ഒരു ഇഡിയമാറ്റിക് ഫ്രേസ് ആണ്, ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്. ബ്ലിങ്ക് ഓഫ് എൻ ഐ, കണ്ണടിച്ച് തുറക്കുന്നതിന് മുമ്പേ എന്ന് പറയില്ലേ. കണ്ണടിച്ച് തുറക്കുന്നതിന് മുമ്പ് അവൻ അപ്രത്യക്ഷനായില്ല, അവൻ പോയെന്നോ അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, കയ്യിൽ പോയി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതിന്റെ അർത്ഥം എന്നാ ഇന്ന ബ്ലിങ്ക് ഓഫ് എൻ ഐ കേട്ടോ. വിത്തിൻ എ ബ്ലിങ്ക് ഓഫ് എൻ ഐ കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഹരി, ഹി ട്രിഗേർഡ് ദ ഗൺ ഇൻ എ ബ്ലിങ്ക് ഓഫ് എൻ ഐ കേട്ടോ. ഉക്രൈൻ റഷ്യ വോർ ബ്രിങ് അബൌട്ട്. യുക്രൈൻ റഷ്യ വോർ ഒന്നല്ലേ സിദ്ധാർത്ഥെ, അപ്പോൾ ബ്രിങ്സ് അബൌട്ട് കൊടുക്കുക, അല്ലെ ബ്രോട്ട് അബൌട്ട് പാസ്റ്റൻസ് കൊടുത്തു കേട്ടോ. ഉക്രൈൻ റഷ്യ വോർ ബ്രിങ്സ് അബൌട്ട് പോവർട്ടി ഇൻ പൂറർ കൺട്രീസ്, അല്ലെങ്കിൽ ബ്രോട്ട് അബൌട്ട് പോവർട്ടി ഇൻ പൂറർ കൺട്രീസ്, ഇൻ ദ പൂറർ കൺട്രീസ് കൊടുക്കുക കേട്ടോ. വി ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ റിജിൻസ് കംസപ്പൽ. അവിടെയാണ് ചേഞ്ച്. ഞാൻ പറയാം. വി ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ റിജിൻ സാറിന്റെ കമ്മിങ് അപ്പ് വിത്ത് CA സെഷൻ. ഓർമ്മയുടെ പാർവി നമ്മൾ പഠിച്ചത്. ഞങ്ങൾ ഈഗർലി വെയിറ്റിംഗ് ഫോർ ആരെയാണ്? റിജിൻ സാറിന്റെ സാർ കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി എസ് കമ്മിങ്. ജെറണ്ടിന് അല്ലെ, ജെറണ്ടിന്റെ മുമ്പിൽ പൊസസീവ്
possessives കൊടുക്കണം. Coming regencies coming up with CHSL. Yes. The company came up with a new project to bring about delegation of duties. Great. Today's editorial contains more idioms and phrasal verbs than words, ma'am. Yes, it does. ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചു അത്. ഒരുപാട് എഡിറ്റോറിയൽസിൽ ഇതിൽ ഉള്ള എഡിറ്റോറിയൽ എല്ലാം ഫ്രേസൽ വേർബ്സ് കൂടുതൽ. അതാണ് കേട്ടോ. യെസ്. The car attain its speed അല്ല. The car attains. കാർ സിംഗുലർ അല്ലേ വിനു? അപ്പോൾ വെർബും സിംഗുലർ കൊടുക്കണം. The car attains its speed at blink of an eye. Okay, at the blink of an eye എന്ന് പറഞ്ഞാൽ കറക്റ്റ്. They came up with another plan in a blink of an eye. That's great. I know, great. The rise of Tejasvi in politics was like a blink of an eye. Yes. Landslide cropped up in a blink of an eye. Cropped up in 2 p ഉണ്ട് കേട്ടോ. Cropped up ഞാനത് ഓർത്തെ. Cropped up in 2 p ഉണ്ട് കേട്ടോ. അതുണ്ട് കേട്ടോ. ഓർത്തണേ. അതിനൊക്കെ ഒന്ന് ഓർത്തോണേ. കറക്റ്റ് ആണ്, സംഭവം സെറ്റാണ്. We must come up with a solution for this problem. That's great. Adani Ports is a behemoth. നോക്കിയേ, നീ പറഞ്ഞത് പോസിറ്റീവ് സാവ മീഡിയ, നീ പറഞ്ഞ അദാനി പോർട്ട്സാ പ്ലൂറലാ, അപ്പൊ ഈസ് എന്ന് പറയരുത്, അപ്പൊ 6 കൊടുക്കുക കേട്ടോ. അദാനി പോർട്ട്സ് ആർ എ കൊടുക്കരുത്, എ കൊടുക്കാൻ പറ്റില്ല, കാരണം എന്താ, പോർട്ട്സ് അല്ലേ, പ്ലൂറലിന്റെ കൂടെ ഒരിക്കലും എ കൊടുക്കരുത്, സിംഗുലർ വെർബും കൊടുക്കരുത്. അപ്പൊ എന്ത് കൊടുക്കണം? അദാനി പോർട്ട്സ് ആർ എ കട്ടിയ ബെഹിമോത്ത് among all port companies. ഓക്കെ, അങ്ങനെ കൊടുക്കാം. One day my friend cropped up in front of me and appeared in front of me, okay, and states പറയാൻ പറ്റില്ല, സ്റ്റേറ്റ്സ് പറയാൻ പറ്റില്ല കാരണം എന്താ, ക്രോപ്ഡ് അപ്പ് പാസ്റ്റ് ടെൻസ് ഓൾറെഡി, അപ്പോൾ ഇപ്പോഴും പാസ്റ്റ് ടെൻസ് തന്നെയാണ്. ആൻഡ് stated to taking up അല്ല, stated to take up a new gauntlet to defeat his cynical behavior. It may be a difficult task to him. It may be a behemoth task to him. I took down it from my mind. All right. അങ്ങനെ കുഴപ്പമില്ല, മനസ്സിലായോ? It may be a behemoth. എല്ലാം ഒരുമിച്ച് എഴുതാണ് എനിക്ക് മനസ്സിലായി, അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. These problems had brought about only because had brought out പറ്റില്ല. These problems brought about. These problems had brought out പറ്റില്ല, ഇങ്ങനെ പറയാം കേട്ടോ. These problems had been brought about കേട്ടോ. നേഹ ഉദ്ദേശിച്ച പാസീവ് വോയിസാ. ആ പാസീവ് വോയിസ് പറഞ്ഞെങ്കിൽ എങ്ങനെ പറഞ്ഞത് അറിയാം നേഹ? അതിൻ്റെ കൂടെ ഒരു ബീനും കൂടി ഇടണം, ഹാഡ് കഴിഞ്ഞിട്ട് ഒരു ബീനും കൂടി ഇടണം കേട്ടോ. ഇങ്ങനെ കൊടുക്കുക, ദീസ് പ്രോബ്ലംസ് ഹാഡ് ബീൻ ബ്രോട്ട് അബൌട്ട്, അതായത് ആരോ ഈ പ്രോബ്ലം കൊണ്ടുവന്നു, ക്രിയേറ്റ് ചെയ്തു എന്നുള്ള അർത്ഥം കേട്ടോ. ദീസ് പ്രോബ്ലംസ് ഹാഡ് ബീൻ ബ്രോട്ട് അബൌട്ട് ഓൺലി ബിക്കോസ് ഓഫ് യുവർ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഓൾ റൈറ്റ്. The situation called for immediate action as everything turned upside down in a blink of an eye. Great. Banner changes to Hulk at a blink of an eye. Yes. Great reason. COVID-19 brought about a juncture in online business development. Yes, it does. Random raising of rupees value. റുപ്പീസ് വാല്യൂ അല്ല കേട്ടോ ഗുരുദാസെ, രൂപയുടെ വാല്യൂ ആണ്. അപ്പോൾ റുപ്പീസിന്റെ വാല്യൂ എന്ന് കൊടുക്കണ്ട, റുപ്പിയുടെ ആ മണിയുടെ ഡോമിനേഷൻ കൊടുത്താൽ മതി. അപ്പൊ എന്ത് കൊടുക്കാം? റുപ്പിയുടെ വാല്യൂ ഈസ്, എസ് വേണ്ട, എസ് ഇല്ലാതെ കൊടുത്തേ, റുപ്പി എസ് ഇല്ലാതെ എപ്പസ്ട്രോഫി കൊടുത്തിട്ട് എസ് കൊടുക്കുക. റുപ്പി കഴിഞ്ഞിട്ട് എപ്പസ്ട്രോഫി കഴിഞ്ഞിട്ട് എസ്. റുപ്പീസ് വാല്യൂ എന്നെ ബ്ലിങ്ക് ഓഫ് ആയി കേട്ടോ ഗുരുദാസെ, കൊടുക്കാം. ദ ഗ്രോത്ത് ഓഫ്, കാരണം അതിന് ഒരു പ്ലൂറലിന്റെ മൂല്യമല്ല കുറഞ്ഞ, ഒരു റുപ്പിയുടെയാണ് മൂല്യം കുറയുന്നത്, അങ്ങനെ നമ്മൾ പറയാം കേട്ടോ. സോ ഡോളറിന്റെ വാല്യൂ ഇപ്പോൾ ഡോളർ കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫി ഉണ്ട് എസ്, അങ്ങനെ റാൻഡം പറഞ്ഞു. ദ ഗ്രോത്ത് ഓഫ് കമ്പനി അവിടുത്തെ വേർബ് എവിടെ? പാർവതി, ഹാർട്ട് ഇസ് മിസ്സിംഗ്, വേർബ് ഇല്ല. ദ ഗ്രോത്ത് ഓഫ് കമ്പനി ഹാപ്പൻഡ് ഇൻ എ ബ്ലിങ്ക് ഓഫ് എൻ ഐ, അല്ലെങ്കിൽ ദ ഗ്രോത്ത് ഓഫ് കമ്പനി ഇസ് ഇൻ എ blink of an eye. എന്നാലും കുഴപ്പമില്ല. Look down on, treat with contempt. Yes, Gurudase. CM Uddhav Thackeray resigned in the blink of an eye due to politics in the ministry. Yes, Sonal, yes. Former police officer comes up with a pronouncement against Dilip. Yes. Never wait for right moment, just go on. Great, Anup, great. During COVID-19, most of the behemoths are went on അല്ല, അവിടെ വേണ്ട, ഓൾറെഡി പ്രസന്റ് ടെൻസിലെ ആണ്, വെന്റ് പ്ലൂറൽ ആണ്, ഐ മീൻ പാസ്റ്റ് ആണ്. അപ്പൊ എന്തായാലും അങ്ങനെ അത് തമ്മിൽ ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം ബി ഫോമുലേഷൻ ശ്രദ്ധിച്ചോണേ, ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണേ. ഏതൊരു ബി ഫോം, ഈസ് ആയിക്കോട്ടെ, വോസ് ആയിക്കോട്ടെ, വേർ ആയിക്കോട്ടെ, ആം ആയിക്കോട്ടെ, ആർ ആയിക്കോട്ടെ, അവയുടെ കൂടെ ഒരിക്കലും V1 ഇട്ട് കൊടുക്കാൻ പറ്റില്ല, അവയുടെ കൂടെ ഒരിക്കലും V2 ഇട്ട് കൊടുക്കാൻ പറ്റില്ല. നിർബന്ധമായിട്ട് ഓർത്തോണം. V3 വരാം, V4 വരാം, പക്ഷെ ഒരിക്കലും V1 V2 വരാം. V3 വന്നോ പാസീവായിട്ട് വരാം, അതുപോലെ തന്നെ V4 വന്നോ ING ഫോം കണ്ടിന്യൂസ് ടെൻസ് ഇട്ട് കൊടുക്കാം, പ്രശ്നമില്ല. V1 V2 ഇട്ട് കൊടുക്കരുത്. അപ്പൊ എന്ത് കൊടുക്കണം എന്നറിയോ അനഘ? ഡ്യൂറിംഗ് COVID-19 മോസ്റ്റ് ഓഫ് ദ behemoths went on a work from home mode. മതി,
ആറങ്ങ് വെട്ടി കളഞ്ഞാൽ മതി. കാരണം മീനിങ് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു തരാണ് കേട്ടോ. ന്യൂ പ്ലാൻ നഴ്സറീസ്, നഴ്സറീസിന്റെ സ്പെല്ലിംഗ് എന്ന് പറയോ, ആ വൈ വരില്ല, ഒരിക്കലും പ്ലൂറിൽ വരുമ്പോൾ വൈ വരില്ല കേട്ടോ. ഇനി എങ്ങനെ കൊടുക്കണം, നഴ്സറീസ് കഴിയുമ്പോൾ RIES, ആ നഴ്സറിന്റെ NURSERIES, നഴ്സറീസ് കേട്ടോ. ന്യൂ പ്ലാൻ നഴ്സറീസ് വർ ക്രോപ്ഡ് അപ്പ് ഇൻ കൊറോണ ടൈം. ദാറ്റ്സ് ഗ്രേറ്റ്. പാസീവ് ആണ്, കറക്റ്റ് ആണ്. നഴ്സറീസിന്റെ സ്പെല്ലിംഗ് മാത്രം ശ്രദ്ധിക്കാൻ ഇമ്മി. ഇറ്റ് നീഡ്സ് guts to take up the gauntlet of managing the club. Great, that's great. അടുത്ത ഞാൻ വിനുവിന്റെ അവിടെ വരെയുള്ളത് ഞാൻ നോക്കാം കേട്ടോ. ബ്രിങ് ടു ഫോർത്ത് നോക്കിയേ, ബ്രിങ് ടു ഫോർ എന്ന് പറഞ്ഞാൽ മേക്ക് സംതിങ് മോർ പ്രോമിനന്റ്. ഇപ്പൊ നമ്മുടെ ജോക്കോവിച്ചിനെ പറ്റി പറയുന്നതെന്ന് വെച്ചാൽ അങ്ങേരെ ഒരുപാട് പ്രശ്നമുണ്ട്. ഗവൺമെന്റ് ഫ്ലൈറ്റ് വെച്ചിട്ട് ഈ പുള്ളിക്കാരൻ ഓസ്ട്രേലിയയിൽ പോയപ്പോഴല്ലേ, ഒരു തവണ പോയപ്പോൾ നിങ്ങൾ ഓർമ്മയുണ്ട്, നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്ത ആർട്ടിക്കിളാണ്. അപ്പോൾ പുള്ളി പോയപ്പോൾ സമയത്ത് പുള്ളിയെ അവിടെ ഫ്ലൈറ്റ് കയറ്റാൻ അവർക്ക് പറ്റില്ല. കാരണം വെച്ചാൽ പുള്ളി വാക്സിനേറ്റഡ് അല്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. ഇപ്പോഴും ആ ഒരു ക്രിറ്റിസിസം പുള്ളിക്കുണ്ട്. എത്ര ക്രിറ്റിസിസം വന്നാൽ പോലും പുള്ളി ഒരു പ്രോമിനന്റ് പ്ലെയർ ആണ്. ബിക്കോസ് ഹീ ബ്രിങ് ഫോർത്ത് ഈ ഒരു കളിയെ, നമ്മുടെ ഒരു ടെന്നീസിനെ മുന്നോട്ട് കൊണ്ടുവരാൻ, പ്രോമിനന്റ് ആക്കാൻ ഇയാൾക്ക് കഴിവുണ്ടായിരുന്നു. സോ ബ്രിങ് അങ്ങനെ ഇത് പറയുന്നുണ്ട്. അപ്പോൾ അത് കുറേ ആർട്ടിക്കിൾ, നല്ല ബ്യൂട്ടിഫുള്ളി റിട്ടേൺ ആർട്ടിക്കിൾ ആട്ടോ. ഞാൻ പറഞ്ഞ 2 ആർട്ടിക്കിൾ നിങ്ങൾ പറ്റുമെങ്കിൽ വായിച്ചു നോക്കണം. അപ്പോൾ ഒരു ആർട്ടിക്കിൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, എന്നാലും അതിൻ്റെ എഴുതിയേക്കുന്നില്ല, ലിറ്ററലി അത് എഴുതിയേക്കുന്ന വേർഡ്സിൻ്റെ പ്രസന്റേഷനൊക്കെ നിങ്ങൾ കാണുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബ്രിങ് ടു ദ ഫോർ എന്ന് പറഞ്ഞാൽ മേക്ക് സംതിങ് മോർ പ്രോമിനന്റ്. ഒരു കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുവരികയാണ്. മേക്ക് സംതിങ് മോർ പ്രോമിനന്റ്. അറിയപ്പെടാതെ കിടന്ന ഒരു സ്ഥലത്തിനെ നമ്മൾ പെട്ടെന്ന് അറിയപ്പെടുകയാണ്. പെട്ടെന്ന് നമ്മൾ അറിയപ്പെടുകയാണെങ്കിൽ സംബഡി ഡിഡ് ദാറ്റ്, ആരോ കാരണമാണ് അത് മുന്നോട്ട് വന്നത് അല്ലേ, അത് പ്രോമിനന്റ് ആയത്, അത് ഇമ്പോർട്ടൻ്റ് ആയത്, അത് സിഗ്നിഫിക്കൻ്റ് ആയത്. ദാറ്റ്സ് ഇറ്റ്. ബ്രിങ് ടു ദ ഫോർ, മേക്ക് സംതിങ് മോർ പ്രോമിനന്റ്. ഓക്കെ, പ്രോമിനന്റ് ആയിരുന്നതിനെ കുറച്ചുകൂടി പ്രോമിനന്റ് ആക്കുക. ദാറ്റ്സ് ഇറ്റ്, മോർ പ്രോമിനന്റ്. അടുത്ത സ്ലൈസ് ആൻഡ് ഡൈസ്. സ്ലൈസ് ആൻഡ് ഡൈസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഇൻഫർമേഷൻ ഡൗൺ. നമ്മളെ എല്ലാം പെട്ടെന്ന് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, നമുക്ക് തന്നെ നാളെ സോൾവ് ചെയ്യാൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, സോൾവ് ചെയ്യണം, ഇൻഫർമേഷനെ സോൾവ് ചെയ്ത്. ഇപ്പം സ്ലൈസ് ആൻഡ് ഡൈസ് നമ്മുടെ പോലീസ്മാനൊക്കെ ചെയ്യുന്ന പരിപാടി എന്താ, ഇങ്ങനെയാണ്. എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ ആ ഇൻഫർമേഷനെ സ്ലൈസ് ആൻഡ് ഡൈസ് ചെയ്യും. ദാറ്റ് മീൻസ് അവർ ബ്രേക്ക് ചെയ്തിടും. ആവശ്യമുണ്ട്, നാളെ ഇതിനെ സോൾവ് ചെയ്യണമെങ്കിൽ അവർക്ക് ഇതിനെ സ്ലൈസ് ആൻഡ് ഡൈസ് ചെയ്യണം. ഒന്ന്. രണ്ടാമത്തെ ഒരു മീനിങ് വെച്ചാൽ കൺസിഡർ ഫ്രം ഡിഫറെന്റ് ആംഗിൾസ് അല്ലേ. ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ ടീം എങ്ങനെ ചെയ്യുന്നത്, പല ആംഗിളിലൂടെ ചിന്തിക്കണം. ഒറ്റ ആംഗിൾ ചിന്തിച്ചാൽ പണി നടക്കില്ല. നമ്മൾ എക്സാമിൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അങ്ങനെയാണ്, കൺസിഡർ ഫ്രം ഡിഫറെന്റ് ആംഗിൾസ്. അങ്ങനെയാണ് അല്ലെ. മാത്സ് പ്രോബ്ലം ഒക്കെ പറയില്ലേ, എനിക്കൊന്ന് മാത്സ് പ്രോബ്ലം അല്ലായിരിക്കും, അതൊക്കെ ഒറ്റ സൊല്യൂഷൻ കിട്ടുമായിരിക്കും അല്ലേ. സോ എനിവേസ്, അതാണ് സ്ലൈസ് ആൻഡ് ഡൈസ്. സോ ആഫ്റ്റർ സ്ലൈസ് ആൻഡ് ഡൈസ്, എലൻ മസ്ക് ബാക്ക്ഡ് ഓഫ് ഫ്രം ബൈങ് ട്വിറ്റർ. യെസ്, സത്യം, കറക്റ്റ്. കൺസിഡറിങ് ഫ്രം ഡിഫറെന്റ് ആംഗിൾ അല്ലേ, ആഫ്റ്റർ സ്ലൈസ് ആൻഡ് ഡൈസ്. അപ്പൊ അങ്ങനെ പറയണ്ട, ഇങ്ങനെ പറയണേ, ആഫ്റ്റർ സ്ലൈസിങ് ആൻഡ് ഡൈസ് കേട്ടോ. ആഫ്റ്റർ സ്ലൈസ് എന്ന് പറഞ്ഞ വേർബാണ് കേട്ടോ. സ്ലൈസിങ് ആൻഡ് ഡൈസിങ് ഇങ്ങനെ കൊടുക്കണം. ആഫ്റ്റർ സ്ലൈസിങ് ആൻഡ് ഡൈസിങ് എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താലും മതി കേട്ടോ. എലൻ മസ്ക് ബാക്ക്ഡ് ഔട്ട് ഫ്രം ബൈങ് ട്വിറ്റർ. സ്ലൈസ് ആൻഡ് ഡൈസ്, അത് സ്ലൈസിങ് ആൻഡ് ഡൈസിങ് അല്ലേ, എവിടെ പോയാലും സ്ലൈസിങ് ആൻഡ് ഡൈസിങ് വേണം, അങ്ങനെയാണ് കേട്ടോ. യെസ്, ഷി വെന്റ് ഓൺ വിത്ത് എ ഗുഡ് ഡെയിലി റുട്ടീൻ വിച്ച് ബ്രോട്ട് അബൌട്ട് പ്രോഗ്രസ് ഇൻ ഹർ മെന്റൽ ഹെൽത്ത്. യെസ്, ദാറ്റ്സ് ഗ്രേറ്റ്. അദാനി നെറ്റ്വർക്ക്സ് കമ്പനി brought down Adani network company madilo, networks correcta, services networks correcta, brought out healthy competition in telecom field. Yes, Rintu ma'am's editorial session helps aspirants slice and dice burning issues. Oh great, thank you. Sentence adivale to. You may please go on studying until you reach your goal. That's great, Neha. Ma'am is bring to the fore and bring forth the same. Bring forth മുന്നോട്ട് കൊണ്ടുവരാം, make something forward. ഏറെക്കുറെ സിമിലർ തന്നെയാണ് കേട്ടോ. ബ്രിങ് ടു ദ ഫോർത്ത് മേക്ക് സംതിങ് പ്രോമിനന്റ് എന്നും അതുപോലെ തന്നെ ബ്രിങ് സംതിങ് ഫോർവേഡ് എന്നൊരു അർത്ഥമുണ്ട്. സോ രണ്ടും ഏറെക്കുറെ സെയിം തന്നെയാണ് കേട്ടോ, പ്രശ്നമൊന്നുമില്ല, രണ്ടും കറക്റ്റാ. അതെ രാജശ്രീ. വിരാട് കോഹ്ലി മെയ്ഡ് ടെസ്റ്റ് ക്രിക്കറ്റ് ബ്രിങ്സ് ടു വിരാട് കോഹ്ലി മെയ്ഡ് ടെസ്റ്റ് ക്രിക്കറ്റ്, അയാള് ടെസ്റ്റ് ക്രിക്കറ്റ് കൊണ്ടുവന്നു എന്നല്ലേ. അപ്പൊ ഇങ്ങനെ കൊടുക്കണം, വിരാട് കോഹ്ലി മെയ്ഡ് ടെസ്റ്റ് ക്രിക്കറ്റ് ബ്രിങ്ങിങ് ടു ദ ഫോർ ഇൻ ദ മോഡേൺ. അവിടെ ബ്രിങ്ങിങ് എന്ന് പറഞ്ഞാൽ അവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോർമുലേഷനിൽ കൊണ്ടുവരും കേട്ടോ. അതായത് വിരാട് കോഹ്ലി മെയ്ഡ് ചെയ്തു, എന്ത് മെയ്ഡ് ചെയ്തു, കൊണ്ടുവരുന്നു എന്നുള്ളത്. ബ്രിങ്ങിങ് ടു ദ ഫോർ ഇൻ ദ മോഡേൺ ക്രിക്കറ്റ് കൊടുക്കണം കേട്ടോ. അപ്പോഴത് കറക്റ്റ് വരും. ബ്രിങ്സ് ഫോർത്ത് വരത്തില്ല, കാരണം അവിടുത്തെ വേർബ് ഓൾറെഡി മെയ്ഡ് ആണ്, പാസ്റ്റ് ടെൻസ്. അതിൻ്റെ കൂടെ പിന്നെ ബ്രിങ്സ് വരത്തില്ലല്ലോ, മനസ്സിലായോ. മെയ്ഡ് എന്ന വേർബ് ഉണ്ട്, അപ്പൊ പിന്നെ മെയ്ഡ് എന്ന വേർബ് കോസറ്റീവ് വേർബ് ആയതുകൊണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഇത് കൊടുക്കാം, അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ കൊടുക്കാം. പാർട്ടിസിപ്പിൾ ഫോർമുലേഷൻ ആയിട്ട് ING എന്ന് കൊടുക്കും കേട്ടോ. പിന്നെ മനസ്സിലായല്ലോ, നമ്മൾ പഠിച്ച പാർട്ടിസിപ്പിൾ ഒക്കെ ഓർമ്മയില്ലേ. His actions helped the issue to bring to the fore. Yes, that's great. Rocky worked hard and brought KGF to the fore. കൊള്ളാം, അടിപൊളി. After slicing and dicing, Elon Musk backed off from buying Twitter. Yes, Vinu.
After slicing and dicing, they came up with good solution. Yes, അല്ലേ? ഡിഫറെൻറ്റ് ആംഗിൾസിൽ നിന്ന് ചിന്തിച്ചിട്ട് അവർ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് ഫ്രേസൽ വേർബ്സ് കണ്ടു അല്ലേ പിള്ളേരെ? ഒരുപാട് ഫ്രേസൽ വേർബ്സ് കണ്ടു, ഒരുപാട് ഇഡിയംസും ഫ്രേസൽ വേർബ്സ്. ഇപ്പോൾ ഫ്രേസൽ വേർബ്സ് ആണ് ഇന്ന് കൂടുതൽ നിൽക്കുന്ന ഫ്രേസൽ വേർബ്സാണ്. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഒരു ലൈക്ക് ഇട്ട് എല്ലാവരും, വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടുവെങ്കിൽ, ഒരുപാട് കാര്യം പഠിച്ചില്ലേ, അപ്പം നോട്ട്സ് ഞാൻ തന്നേക്കാം. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ. ഞാനേ ഒരു കാര്യോട് ചോദിക്കുവാണ്, നമ്മൾ ഡെയിലി പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഇതെല്ലാം ഓർത്തിരിക്കില്ല. അപ്പോൾ ഇന്നലെ ഫ്രേസൽ വേർബിന്റെ ഒരു ക്വിസ് നമ്മൾ കണ്ടക്ട് ചെയ്തു, ഫോളോ ചെയ്തായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ. അപ്പോൾ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യണം. ഇംഗ്ലീഷ് വിത്ത് റിന്റു എന്നാണ് എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ പേര്. നമ്മൾ എന്നും ഡിസ്കസ് ചെയ്യും, പബ്ലിക് ചാനലാണ് കേട്ടോ, ഇംഗ്ലീഷ് വിത്ത് റിന്റു. ജോയിൻ ചെയ്യാം, നമുക്ക് ഡെയിലി ക്വസ്റ്റസ് ഒക്കെ ചെയ്തു പോകാം. അതുപോലെ നോട്ട് ഡൗൺ ചെയ്ത് നമുക്ക് നേരെ പോകാം നമ്മുടെ വേർഡ്സിലോട്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ, അതുപോലെ മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടോ. മൂവിങ് ഓൺ, മൺസൂൺ ഓഫർ ഉണ്ട് നമുക്ക്. Y314 എന്ന കോഡ് ഉപയോഗിച്ച് 17% ഡിസ്കൗണ്ടിന് നിങ്ങൾക്ക് കോഴ്സുകൾ പർച്ചേസ് ചെയ്യാം. അതായത് Y314 എൻ്റെ കോഡ് ഓഫർ കോഡാണ്. കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് 17%, ഏതെങ്കിലും ഫാക്കൽറ്റിയുടെ കോഡ് നമ്മൾ ഉപയോഗിക്കണം. അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ട് എൻ്റെ കോഡ് ഉപയോഗിച്ചിട്ടല്ലേ? Y314 എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് 17% ഡിസ്കൗണ്ടിൽ നിങ്ങളുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് പോസ്റ്റ് നാളെ നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണം. 3400 രൂപയാണ് കോഴ്സ് ഫീ. ടെസ്റ്റ് സീരീസും ഈ ബുക്കും എല്ലാം ഉള്ള ഒരു കംപ്ലീറ്റ് ബാച്ചാണ്. ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ, ഒബ്ജക്റ്റീവ് പേപ്പർ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ് 14-ാം തീയതി, അതായത് മറ്റന്നാളല്ലേ, 13 അല്ലേ, നാളെ ആരംഭിക്കുകയാണ് 2 മണിക്ക്. ഓക്കെ, ആദ്യത്തെ ക്ലാസ് 5 മണിക്കുണ്ട്, 8 മണിക്കുണ്ട്, 3 ക്ലാസ്സുകൾ ഡെയിലി. അതുപോലെ ഞാൻ പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഇത്തവണ എനിക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ഒരുപാട് വേക്കൻസി ഉണ്ട് ഇത്തവണ സെൻട്രൽ എക്സാംസിൽ. ഏത് സെൻട്രൽ ഗവൺമെന്റ് എക്സാം വന്നാലും നിങ്ങൾ ഏറെക്കുറെ പഠിച്ചു വെച്ചവരായിരിക്കുമല്ലോ. പ്രാക്ടീസ് അതിന്റെ രീതിയിലോട്ടൊന്ന് ഡീവിയേറ്റ് ചെയ്ത് വിട്ടാൽ മാത്രം മതി. പ്രശ്നമൊന്നുമില്ല. അപ്ലൈ ചെയ്യുക, പഠിക്കുക, എഴുതുക. കാര്യം കിട്ടാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് SSCയുടെ അറിയാലോ കാലണ്ടർ വന്നു. അപ്പൊ ഇത്തവണ CET അല്ല, അതറിയാലോ. അതുകൊണ്ട് നമ്മുടെ അസ്ത്ര ബാച്ച് നമ്മൾ തുറന്നിട്ടുണ്ട്. SSCയുടെ CGL, CHSL, MTS, ബാക്കി എല്ലാ എക്സാംസിനും ഇത് പഠിച്ചാൽ ബാക്കി എല്ലാ എക്സാംസിനും ഉണ്ട്. ജൂലൈ 1 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. എല്ലാ ദിവസവും മൺഡേസ്, വെൻസ്ഡേസ്, ഫ്രൈഡേസ് ആൻഡ് സാറ്റർഡേസ് 4 ദിവസമുള്ള ക്ലാസ്. 3 മണി മുതൽ 4:30 വരെയും 6:30 മുതൽ 8 മണി വരെയും 2 ക്ലാസ്സുകളാണ് ഉള്ളത്. നിങ്ങൾക്ക് ബാക്കിയുള്ള സമയം റിലാക്സ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനൊക്കെയുള്ള സമയമുണ്ട്. ഡൗട്ട് ചോദിക്കാം. റെക്കോർഡ് വീഡിയോസ് കാണുന്നവർക്ക് റെക്കോർഡ് വീഡിയോ കണ്ടിട്ട് ഡൗട്ട് ചോദിക്കാനൊക്കെ സമയമുണ്ട്. ലൈവ് ക്ലാസ്സുകൾ തന്നെയാണ് കൊടുക്കുന്നത്. റെക്കോർഡിനും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വൺസ് കാണാൻ പറ്റിയില്ലെങ്കിൽ കേട്ടോ, ഓർത്ത് വെച്ചോളാം. അപ്പോൾ വേർഡ്സിലോട്ടോ. ഇന്ന് വേർഡ്സ് കുറവാണ്, പക്ഷേ ഫ്രേസൽ വേർബ്സ് അതിനേക്കാളും ഉണ്ടായിരുന്നു അല്ലേ? റൈറ്റ്ഫുൾ. എന്താണ് റൈറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കേട്ടില്ലേ? ഹീസ് എ റൈറ്റ്ഫുൾ എയർ ടു ദി ത്രോൺ. നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിൽ ഗെയിം ഓഫ് ത്രോൺസിൽ ഏറ്റവും വലിയ ചോദ്യം ഇതായിരുന്നു, ഹു ഇസ് ദ റൈറ്റ്ഫുൾ എയർ ടു ദി ത്രോൺ? ആർക്കാണ് ഈ ത്രോണിൽ ഇരിക്കാനുള്ള, അല്ലെ, ആ ത്രോണിൽ ഇരിക്കാനുള്ള ഏറ്റവും ഉള്ള ലീഗൽ അവകാശം എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? അപ്പോൾ ഹു ഇസ് എ റൈറ്റ്ഫുൾ എയർ എന്നൊക്കെ ചോദിക്കും. സോ റൈറ്റ്ഫുൾ എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്, ലെജിറ്റിമേറ്റ്, കൃത്യമായിട്ടുള്ള, ലീഗലായിട്ടുള്ള, ലിസിറ്റ് ആയിട്ടുള്ള, ലോഫുൾ ആയിട്ടുള്ള, ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള എന്നാണ് റൈറ്റ്ഫുൾ എന്ന വാക്കിന്റെ അർത്ഥം. റൈറ്റ് അല്ല, റൈറ്റ്ഫുൾ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ റൈറ്റ് നൗണാ, അതുകൊണ്ടാണ് റൈറ്റിൻ്റെ കൂടെ ഫുൾ ഇട്ട് കൊടുക്കണേ. മനസ്സിലായി? റൈറ്റ്ഫുൾ, ബ്യൂട്ടിഫുൾ ഒക്കെ പോലെ കേട്ടോ. അടുത്തുള്ള റൈറ്റ്ഫുൾ നൗണായിട്ട് ഉപയോഗിക്കും റൈറ്റ്, അഡ്വേർബായിട്ട് ഉപയോഗിക്കും റൈറ്റ്, അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കും റൈറ്റ്. റൈറ്റ് ഇസ് റൈറ്റ് അല്ലേ? സോ അതാണ് റൈറ്റ്. അഡ്ജക്റ്റീവായിട്ട് ലെജിറ്റിമേറ്റ്, റൈറ്റ്ഫുൾ. അതുപോലെ തന്നെ ലീഗൽ, അതുപോലെ ലോഫുൾ, ഇലിസിറ്റ്. സോറി, ഇലിസിറ്റ് ആണ്. ഇലിസിറ്റ് എന്നൊരു ഓപ്പോസിറ്റ് ആണ്. ഐ എം സോറി, റൈറ്റ്ഫുളിന്റെ ഓപ്പോസിറ്റ് ആണ് ഇലിസിറ്റ്. ഓക്കെ. ഡ്യൂറസ്. ഡ്യൂറസ് എന്ന വാക്കിന്റെ അർത്ഥം നൗണാണ്. ഡ്യൂറസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അല്ലെങ്കിൽ കൊയേഷൻ. നമ്മൾ കൊയേഷൻ, ഫോഴ്സ്, കമ്പൽഷൻ എന്നൊക്കെയാണ് ഡ്യൂറസിന്റെ അർത്ഥം. ഡ്യൂറസ് കേട്ടോ. ഡ്യൂറസ് എന്ന് പറഞ്ഞാൽ കൊയേഷൻ, കമ്പൽഷൻ അല്ലെങ്കിൽ ഫോഴ്സ്. ഓർത്തേ. ഓക്കെ. അപ്പോൾ അടുത്തോട്ട് പോട്ടെ. കുറച്ച് സെന്റൻസുകളോട് നിങ്ങൾ പറഞ്ഞല്ലോ. ലെറ്റ് മീ സീ ദാറ്റ്. Oh, okay. Yes. She had changed blink of an eye after she went to Canada. She had changed very quickly. Okay. All right. Correct. The CBI team sliced and diced the evidence to get a right path to the criminal. Yes. Insta Reels brought some beautiful tourist spot to fore. Yes. Okay. Janki Amal is the former Indian botanist, Indian capital botanist who brought women in botany to the fore. Great, that's great. നന്നായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. After continuous അല്ല പാർവതി, continuous, NUOUS, continuous verbും continuous adjective. After continuous failure, അപ്പോൾ continuousness spelling പോയ മാർക്ക് പോകും, കാരണം ഇത് verb ആയിട്ട് ഇപ്പോൾ കിടക്കണേ. He takes up the gauntlet and he brings about a plan in slice and dice manner. Great. Minister Jaishankar brings to the fore
Upcoming political controversy in Kerala. All right, that's great. After slicing and dicing, the hard topic was made easy by the teacher. Okay. My neighbors are more interested in making rumors and bringing about new problems. Shirin kollam. Ma'am eagerly waiting for the daily quiz and telegram channel. Yeah, adu kollam. Adivali. Adana. Yes. All right. Okay, Fatima. Done. He came up with a new product. That's great. Ma'am railway exam notification vannu. Illa vannittilla. ഉടനെ വരും കേട്ടോ. ഈ വർഷം അല്ലെങ്കിൽ നെക്സ്റ്റ് ഈ വർഷത്തിന് അവസാനം അങ്ങാണ്ട് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. വരുമ്പോൾ എന്തായാലും അപ്ലൈ ചെയ്യണം കേട്ടോ. റെയിൽവേ എക്സാംസിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ ഇത്തവണ. ഈസ് എ റൈറ്റ്ഫുൾ എയർ ടു ദ കൺട്രി ഓഫ് ദ കൺട്രി. യെസ്, എ റൈറ്റ്ഫുൾ പൊളിറ്റീഷ്യൻ ഈസ് റെയർ ടു സീ നൗ. ഓക്കെ, യെസ്. ദ ജഡ്ജ് ഈസ് ഇലിസിറ്റ് ഇൻ ഹിസ് ഓർഡേഴ്സ്. യെസ്. ഡ്യൂറസിൻ്റെ മലയാളം ഫോഴ്സ് അയ്യോ എനിക്ക് മലയാളം കിട്ടുന്നില്ല. ഡ്യൂറസ് എന്ന് പറയുമ്പോൾ മലയാളം എനിക്ക് കിട്ടുന്നേ ഇല്ലല്ലോ. കൊയഷൻ എന്ന് പറയുമ്പോൾ നിർബന്ധിക്കൽ എന്നൊക്കെ പറയില്ല നമ്മൾ. എന്താ പറയുക, നിർബന്ധിക്കലൊക്കെ പറയില്ലേ. എന്താ നമ്മൾ പറയാതിന്, നമ്മൾ ഫോഴ്സ് അപ്ലൈ എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാറില്ലല്ലോ, അത് നിർബന്ധം അങ്ങനെ ഉള്ളതിലാണ് ഡ്യൂറസ് പറയാം കേട്ടോ. ആണ് മലയാളം എനിക്ക് അതേ കിട്ടുന്നുള്ളൂ, വേറെ കിട്ടുന്നില്ല. ആരെങ്കിലും പറയുവാണെങ്കിൽ ഞാൻ ശരിയാക്കി തരാം കേട്ടോ. ചിപ്പി വന്നിട്ടില്ലേ, ചിപ്പി ഉണ്ടായിരുന്നു മലയാളം ഇപ്പോൾ പറഞ്ഞേനെ. അനു മലയാളം അറിയോ ഡ്യൂറസിൻ്റെ? Only a rightful teacher can create remarkable changes in society. Leader. Yes, that's it. Great. Aishwarya. അടുത്ത കംപ്ലൈ. ഓർമ്മയുണ്ട് കംപ്ലൈ എന്ന വാക്ക്? കംപ്ലൈ ഇസ് എ വേർബ്. കംപ്ലൈ ഒരു വേർബാണ്. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കംപ്ലൈ, കംപ്ലയൻസ്. ഓർമ്മയുണ്ടോ കംപ്ലയൻസ് എന്നുള്ളതിൻ്റെ ഇതിൻ്റെ തന്നെ കംപ്ലയൻസ് എന്ന വാക്ക് ഓർമ്മയുണ്ട്? കംപ്ലയൻസ് നമ്മൾ പഠിച്ചതാ. കംപ്ലയൻസിൻ്റെ നൗണാണ്. വേർബ് കംപ്ലൈ. മനസ്സിലായി? അപ്പോൾ കംപ്ലയന്റ് അഡ്ജക്റ്റീവ്. കംപ്ലയന്റ് പോർത്താൽ മതി. കംപ്ലൈന്റ് അഡ്ജക്റ്റീവ്, കംപ്ലയൻസ് നൗണ്, കംപ്ലൈ വേർബ്. സോ ഇതിൻ്റെ എല്ലാം കൂടെ ഈ കംപ്ലൈന്റ് ആയിക്കോട്ടെ, കംപ്ലയൻസ് ആയിക്കോട്ടെ, കംപ്ലൈ ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാത്തിനും കൂടെ ഫിക്സഡ് പ്രിപ്പോസിഷൻ ഉണ്ട്. വിത്ത് നിർബന്ധമായിട്ട് ഓർത്തിരിക്കണേ. ഇവയുടെ കൂടെയുള്ള ഫിക്സഡ് പ്രിപ്പോസിഷൻ വിത്ത് ആണ് കേട്ടോ. ഇവയുടെ കൂടെ ഉള്ളത് വിത്ത്. ഈ മൂന്നിടത്തിനും കൂടെ വിത്ത് എന്ന ഫിക്സഡ് പ്രിപ്പോസിഷൻ ആണ് ഉള്ളത്, മറക്കണ്ട. ഓക്കെ, ഫിക്സഡ് പ്രിപ്പോസിഷൻ. അബൈഡ് ഇതിന്റെ മീനിങ് ആണ് അബൈഡ്, ഒബൈ, അഡ്ഹിയർ, കൺഫേം ആണ്. ഇതിന്റെ രണ്ടിന്റെയും ഫിക്സഡ് പ്രിപ്പോസിഷൻ, കൺഫേമിന്റെ അബൈഡിന്റെ ഫിക്സഡ് പ്രിപ്പോസിഷൻ ടു ആണ്. അഡിയർ ടു, കൺഫേം ടു. കൺഫേം ആണ്, ശ്രദ്ധിക്കണേ. കൺഫേം ചെയ്യാന്നല്ല, കൺഫേം എന്ന ടു എന്ന പ്രിപ്പോസിഷൻ ആണ് ഫിക്സഡ് പ്രിപ്പോസിഷൻ ഇവർക്ക് രണ്ടുപേർക്കും. കൺഫോമിറ്റി ടു, അഡിറൻസ് ടു എന്നൊക്കെ നമ്മൾ പറയില്ലേ. അഡിറൻസ് ആണ് അഡിറൻസും കൺഫോമിറ്റിയും കേട്ടോ. എല്ലാത്തിനും കൊണ്ട് ഓർത്തോണം. നമ്മൾ എന്ത് കൊടുക്കും? ടു എന്ന ഫിക്സഡ് പ്രിപ്പോസിഷൻ. ഒബൈയുടെ കൂടെ പ്രിപ്പോസിഷൻ വേണം, നോ പ്രിപ്പോസിഷൻ. ഒബൈ കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് തന്നെ വേണം. അബൈഡിന്റെ കൂടെ ബൈ. ഫിക്സഡ് പ്രിപ്പോസിഷൻ ആണ്. ഞാൻ പിന്നെ എടുത്ത് പറയാനുള്ള കാരണം എക്സാമിന് വരാറുണ്ട്, എപ്പോഴും വരാറുണ്ട് ഇത്. കംപ്ലൈഡ് കൂടെ വിത്ത് എന്ന ഫിക്സഡ് പ്രിപ്പോസിഷൻ. കംപ്ലൈ വിത്ത് സംതിങ്, കംപ്ലൈൻറ്റ് വിത്ത് സംതിങ്, അതുപോലെ തന്നെ കംപ്ലയൻസ് വിത്ത് സംതിങ് ഒക്കെയാണ്. അബൈഡ് ബൈ ദ റൂൾസ് ആണ്. അബൈഡ് ദ റൂൾസ് അല്ല, അബൈഡ് ബൈ ദ റൂൾസ്. വി ഷുഡ് അബൈഡ് ബൈ ദ റൂൾസ്, വി ഷുഡ് ഒബേ ദ റൂൾസ്, വി ഷുഡ് അഡ്ഹിയർ ടു ദ റൂൾസ്, വി ഷുഡ് കൺഫേം ടു ദ റൂൾസ് അല്ലേ. അതാണ് വി ഷുഡ് കംപ്ലൈ ടു ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. കംപ്ലൈ ടു ദ അല്ല, കംപ്ലൈ കപ്പ തെറ്റിയില്ല. വി ഷുഡ് കംപ്ലൈ വിത്ത് ദ റൂൾസ് ആണ്. ഒന്നുകൂടെ പറഞ്ഞാൽ വി ഷുഡ് കംപ്ലൈ വിത്ത് ദ റൂൾസ്, വി ഷുഡ് അബൈഡ് ബൈ ദ റൂൾസ്, വി ഷുഡ് ഒബേ ദ റൂൾസ്, വി ഷുഡ് അഡ്ഹിയർ ടു ആൻഡ് കൺഫേം ടു ദ റൂൾസ്. രണ്ടും ഒരേപോലെ. That's it. അടുത്ത സബ്സ്റ്റാൻഷ്യൽ അഡ്ജക്റ്റീവ് ആണ്. സബ്സ്റ്റാൻഷ്യൽ എന്ന അഡ്ജക്റ്റീവിന്റെ മീനിങ് ഇതാണ്: ഇമ്പോർട്ടൻ്റ് ആണ്, സിഗ്നിഫിക്കൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, സീരിയസ് ആണ്, ഫാക്ച്വൽ ആണ്. റിയൽ ഫാക്ട് ഉണ്ട് അതിൽ. റിയൽ ആയിട്ട് ഫാക്ട്, റിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഫാക്ച്വൽ കേട്ടോ. സബ്സ്റ്റാൻഷ്യൽ എന്ന വാക്കിന്റെ അർത്ഥമാണ് കേട്ടോ. ഓർത്തോ, സബ്സ്റ്റൻസ് ഉണ്ട്, അത് തന്നെ പറയത്തക്ക കാര്യം ഉണ്ട്, അല്ലാതെ ചുമ്മാ പറയുന്നതല്ല. ഇറ്റ്സ് എ സബ്സ്റ്റൻഷ്യൽ തിങ്. അതൊരു സബ്സ്റ്റൻഷ്യൽ, ഇറ്റ്സ് എ സബ്സ്റ്റൻഷ്യൽ മാറ്റർ, ഇറ്റ്സ് എ സബ്സ്റ്റൻഷ്യൽ ഒപ്പീനിയൻ എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാവും. ചുമ്മാ പറയുന്ന ഒരു ഒപ്പീനിയൻ അല്ല, അതിൽ കുറച്ച് കാര്യമുണ്ട് അല്ലെ. കാര്യമുള്ള ഒപ്പീനിയൻ ആണ്. ഇറ്റ് മാറ്റേഴ്സ് എന്നാണ് അർത്ഥം. അടുത്ത ഡീം, വേർബാണ് ഡീം എന്ന വാക്ക്. ഡീം വളരെ ഫോർമൽ ആയ ഒരു വാക്കാണ്. ഫോർമൽ വാക്കാണ്. അതായത് അതിന്റെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതാ? റിഗാർഡ്. ഹീസ് ഡീംഡ് ആസ് എന്ന് പറയില്ലേ. ഹീസ് ഡീംഡ്, ഹീസ് കൺസിഡേർഡ് ആസ് അല്ലെ. ഹീസ് കൺസിഡേർഡ് ആസ് വേണ്ട, കൺസിഡർ. ഹീസ് റിഗാർഡഡ് ആസ് അവസാനം. ജഡ്ജ് ഓർ കൗണ്ടഡ് ആസ്. I count you as my friend എന്ന് പറഞ്ഞാൽ I consider you as my friend അല്ല, you consider you my friend. I regard you as my friend അല്ലെ, regard you as my friend. എനിക്ക് നിന്നെ എൻ്റെ ഫ്രണ്ടായിട്ട് ഞാൻ നിന്നെ കരുതുക, ദാറ്റ് ഈസ് ഡീം കേട്ടോ. കരുതപ്പെടുക ഓർ കരുതുക, ദാറ്റ് ഈസ് ഡീം കേട്ടോ. ഓർത്ത് വെച്ചോളാം. ഫോർമൽ വേർഡാണ്. അതിൻ്റെ നമ്മുടെ
സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഫോർമൽ വേർഡ്സ് ആണ് റിഗാർഡ്, കൺസിഡർ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഓർത്ത് വെച്ചോണേ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും സെറ്റ് ആവുന്നുണ്ടല്ലോ അല്ലേ? താങ്ക് യു, വരുന്നുണ്ടല്ലോ. സമ്മർദ്ദം, കൊയേഷൻ എന്ന് പറഞ്ഞാൽ സമ്മർദ്ദം കേട്ടോ. പ്രഷർ, സമ്മർദ്ദം എന്നൊക്കെയാണ്. സാഹോ മീഡിയ താങ്ക് യുടാ. ഓക്കെ, പാർവതി വി, നമ്മുടെ എന്താ മീനിങ്, കൊയേഷന്റെ മീനിങ് ഇതാണ്. ഡ്യൂറസിന്റെ മലയാളം മീനിങ് ഇതാണ്, സമ്മർദ്ദം. പ്രഷർ എന്ന് പറയും ലിറ്ററലി. പ്രഷർ പക്ഷേ ഇംഗ്ലീഷ് ആണല്ലോ, അതുകൊണ്ടാണ് പിന്നെ ഞാൻ പ്രഷർ എടുക്കാത്തത്. റെഡ് പ്രിൻസ് താങ്ക് യു കേട്ടോ. പ്രഷർ അല്ലെങ്കിൽ സമ്മർദ്ദം കേട്ടോ പാർവതി വി. ഓക്കെ ഓക്കെ. SBI ക്ലർക്ക് ആൻഡ് PO നോട്ടിഫിക്കേഷൻ എപ്പോഴുണ്ടാവും? SBI ക്ലർക്ക് ആൻഡ് നോട്ടിഫിക്കേഷൻ വളരെ വൈകുന്നുണ്ട്. ഇത് എന്താ പറയുക, സാധാരണയായിട്ട് വരാറില്ലെങ്കിൽ ഇത്രയും താമസിക്കാറില്ല. ഇത്തവണ ഭയങ്കര വൈകിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ സുകന്യ, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. SBI ക്ലർക്കിന്റെ POയുടെ പയ്യെ വൈകും, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ. യെസ് രാഹുൽ, പ്രേരിപ്പിക്കുക, കൊയേഴ്സ് ചെയ്യുക. അതെ അതെ, പ്രേരിപ്പിക്കുക, അത് തന്നെ. പെർസ്വേഡ് ചെയ്യുക, സത്യം മലയാളമാണ്. നമുക്ക് ആ നൗണിന്റെ മലയാളത്തിന് വേണ്ടി നോക്കിയേ. താങ്ക് യു രാഹുലെ. The Supreme Court of India is the rightful authority of our country. All right. She was the rightful heir to the company, but the duress from the parents made her to step aside. All right, great. Imaginary art and life. Sammardham, thank you. No one is going to duress you. Duress എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ നൗൺ ആയിട്ട് ഉപയോഗിക്കുന്ന, വേർബ് ആയിട്ട് ഉപയോഗിക്കും. ഇഫ് യു നീഡ് ഇറ്റ്, ഡു ഇറ്റ് റൈറ്റ്ഫുൾ. അതാണ് ഡു ഇറ്റ് റൈറ്റ്ഫുൾ എന്ന് പറയുന്നത്. ഡു ഇറ്റ് in a rightful way. Do it in a rightful way. അല്ലെങ്കിൽ do it rightfully. അതിന്റെ അഡ്വേർബൽ ഫോർമുലേഷൻ ഉപയോഗിക്കുക കേട്ടോ. അഡ്വേർബൽ ഫോർമുലേഷൻ ഉപയോഗിച്ചോ, അപ്പോൾ പ്രശ്നമില്ല. മനസ്സിലായോ? ഡ്യൂറസ് നൗൺ മാത്രമുള്ള, അപ്പോൾ ഡ്യൂറസ് വേർബായിട്ട് ഉപയോഗിക്കരുത്. അതൊന്ന് ഓർക്കണം. അശ്വതി അരവിന്ദ് അല്ലേ, നോ വൺ ഇസ് ഗോയിങ് ടു ഫോഴ്സ് യു. ഓക്കെ, അല്ലെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ഫേസ് ദി ഡ്യൂറസ് ഫ്രം അതേഴ്സ് എന്ന് കൊടുത്തു. അത് നൗണായിട്ട് തന്നെ അശ്വതിക്ക് ഉപയോഗിക്കണം. ഇങ്ങനെ ചോദിച്ചു, യു ഡോണ്ട് ഹാവ് ടു ബോദർ ദ ഡ്യൂറസ് ഓഫ് അതേഴ്സ്. യു ഡോണ്ട് ഹാവ് ടു ബോദർ, നീ അതിനെ മൈൻഡ് ചെയ്യണം. യു ഡോണ്ട് ഹാവ് ടു മൈൻഡ് ദ ബോദർ ഓഫ് അതേഴ്സ്, അല്ലെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ബോദർ ദി ഡ്യൂറസ് ഓഫ് അതേഴ്സ്. ഇഫ് യു ഡു ഇറ്റ്, ഇഫ് യു നീഡ് ഇറ്റ്, ഡു ഇറ്റ് റൈറ്റ്ഫുള്ളി. അഡ്വേർബൽ എക്സ്പ്രഷൻ, അഡ്വേർബ് ഇട് റൈറ്റ്ഫുള്ളി, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ഇടണമെങ്കിൽ ഇൻ എ റൈറ്റ്ഫുൾ മാനർ എന്ന് കൊടുക്കണം. അപ്പോഴാണ് കറക്റ്റ് ആവും കേട്ടോ. We must not take decisions in any others duress. In any others apostrophe കൊടുക്കണേ പ്രവീണ. In any others in the duress opinions. Rightful decisions only survive longer to those made under duress. All right. ബലാത്കാരം. ഓക്കെ അങ്ങനെയുണ്ടല്ലോ അനൂപേ. താങ്ക് യു സോ മച്ച്. ഡ്യൂറസ്റ്റ് ഇല്ല ഷമാസെ. ഡ്യൂറസ് ഇസ് നൗൺ ഓൺലി, വേർബ് അല്ല. അപ്പൊ ഡ്യൂറസ്റ്റ് കൊടുക്കാൻ പറ്റില്ല. ദ കോയസ്റ്റ് റെഗുലേഷൻ കൊടുത്തു, ദ പ്രഷേർഡ് റെഗുലേഷൻ, പ്രഷറൈസ്ഡ് റെഗുലേഷൻ, അല്ലെങ്കിൽ ദ ഫോഴ്സ്ഫുൾ റെഗുലേഷൻസ് എന്ന് കൊടുത്തു. പക്ഷെ ഒരു പ്രശ്നമുണ്ട് സെന്റൻസിൽ, വേറൊരു മിസ്റ്റേക്ക്. ഡ്യൂറസ് വരുന്ന അല്ലാതെ വേറെ മിസ്റ്റേക്ക് ഉണ്ട്. റെഗുലേഷൻസ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ അല്ലേ സബ്ജക്റ്റ്, അപ്പൊ വോസ് വരത്തില്ല, വേർ വരണം. വേർ റൈറ്റ്ഫുൾ ഇൻ ദിസ് സിറ്റുവേഷൻ കേട്ടോ. അതും കൂടി ഓർക്കണേ, അതും ഞാൻ ഓർക്കണം. നിർബന്ധിക്കുക അല്ലേ, നിർബന്ധിക്കുക, അതും പറയാം. ശരി, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്, നിർബന്ധം. അത് താങ്ക് യു അനു. എംപ്ലോയീസ് ഇൻ IT ഫീൽഡ്സ് ഹാവ് ഡ്യൂറസ് ടു ദെയർ വർക്ക്. യെസ്, പ്രഷർ ടു വർക്ക്. പ്രഷർ ഇൻ ദ വർക്ക് ആട്ടോ. ടു ഡു ഉണ്ടല്ലേ, ഡു ഞാൻ കണ്ടില്ല. യെസ്, ടു ഡു ദ വർക്ക് കറക്റ്റ് ഷൈനി. സിൻസ് എക്സാംസ് ആർ ഇംപെൻഡിങ്, ഷീസ് ഡ്യൂറസ്റ്റ്. ഷീസ് ഡ്യൂറസ്റ്റ് പറ്റില്ല. വീണ്ടും ഡ്യൂറസ് വേർബ് അല്ല, നൗണാ. കണ്ടോ, ഡ്യൂറസ് നൗണാ. ഞാൻ കാണുന്നത് നിങ്ങൾ പിന്നെ തെറ്റിക്കുന്നുണ്ടല്ലോ പിള്ളേരെ, എല്ലാവരും ശ്രദ്ധിച്ചേ. ഡ്യൂറസ് നൗണാണ്, ഡ്യൂറസ്റ്റ് എന്ന് പറയില്ല. അപ്പൊ നമ്മൾ ഡ്യൂറസ് നൗണാണ് കേട്ടോ, ഓർത്തോണേ ഫാത്തിമ. ഷീസ് ഫോഴ്സ് ടു സ്റ്റഡി എന്ന് കൊടുത്തു കേട്ടോ. എന്നോ പ്രഷേർഡ് സ്റ്റഡി കൊടുത്താലും കുഴപ്പമില്ല. ദ എംപ്ലോയീസ് ഷുഡ് കംപ്ലൈ വിത്ത് ദ സബ്സ്റ്റാൻഷ്യൽ റൂൾസ് വിച്ച് ആർ ഡീംഡ് ഫോർ ദ പ്രോപ്പർ ഫംഗ്ഷനിങ് ഓഫ് ദ കമ്പനി. ഗ്രേറ്റ്. ഇറ്റ് ഈസ് സബ്സ്റ്റാൻഷ്യൽ ടു കംപ്ലൈ. വെറും കംപ്ലൈ പറ്റുമോ? ഇല്ല. കംപ്ലൈ വിത്ത് ദ റൂൾസ് ഓഫ് ദ സൂ വൈൽ വിസിറ്റിംഗ് കേട്ടോ അനു. ഇറ്റ് ഈസ് സബ്സ്റ്റാൻഷ്യൽ ടു കംപ്ലൈ വിത്ത്. ഞാൻ ഇപ്പോൾ പറഞ്ഞു, കംപ്ലൈയുടെ കൂടെ വിത്ത് ഇല്ലാതെ പറ്റില്ല. വിത്ത് ഫിക്സഡ് പ്രിപ്പോസിഷൻ ആണ്. വിത്ത് ദ റൂൾസ് ഓഫ് ദ സൂ കേട്ടോ. മാരേജ് ഇസ് കൺസിഡർഡ് ആസ് വൺ ഓഫ് ദി സബ്സ്റ്റാൻഷ്യൽ തിങ് ഇൻ അവർ സൊസൈറ്റി. യെസ്, കൺസിഡർ ചെയ്യപ്പെടുന്നു അല്ലേ, കരുതപ്പെടുന്നു. പീപ്പിൾ എക്സ്പെക്ടിങ്, പീപ്പിൾ ആർ എക്സ്പെക്ടിങ് അല്ലേ വിനു. വെറും എക്സ്പെക്ടിങ് പറ്റത്തില്ല. കണ്ടിന്യൂസ് ടെൻസ് നീ കൊടുക്കണമെങ്കിൽ ബി ഫോർമുലേഷൻ കൊടുക്കണം. ഈസ് കൊടുക്കാൻ പറ്റില്ല, പീപ്പിൾ അല്ലേ, ആറ് കൊടുക്കാം. അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വേറെ കൊടുക്കണം കേട്ടോ വിനു. പീപ്പിൾ ആർ എക്സ്പെക്ടിങ് ദാറ്റ് honorable court will make a rightful decision without any duress from anyone. Great. For the successful completion of the investigation, you should comply with repetition. Okay. All right. Compliance with law of the land is to be ensured. Great. The actual culprits in E illa to, E illa, culprits in T vareyullu, E illa to, anaka, culprits made a duress on the victim. All right. Harry Potter became the rightful owner of the elder wand. യെസ്. ജിപ്സൺ കൊള്ളാം. ജിപ്സനും റേസനും രണ്ടുപേരുണ്ട്. ജിപ്സനും റേസനും ഞാൻ മാറി മാറി ശ്രദ്ധിക്കുക. നമ്മുടെ
ഹാരി പോട്ടറും അതുപോലെ എല്ലാ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കളി മൊത്തം നമ്മുടെ അന്യഭാഷയുമായിട്ടാണ്. അന്യഭാഷയല്ല, ഐ മീൻ ഇംഗ്ലീഷ് തന്നെയാണ്. ഇതിലെ ക്ലാസിക്സ് ഒക്കെ വെച്ചിട്ടാണ് കളി. ദേ കംപ്ലൈഡ് വിത്ത് ദ ഡ്യൂറസ് ഓഫ് ദി അതോറിറ്റി. ഗ്രേറ്റ്. ഓൺലി ദോസ് ഹു മെയ്ഡ് സബ്സ്റ്റാൻഷ്യൽ ഡിസിഷൻ. ഡിസിഷൻ്റെ സ്പെല്ലിംഗ് DECISIO എന്നാണ് ഡിസിഷൻ കേട്ടോ. അവിടെ സി കഴിഞ്ഞിട്ട് ഇ അല്ല. ഡിസിഷൻ വിൽ ബി കൺസിഡേർഡ്. ഓക്കെ ഗ്രേറ്റ്. കംപ്ലൈ ബൈ എന്ന് യൂസ് ചെയ്യില്ലേ? ഇല്ലില്ല, കംപ്ലൈ ബൈ ചെയ്യില്ല, അതാണ് തെറ്റ്. കംപ്ലൈഡ് കൂടെ വിത്തേ പറ്റുള്ളൂ, അതാണ് ഞാൻ പറയുന്നത്. കംപ്ലൈഡ് കൂടെ വിത്ത്, ഒബൈഡ് കൂടെ ബൈ, ഒബൈഡ് കൂടെ പറ്റില്ല, ഒന്നും പറ്റില്ല. അഡ്ഹിയർഡ് കൺഫേമിന്റെ കൂടെ ടു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ അല്ലേ? അടുത്തോട്ട് കൊണ്ടുപോവാണേ. ഡിസെന്റ്. കേട്ട് പരിചയമുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിസെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൗൺ ആണ്. ഡിസഗ്രിമെന്റ്, സ്വരച്ചേർച്ച ഇല്ലായ്മ, ആർഗ്യുമെന്റ്, ഡിസ്പ്യൂട്ട്, അതാണ് ഡിസെന്റ് കേട്ടോ. ഡിസെന്റ് എന്ന് പറഞ്ഞ നൗൺ ആണ്. ഡിസെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസഗ്രിമെന്റ് അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട്, ആർഗ്യുമെന്റ് എന്നൊക്കെ പറയാം. ഓക്കെ. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഈസ് സബ്സ്റ്റാൻഷ്യൽ ഫോർ റൈറ്റ്ഫുൾ മാരേജ്. യെസ് ദാറ്റ് ഈസ് ഓക്കെ. അപ്പോൾ നോക്കാം, ഓർത്തോണേ. ഡിസെന്റ് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഡിസെന്റുകൾ ഓർമ്മ വരും. ഓർമ്മയുണ്ടോ ഡിസെന്റ്? വേറെ ഡിസെന്റ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അസെന്റ്, ഡിസെന്റ് ഒക്കെ ഓർമ്മയുണ്ടോ? ഒരു സെക്കൻഡ്, ഞാനേ ഡിസെന്റിന്റെ ഓപ്പോസിറ്റ് എന്താണെന്നറിയോ? അസെന്റ് ആണ്. ഡിസെന്റിന്റെ ഓപ്പോസിറ്റ് എന്താണെന്നറിയോ? അതുകൂടെ പഠിച്ചു വെക്കാം. ഡിസെന്റിന്റെ ഓപ്പോസിറ്റ് അസെന്റ് ആണ്. അഗ്രിമെന്റ് ഇല്ലേ? ASSENT. ഡിസെന്റിന്റെ ഓപ്പോസിറ്റ് അസെന്റ്. ഓക്കെ, ഡിസെന്റിന്റെ ഓപ്പോസിറ്റ് അസെന്റ്, മറക്കണ്ട. അതുകൂടാതെ ഞാൻ ഇവിടെ സ്പേസ് ഇങ്ങോട്ട് മാറ്റി എഴുതുവാണ്, കാരണം നമുക്ക് വേറൊരാൾ പ്രത്യേകിച്ച് വരുന്നുണ്ട്. യെസ്, ഒരു കൺഫ്യൂസിങ് വേർഡ് പിടിച്ചോ. ഡിസെന്റിന്റെ അതേ മീനിങ് വരുന്ന ഡീസെന്റ് അറിയാലോ? ഹീസ് ഡീസെന്റ്, അഡ്ജക്റ്റീവാ ഡീസെന്റ്. വേറെ ഉണ്ട് DESCENT, ഡിസെന്റ്. ഇതൊക്കെ ഇതിന്റെ മീനിങ് ആണ്. ഡീസെന്റ്, ഹീസ് എ ഡീസെന്റ്, ജെന്റിൽ അല്ലെ, വളരെ ജെന്റിൽ ആയിട്ടുള്ള, മാന്യമായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ് ഡീസെന്റ്. ഓർത്തോണേ, DECENT കറക്റ്റ് വേർഡ് പറഞ്ഞുതരാം. മാന്യമായെന്നാണ് അതിന്റെ കറക്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ റീസണബിൾ ആയ ഒരു ഗായ്. ഹീസ് എ റീസണബിൾ ഗായ്. റീസണബിൾ ആയി, വളരെ എന്താ പറയുക, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എന്നൊക്കെയുള്ള അർത്ഥമല്ലേ. സ്റ്റാൻഡേർഡ് ഒക്കെ കീപ്പ് ചെയ്യുന്ന, എല്ലാ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ യു കെൻ സേ ഡീസെന്റ് ഗായ്, അഡ്ജക്റ്റീവ്. അടുത്ത വാക്കുണ്ട് ഡിസെന്റ്. ഒന്ന് ഡിസെന്റിന് ക്ലൈം ഡൗൺ, താഴോട്ട് ഇറങ്ങി വരിക, ഡിസെന്റ്. അല്ലെ ഡിക്രീസ്. അസെന്റ് ഇൻക്രീസ് ആണെങ്കിൽ, ക്ലൈംബ് അപ്പ് ആണെങ്കിൽ, ക്ലൈം ഡൗണിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ഡിസെന്റ് എന്ന് വിളിക്കാം. ഒന്ന്. വേറൊരു ഡിസെന്റ് ഉണ്ട്, നമ്മുടെ ലീനേജ് കേട്ടോ. അസെന്റ് എന്ന് പറഞ്ഞാൽ ഓർക്കണേ, ASCENT കയറ്റമാണെങ്കിൽ ഇറക്കത്തിനാണ് ഡിസെന്റ് എന്ന് പറയും. മറ്റ് ഡിസെന്റ് എന്ന് പറഞ്ഞ വേറെ അർത്ഥമുണ്ട്. ഡിസെന്റ് ആസ് എ നൗൺ വേറെ അർത്ഥം എന്താ വെച്ചാൽ നമ്മുടെ ആൻസിസ്ട്രി, നമ്മുടെ ഒറിജിൻ, നമ്മുടെ ലീനേജ് അല്ലേ, നമ്മുടെ ആൻസിസ്ട്രി, നമ്മുടെ ഉറവിടം അർത്ഥമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്താനുള്ള കാര്യം വെച്ചാൽ ഈ കൺഫ്യൂസിങ് വേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുമ്പോൾ എക്സാമിന് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസെന്റ് പഠിച്ചപ്പോൾ മിസ് പഠിച്ച ഡിസെന്റ് ഇതാണല്ലോ, ഈ ഡിസെന്റ് മിസ് പഠിപ്പിച്ചില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഒരു ഡിസെന്റ് ഈ നൗണ് ആൻസിസ്ട്രി എന്നുണ്ട്, മറ്റേത് ക്ലൈംബിംഗ് ഡൗൺ, ഗോയിങ് ഡൗൺ എന്നൊക്കെ അർത്ഥം, കമ്മിങ് ഡൗൺ എന്നർത്ഥമാണ് ഡിസെന്റ്. മുകളിലോട്ട് കയറുക എന്നുള്ളത് അസെന്റ്, ASCENT. അത് ഇവിടെ എഴുതുന്നില്ല, കൺഫ്യൂഷൻ അടുപ്പിക്കാതിരിക്കാനാണ് അത് എഴുതാത്തെ. ഓർത്താൽ മതി, അത് രണ്ടും കേട്ടോ. ഓൾ റൈറ്റ്. കയറ്റം തന്നെ ഇറക്കാം. പക്ഷെ ഡി വന്നാൽ, അതേ സ്ഥാനത്തിന് ഡി വന്നാൽ അതിന്റെ വേർബ് ഫോർമുലേഷനായി. ദാറ്റ്സ് എ ഡിഫറൻസ്. അതിന്റെ അതേ സമയത്ത് അതിന്റെ ഡി വന്നാൽ, അസെന്റിന്റെയും ഡിസെന്റിന്റെയും ഡി വന്നാൽ വേർബ് ഫോർമുലേഷനായി. ദാറ്റ്സ് ഇറ്റ്. അടുത്ത് നോക്കി പിള്ളേരെ, അജിറ്റേഷൻ. അജിറ്റേഷൻ നിങ്ങൾക്ക് അറിയാലോ, കഴിഞ്ഞ ദിവസം നമ്മൾ അഗ്നിപത് സ്കീമിന്റെ അജിറ്റേഷൻ എന്താണെന്ന് കണ്ടല്ലോ. അജിറ്റേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അഗ്നിപത് സ്കീം എന്താന്ന് അത് ഇറങ്ങിയ സമയത്ത്, അതിനെപ്പറ്റി പറഞ്ഞ സമയത്ത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ വന്നിരിക്കുന്ന ആ പ്രക്ഷോഭം നിങ്ങൾ കണ്ടു. അതിനെയാണ് നമ്മൾ പറഞ്ഞ അജിറ്റേഷൻ. അജിറ്റേഷൻ ഓഫ് ദ ക്രൗഡ്, അജിറ്റേഷൻ ഓഫ് യൂത്ത്, കണ്ടില്ലേ? സോ അജിറ്റേഷൻ മീൻസ് അൻസൈറ്റി, പെർട്ടർബേഷൻ, ഡിസ്റ്റർബേഷൻ എന്നൊക്കെ പറയില്ല, അതാണ് പെർട്ടർബേഷൻ. ഡിസ്ക്വയറ്റ്, സമാധാനമില്ലായ്മ, അൻസൈറ്റി, ഡിസ്ക്വയറ്റ്. ക്വയറ്റ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ഉപയോഗിക്കും, നൗൺ ആയിട്ട്. സമാധാനം, ഓ ഐ നീഡ് സം ക്വയറ്റ്, എനിക്ക് കുറച്ച് സമാധാനം വേണം. പ്ലീസ് ഗോ അവേ, പ്ലീസ് സ്റ്റേ അവേ, ഐ നീഡ് സം ക്വയറ്റ്. ഒന്ന് മാറി നിൽക്ക്, സ്റ്റേ അവേ, ഗോ അവേ, ഐ നീഡ് സം ക്വയറ്റ്, എനിക്ക് കുറച്ച് സമാധാനം വേണം. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്ക്വയറ്റ്. ക്വയറ്റ്, ഡിസ്ക്വയറ്റ് അല്ലേ? അപ്പോൾ അൻസൈറ്റി, പെർട്ടർബേഷൻ എന്നൊക്കെ അതിന്റെ മീനിങ് ഉണ്ട്. അജിറ്റേഷൻ ആണ് അതിന്റെ നൗൺ കേട്ടോ. അതിന്റെ മീനിങ്ങുകളാണ് ഇതൊക്കെ. അടുത്ത പ്രോഫർ. പ്രോഫർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഓഫർ എന്നർത്ഥമാണ് കേട്ടോ. പ്രോഫർ ആസ് എ വേർബ്, നമ്മുടെ പ്രൊപ്പോസലിനെ പ്രൊപ്പോസ് എന്ന് പറയില്ലേ, സെയിം സാധനമാണ്. ഓഫർ കൊടുക്കുക, ടെൻഡർ ചെയ്യാം. ടെൻഡർ എന്ന് ഓഫർ കൊടുക്കുക, അതല്ലേ? ഒരു ഓഫർ മുന്നോട്ട് വെക്കുക, ദാറ്റ് ഈസ് ടെൻഡർ. വേർബ് ആസ് എ വേർബ്. ടെൻഡർ ആസ് എ നൗൺ, മറ്റേ ടെൻഡർ ഇല്ലേ നമ്മുടെ ലേലം, ആ ടെൻഡർ.
ടെൻഡർ വിളിക്കാന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ പ്രോഫർ, ഓഫർ, ടെൻഡർ, പ്രസന്റ് അല്ലെങ്കിൽ പുട്ട് ഫോർവേഡ്. പ്രോഫർ എന്ന് പറഞ്ഞാൽ കേട്ടോ, ഓഫർ, ടെൻഡർ, പ്രസന്റ് അല്ലെങ്കിൽ പുട്ട് ഫോർവേഡ് എന്നാണ് ഇതിന്റെ മീനിങ്. ഓർത്തന്നെ. അടുത്ത അക്കൗണ്ടബിലിറ്റി ആണ്. അക്കൗണ്ടബിലിറ്റി മീൻസ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ലയബിലിറ്റി. അതിനാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയാം. അടുത്ത ഓണറസ് ആണ്. ഓണറസ് അഡ്ജക്റ്റീവ് ആണ്. അക്കൗണ്ടബിലിറ്റി നിങ്ങൾക്ക് അറിയായിരിക്കും. യു ആർ അക്കൗണ്ടബിൾ ഫോർ എന്നുള്ള അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ അക്കൗണ്ടബിൾ. നീയാണ് ഇതിന്റെ ഉത്തരവാദി. ഉത്തരവാദിത്വം നിന്റെ കയ്യില അല്ലേ. അക്കൗണ്ടബിലിറ്റി, ലയബിലിറ്റി എന്നൊക്കെ പറയില്ലേ, ബേർഡൻ, നിന്റെ ബേർഡൻ, ഇനി എന്റെ അല്ല. അക്കൗണ്ടബിൾ എന്നുള്ളത് അഡ്ജക്റ്റീവ്. യു ആർ അക്കൗണ്ടബിൾ ഫോർ ദിസ് ഡിസിഷൻ. ഈ ഡിസിഷന്റെ ഉത്തരവാദിത്വം നിന്റെ കയ്യിലാണ്, എൻ്റെ കയ്യിലല്ല. ഞാൻ കൈ കഴുകട്ടെ, ഇറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം അല്ല എനിമോർ. അങ്ങനെ. സോ അടുത്ത ഓണറസ് ആണ്. ഓണറസ് ONE ആണ്, മറ്റേ ഓണർ അല്ല, ഈ ഓണറസ് ആണ്. മറ്റേത് ഓണറബിൾ ആണ്. ഓണറബിൾ ജഡ്ജ് ഓഫ് ദ കോർട്ട് അല്ലെ, ഓണറബിൾ ജഡ്ജ് ഓഫ് ദ കോർട്ട്, ഓണറബിൾ സുപ്രീം കോർട്ട്, അത് H വെച്ചിട്ടുള്ളത്. ഇത് ഓണറസ്, ONEROUS. ഓണറസ് അഡ്ജക്റ്റീവ് ആണ്. അർത്ഥം ഡിഫിക്കൽട്ട് ആണ്, ട്രബിൾസം, ബേർഡൻസം, ഇൻകൺവീനിയന്റ്. നമ്മളെ കൊണ്ട് പറ്റില്ല, കൂട്ടിയ കൂടുതൽ. ഇറ്റ് ഇസ് ഇൻകൺവീനിയന്റ്, ഡിഫിക്കൽട്ട്, ബേർഡൻസം, ട്രബിൾസം എന്നൊക്കെ അർത്ഥം. ഓക്കെ, ഓണറസ് എന്ന വാക്ക്. യെസ് യെസ് യെസ്, ഒരുപാടുണ്ടല്ലേ, നമുക്ക് നോക്കാം. നിങ്ങളുടെ സെന്റൻസുകൾ നോക്കട്ടെ, സമയം കളയണ്ട. സമയം ആയില്ല ഓൾറെഡി. ഓ ഗോഡ്, യെസ് ഇറ്റ് ഈസ് ടൈം. നോക്കാം. യെസ്, ഡിസെൻഡ്, ഡിറ്റർ ഒക്കെ സെയിം മീനിങ് ആണോ? ഡിറ്റർ അതെ അതെ. ഡിസെൻഡിന്റെ ഡിറ്ററിന്റെ മീനിങ്, ഈ രണ്ട് മീനിങ് ഉണ്ടല്ലോ ഡിറ്ററിനും. ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. ഡിറ്ററിന്റെ മീനിങ് പോസ്റ്റ്പോൺ ചെയ്യുക എന്നൊരു അർത്ഥമുണ്ടേ. അല്ലാതെ ഡിറ്ററിന്റെ മീനിങ് എന്താ? പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. പോസ്റ്റ്പോൺ ചെയ്യുക അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുക, ഡിസ്വേഡ് ചെയ്യുക. ഡിസഗ്രിമെന്റ് ഇല്ല കേട്ടോ. ഡിറ്ററിന്റെ അർത്ഥം വേറെയാ. ഡിറ്ററെ പ്രിവെന്റ് ചെയ്യുക, പോസ്റ്റ്പോൺ ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്കറേജ് ചെയ്യുക എന്നൊക്കെ ഉള്ളു. പോസ്റ്റ്പോൺ പിന്നെ അത് പോസ്റ്റ്പോൺ വേണ്ട, പോസ്റ്റ്പോൺ മാറ്റി വെക്കുക. നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കുവാണെങ്കിൽ പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്കറേജ് ചെയ്യുക, ഡിസ്വേഡ് ചെയ്യുക എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അതാണ്, അതിനാണ് നമ്മൾ ഡിറ്റർ പറയാം. ഡിസെൻറ്റുമായിട്ട് അതിന് ബന്ധമില്ല. ഏറെക്കുറെ മീനിങ് ഈ നെഗറ്റീവ് മീനിങ് ആണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഓർത്തോണം. പിന്നെ ഡെസ്പൈറ്റ് ദ ഡ്യൂറസ് ഓഫ് ദ വേൾഡ് കൺട്രീസ്, റഷ്യ ഇസ് നോട്ട് റെഡി ടു സ്റ്റോപ്പ് ദ കോൺഫ്ലിക്ട്. യെസ്, പിന്തുടർച്ച. യെസ്, ഡിസെൻറ്റ്, അത് തന്നെ. ഡിസെൻഡന്റ്, ഡിസെൻഡ് ഓഫ് ദി യൂണിവേഴ്സ് കേട്ടില്ലേ, ഡിസെൻഡ്. യെസ്, ഡിസെൻഡിങ് ഓർഡർ. യെസ്, അത് തന്നെ. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ നാച്ചുറൽ റിസോഴ്സസ്. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഒറ്റ വാക്ക് അല്ലേ. Natural resources is a substantial issue. Yes, I have to enrich my vocabulary. I deem Rintu ma'am's substantial editorial class. Okay, thank you. She descended to talk to me before I tried to take consent from her father. അപ്പോൾ അത് പാസ്റ്റ് ടെൻസ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ബിഫോർ ഐ ട്രൈഡ് വേണം കേട്ടോ. ഷീ ഡിസെൻഡഡ്. അപ്പോഴൊരു പ്രശ്നമുണ്ടല്ലോ. ഡിസെൻഡ് എന്ന് പറയുന്നത് വേർബ് അല്ല, നൗൺ ആണ്. ഡിസെൻഡ് നൗൺ ആണ്, വേർബ് അല്ല. അപ്പോൾ അത് ഡിസെൻഡഡ് പറ്റില്ല. ഷീ ഡിസഗ്രീഡ് ആണോ? അങ്ങനെയാണെങ്കിൽ ഡിസഗ്രീഡ് തന്നെ കൊടുക്കണം കേട്ടോ. പോസിറ്റീവ് സാഹോ മീഡിയ. ഷീ ഡിസഗ്രീഡ് ടു ടോക്ക് ടു മീ ബിഫോർ ഐ ട്രൈഡ്. അവിടെ ട്രൈഡ് തന്നെ കൊടുക്കണേ, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. ഐ ട്രൈഡ് ടു ടേക്ക് കൺസെന്റ് ഫ്രം ഹർ ഫാദർ കേട്ടോ. അപ്പോൾ ഈ ഡിസെൻഡ് കൊടുക്കും. ഡിസെൻഡ് നൗൺ ആണേ. എക്സ്പ്രസിംഗ് ഡിസെൻഡ് ഷുഡ് ബി ഇൻ എ റെസ്പെക്ട്ഫുൾ വേ ടു കീപ് ഹെൽത്തി റിലേഷൻഷിപ്പ്. ഗ്രേറ്റ്. Constitution won't allow that anyone shall be change or Constitution won't allow that anyone shall be venda shall change duris pressure change or religion change ya convert ya adalla nee udeshche shall be convert religion alle religious alle appo avade duris venda കോയേഴ്സ് ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി ചേഞ്ച് എന്ന് കൊടുക്കുക, കൺവേർട്ട് കൊടുക്കുക. ഫോഴ്സ്ഫുള്ളി ചേഞ്ച് എന്ന് പറയുന്നത് ഫോഴ്സ്ഫുള്ളി കൺവേർട്ട് റിലീജിയൻ ഇൻ എ സൊസൈറ്റി എന്ന് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ ആ വേർഡ്സ് സെറ്റ് ആവില്ല കേട്ടോ ഗുരുദാസേ. ദ ഡിസെന്റ് അമംഗ് ദം കുഡ് ഹാവ് ബീൻ അവോയ്ഡഡ് ഇഫ് ദേ ബോത്ത് ഹാവ് റെസ്പെക്റ്റഡ് ഈച്ച് അതേഴ്സ് ഡിഫറെന്റ് ഒപ്പീനിയൻസ് കേട്ടോ. അനു, most of the boards are offering good opportunities OPPOR opportunities for freshers കേട്ടോ. സ്പെല്ലിംഗ് മാത്രം ശ്രദ്ധിക്കണം. സ്പെല്ലിങ്ങിന് ഒരു പ്രശ്നം ഉണ്ടാണ്, എനിക്ക് ഞാൻ ശ്രദ്ധിച്ചു, അതൊന്ന് വർക്ക്ഔട്ട് ചെയ്യണം. സ്പെല്ലിംഗ് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അനക the agency preferred to complete the construction within an year but our GM descended to it അല്ല, disagreed to it. പ്രവീണ, descend verb അല്ല, noun ആണ്. Okay, yes, even though it was onerous she took the accountability. All right, responsibility. Onerous attitude in studying will not help us succeeding. will not help succeeding. correct.
അതും കറക്റ്റ്. റേസ്, യെസ്, സക്സീഡ് ഇൻ എക്സാം. നമ്മളെ എന്ന് വേണ്ടല്ലോ, അതിന്റെ ആവശ്യമില്ല. ഗവൺമെന്റ് ഈസ് അക്കൗണ്ടബിൾ ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് ശ്രീലങ്കാസ് പീപ്പിൾ. യെസ്, ശ്രീലങ്കയുടെ പീപ്പിൾ അല്ലെങ്കിൽ ശ്രീലങ്കൻ പീപ്പിൾ എന്ന് കൊടുത്താലും മതി കേട്ടോ, രണ്ടും കറക്റ്റ്. ഓൺ ദ സ്റ്റാർസ് ഓഫ് മൈ ഫേവറേറ്റ്സ് ആസ് ദേ മേക്ക് മീ സ്ട്രോങ്. ഗ്രേറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടത്. സ്റ്റേ അവേ ഫ്രം അജിറ്റേഷൻ. സ്റ്റേ അവേ ഫ്രം അജിറ്റേഷൻ മേക്സ് മീ കാം അല്ല അനക. സ്റ്റേയിങ് അവേ ഫ്രം അജിറ്റേഷൻ, അവിടെ സബ്ജക്ട് സ്റ്റേയിങ് കൊടുക്കണം, ജെറണ്ട് കേട്ടോ, ING. സ്റ്റേയിങ് അവേ ഫ്രം അജിറ്റേഷൻ, അത് വേറൊരു യൂസ് ആണ്, ഞാൻ പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാം. ജോൺ സ്നോ, ഗെയിം ഓഫ് ത്രോൺസ്, അടിപൊളി. എന്റെ ഫേവറേറ്റ് വന്നല്ലോ, വരട്ടെ. ജോൺ സ്നോ പ്രോഫർ അല്ല, പ്രോഫേഴ്സ് അയൺ ത്രോൺ ടു ഡെനീറിയസ്. യെസ്, ജോൺ സ്നോ പ്രോഫേർഡ്, ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഓർക്കുമ്പോൾ തന്നെ എനിക്കിങ്ങനെ റൊമാൻറ്റിഫിക്കേഷനാണ്. എന്താ ചെയ്യുക, ജോൺ സ്നോ പ്രോഫേർഡ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ആര്യ സ്റ്റാക്കിനാട്ടോ. ജോൺ സ്നോ പ്രോഫേർഡ് വേണേ, അല്ലെങ്കിൽ പ്രൊഫേഴ്സ് കൊടുക്കുക. കാരണം വെച്ചാൽ പ്രൊഫർ, ജോൺ സ്നോ ഒരാളല്ലേ, സിംഗുലർ അല്ലേ, അപ്പോൾ വെർബ് സിംഗുലർ കൊടുക്കണം, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുക്കുക കേട്ടോ. റീസൺ, ഓണറസ് ഒപ്പീനിയൻസ് ഓഫ് സം സുപ്പീരിയർ officers without any accountability make problems in this department. അല്ല, അതെ, make ആണ്, ഒപ്പീനിയൻസ് അല്ല, അതെ. Seeing her agitation over her positive pregnancy result, her boyfriend proffered to help her even though he wasn't accountable for it. All right, കൊള്ളാം. Nowadays, dissent of constitution, which makes a decent discussion that assent അല്ല, അവിടെ T അല്ല, D ആണ്. That assent, verb അല്ലേ, assent, D. Assent, that assents വേണേ, that assents, കാരണം ASCENDS, assents, കാരണം ഡിസ്കഷൻ ആണ് തൊട്ട് മുമ്പ് കിടക്കുന്നത്. ടു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി കേട്ടോ. ഗ്രേറ്റ്. ആഫ്റ്റർ ഹെർ മാരേജ് ഷീ ഗോട്ട് മെനി അക്കൗണ്ടബിലിറ്റീസ് റിലേറ്റഡ് ടു ഹെർ ഫാമിലി. ഓക്കെ, അക്കൗണ്ടബിലിറ്റി അൺകൗണ്ടബിൾ വാക്കല്ലേ, റെസ്പോൺസിബിലിറ്റീസ് പറയുന്ന പോലെ അക്കൗണ്ടബിലിറ്റീസ് പറയുമെന്ന് തോന്നുന്നു. നോക്കട്ടെ, കുഴപ്പമില്ല. അപ്പം മെനി കുഴപ്പമില്ല, നോക്കാം, കുഴപ്പമില്ല. അജിറ്റേഷൻ വിൽ ഹെൽപ്പ് ടു ഡിസയർ ടുവേർഡ്സ് എ ജോബ്. ഗ്രേറ്റ്. ഓൾ റൈറ്റ്. Everyone should have accountability on Indian laws. All right. His over-perturbation about his upcoming projects are not good for his health. Dissent leads to substantial relation argument. Decent argument അല്ല, അടിപൊളി. 5 എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളി. മൂവിങ് ഓൺ. അപ്പോൾ നമ്മുടെ ഈസി ഇംഗ്ലീഷ് വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞാണുമായിരിക്കുമല്ലോ. ഈസി ഇംഗ്ലീഷ് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് കോഴ്സ്. ഈസി ഇംഗ്ലീഷ് നമ്മുടെ ബേസിക്സ്, തീരെ ബേസിക്സ് കുറവുള്ള കുട്ടികൾക്ക്, തീരെ ബേസിക്സ് അല്ല, അത്യാവശ്യം ബേസിക്സ് ഇല്ലെങ്കിൽ ഇംഗ്ലീഷിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 899 ആണ് നമ്മുടെ കോഴ്സ് ഫീ. നിങ്ങൾക്ക് എൻ്റെ കോഡ് ഉപയോഗിക്കാം, Y314, Y314 എന്ന കോഡ് ഉപയോഗിക്കാം. ജൂൺ 21 കേട്ടോ പിള്ളേരെ, അത് മാറിപ്പോയത് നമ്മുടെ ടെക്നിക്കൽ ടീമിന്. ഇന്ന് അവർ കറക്റ്റായിട്ട് പോസ്റ്റർ ശരിയാക്കി തരും. രാത്രിയിൽ ഞാൻ ഇൻഫോം ചെയ്തപ്പോഴേക്കും അവർ വർക്ക് കഴിഞ്ഞ് പോയായിരുന്നു. ജൂലൈ 25 ജൂൺ 27 അല്ല, ജൂലൈ 25 നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂലൈ 25 കേട്ടോ, ഒരു മൺഡേ ആണ്. ജൂലൈ 25 മൺഡേ ആണ്, നമ്മൾ അന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ് കേട്ടോ. അപ്പോൾ ക്ലാസ് ഉഷാറായിട്ട് തുടങ്ങും. അപ്പോഴേക്കും എല്ലാവരും ജോയിൻ ചെയ്യാം. ഇംഗ്ലീഷ് ബേസിക് മുതൽ നമ്മൾ കൈകാര്യം ചെയ്യും. ബേസിക്സ് മുതൽ, നല്ല ബേസിക്സ് അറിയില്ലാത്തവർക്കൊക്കെ ബേസിക്സ് മുതൽ കൈകാര്യം ചെയ്യും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യാം കേട്ടോ. Y314 ആണ് കോഡ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലായിട്ട് ഒരു ഇമെയിൽ അയച്ചാൽ മതി. പ്രൊഫഷണൽ ഇമെയിൽ ID ഞാൻ തരാം, അതിലോട്ട് ഇമെയിൽ അയച്ചാൽ മതി. ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞുതരാം എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്നുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ IBPS ക്ലാർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. അറിയാതെ 21 തീയതി വരെയാണ് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ്. അപ്ലൈ ചെയ്യാൻ തുടങ്ങിക്കോളാം, സമയം കളയേണ്ട ഇനി. അപ്പോൾ ബാച്ച് ഉണ്ട്. നമ്മൾ ജൂലൈ 20 ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെയാ. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്, 2 ക്ലാസ്, 11-നും 2-നും. ഓക്കെ, കോഡ് അറിയാലോ, Y314. Y314 നമ്മുടെ അടുത്ത വേർഡ്സ് പിടിച്ചോ. ഓവർസൈറ്റ്. ഞാൻ ഓവർസിയർ ആണ്, തല്ലരുത്, ഓർമ്മയുണ്ട്. ഓവർസിയർ, സൂപ്പർവൈസർ ഓർമ്മയുണ്ടാവും. ഓവർസൈറ്റ് അതിന്റെ നൗൺ ഫോർമുലേഷൻ. ഓവർസിയർ വ്യക്തിയുടെ പേര് ഓവർസിയർ അല്ലേ, സൂപ്പർവൈസർ. അപ്പൊ സൂപ്പർവിഷന് പറയുന്ന പേരാണ് ഓവർസൈറ്റ്. സൂപ്പർവിഷനും സർവൈലൻസിനും ഒരർത്ഥമുണ്ട്, എന്നാൽ ഓവർസൈറ്റിന് വേറൊരർത്ഥമുണ്ട്, മിസ്റ്റേക്ക്, എറർ എന്നുണ്ട്. ഓവർസൈറ്റ്, മിസ്റ്റേക്ക്, എറർ എന്നും അർത്ഥമുണ്ട്. ഫോൾട്ട്, മിസ്റ്റേക്ക് എന്നൊക്കെ അർത്ഥമുണ്ട്. അല്ലാതെ സൂപ്പർവിഷൻ അല്ലെങ്കിൽ സർവൈലൻസ് രണ്ടർത്ഥമുണ്ട്, ഓർത്ത് വെച്ചോളാം. ഓവർസൈറ്റ്, ഓവർസി ആണ് വേർബ് കേട്ടോ. ഓവർസി വേർബ് തന്നെ നൗൺ ഫോർമുലേഷൻ ആണ് ഓവർസൈറ്റ്. അടുത്ത സ്ക്രൂട്ടിനി. സ്ക്രൂട്ടിനിയുടെ വേർബ് സ്ക്രൂട്ടിനൈസ്, എക്സാമിൻ. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ കെയർഫുൾ എക്സാമിനേഷൻ, വളരെ കെയർഫുൾ ആയിട്ടുള്ള എക്സാമിനേഷൻ, പരിശോധന, സൂക്ഷ്മ പരിശോധന എന്നൊക്കെ പറയില്ലേ. ഇൻസ്പെക്ഷൻ, സർവേ എന്നൊക്കെയാണ് സ്ക്രൂട്ടിനിയുടെ അർത്ഥം. നമ്മൾ പറയില്ലേ പേപ്പർ സ്ക്രൂട്ടിനിക്ക് കൊടുക്കുകയാണ്. എക്സാം എഴുതി കഴിയുമ്പോൾ എക്സാമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെന്ന്, എക്സാം പേപ്പറിന്റെ വാല്യൂഷൻ എന്തെങ്കിലും മാറ്റം തോന്നി നിങ്ങൾ സ്ക്രൂട്ടിനിക്ക് കൊടുക്കില്ല. ദാറ്റ്സ് ഇറ്റ്. കെയർഫുൾ എക്സാമിനേഷൻ, ഇൻസ്പെക്ഷൻ, സർവേ. അടുത്താണ് ഇംപിഞ്ച്. ഇംപീച്ച്മെന്റ് ഒക്കെ കേട്ടുണ്ടോ? ഇംപിഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇംപീച്ച്മെന്റ് ആണ് കേട്ടോ, അത് വേറെയാണ്. സോറി, ഇംപിഞ്ച് ചെയ്യുക. ഇംപിഞ്ച് വേർബാണ്. ഇംപിഞ്ച് എന്ന് പറഞ്ഞാൽ വേറെ, അത് ഇംപീച്ച് വേറെയാണ്. ഇംപിഞ്ച് എന്ന് പറഞ്ഞാൽ അഫക്റ്റ് ചെയ്യാം.
ഇൻ എ നെഗറ്റീവ് വേ കേട്ടോ. നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നതിനാണ് ഇംപിഞ്ച് എന്ന് പറയാം. ഓർത്തോണെ നെഗറ്റീവായിട്ട് നമ്മളെ ഇറ്റ് അഫക്റ്റഡ് മീ ഡ്രാസ്റ്റിക്കലി, വല്ലാണ്ട് എന്നെ അഫക്റ്റ് ചെയ്തു. ഇൻഫ്ലുവൻസ് ചെയ്യുക, അഫക്റ്റ് ചെയ്യുക, ഹിറ്റ് ചെയ്യുക. ഇറ്റ് ഹിറ്റ് മീ, ഓ ഇറ്റ് ഹിറ്റ് മീ. ഹിറ്റ് പാസ്റ്റ് ടെൻസ് ഹിറ്റ് തന്നെയാണ്, എന്നെ ഹിറ്റ് ചെയ്തു. സ്ട്രോക്ക് മീ, സ്ട്രൈക്കിന്റെ പാസ്റ്റ് സ്ട്രോക്ക് കേട്ടോ. സ്ട്രോക്ക് അല്ലല്ലോ, സ്ട്രക്ക്, സോറി പിള്ളേരെ, സ്ട്രക്ക്. ഇറ്റ് സ്ട്രക്ക് മീ, ഓ അതെന്നെ സ്ട്രക്ക് ചെയ്തു. സ്ട്രൈക്കിന്റെ സ്ട്രക്ക് കേട്ടോ. ഓർത്തോണം, അഫക്റ്റ്, ഇൻഫ്ലുവൻസ്, ഹിറ്റ്, സ്ട്രൈക്ക്. ഹിറ്റും സ്ട്രൈക്കും ആണെങ്കിൽ ഉറപ്പായിട്ടും നെഗറ്റീവ് മീനിങ് അല്ലേ. അപ്പോൾ അഫക്റ്റ് ഇൻഫ്ലുവൻസും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ട് ഉപയോഗിക്കും, പക്ഷേ ഇവിടെ നെഗറ്റീവ് മീനിങ് ആണെന്നുള്ള ഓരോ ഓർത്തോണം. ഇംപിഞ്ചിന്റെ മീനിങ് നെഗറ്റീവ് ആണ്. ഓക്കെ, അത് ആർക്കിടൈപ്പൽ. ആർക്കിടൈപ്പൽ എന്ന് പറഞ്ഞാൽ വളരെ ടിപ്പിക്കൽ ആയിട്ടുള്ള, വെരി ടിപ്പിക്കൽ, കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു ആർക്കിടൈപ്പൽ ആയിട്ടുള്ള ഒരു ലോ ആണെന്ന് പറഞ്ഞാൽ വളരെ ടിപ്പിക്കൽ ആയിട്ടുള്ള, കൺവെൻഷണൽ ആയിട്ടുള്ള എന്നൊക്കെയാണ് അർത്ഥം. അടുത്ത പിയർലെസ്. ഈ പിയർലെസ്സിന്റെ മീനിങ് ഒന്ന് ഓർത്തോണേ. പിയർലെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളെ നമുക്ക് ഇക്വൈറ്റ് ചെയ്യാൻ വേറൊരാളില്ല. പിയർലെസ് ലീഡർ, അൺഈക്വൽഡ്, അൺറൈവൽഡ്, ഇൻകമ്പയറബിൾ, അതാണ് പിയർലെസ്. നമ്മുടെ ജോക്കോവിച്ചിനെ പറ്റി പറയാം കേട്ടോ. ജോക്കോവിച്ച് ഇസ് എ പിയർലെസ് എന്താ പറയുക, അത്ലീറ്റ് എന്ന് പറയാം എന്ന രീതിയിൽ. ഹീസ് അൺഈക്വൽഡ്, അങ്ങയുടെ ഇതിൽ അയാളെ ഈക്വൽ ചെയ്യാൻ വേറെ ആളില്ല. അൺഈക്വൽഡ്, അൺറൈവൽഡ്, ഇൻകമ്പയറബിൾ, വേറെ നമുക്ക് കമ്പയർ ചെയ്യാൻ വേറെ ആളില്ല. അൺപാരലൽഡ് എന്നൊക്കെ നമ്മൾ പറയില്ല ആ സാധനം. അൺപ്രസിഡന്റഡ് എന്നൊക്കെ പറയില്ല ആ അർത്ഥം. പിയർലെസ്, അൺഈക്വൽഡ്, അൺറൈവൽഡ്, ഇൻകമ്പയറബിൾ എന്നാണ് അർത്ഥം. ഓർത്തോണം കേട്ടോ. അൺഈക്വൽഡ് അറിയാലോ, അൺ അവിടുത്തെ പ്രിഫിക്സ് ആണ്, ഇൻ പ്രിഫിക്സ്, ഇൻകമ്പയറബിൾ ഓർത്തോണം. ഓക്കെ, യെസ് യെസ് യെസ്. ഫോഴ്സ്ഫുള്ളി കൺവേർട്ട് റിലീജിയൻ ഇൻ അവർ സൊസൈറ്റി. അതെ ഗുരുദാസ്. ഇറ്റ് ഈസ് ഓൺഡസ് ടു ഫൈൻഡ് എ ഗായ് ഇൻ ദ ക്രൗഡ് ഓഫ് തൃശൂർ പൂരം, ബട്ട് ടെസർ ടേക്സ് ഓഫ് ദ ഗോൺലെ ഇൻ ചാർലി മൂവി. കൊള്ളാം, അടിപൊളി. എൻ്റെ പൊന്നടാവേ, കൊള്ളം. മിനു, നബാർഡിന്റെ എക്സാം ഇങ്ങനെ, നബാർഡിന്റെ എക്സാമിന്റെ കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്ത് തരാം കേട്ടോ. അറിയാം, ഇപ്പൊ പറയുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. നബാർഡിന്റെ നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നു, ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്ത് തരാം കേട്ടോ അടുത്ത ദിവസം. ഓക്കെ, യെസ്. Cunning people prefer agitation. Cunning people prefer agitation. Propose, yes. Present. Most of the people around us think that cracking SC exams is an honorous matter for us. No, not it is. Allah. Espionage synonym ആണോ മിസ്സേ? എസ്പനേജ് സിനോണിം ആണോ എന്ന് ചോദിച്ചാൽ എസ്പനോജിന് മീനിങ്ങുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ? കുറച്ചൊക്കെ ഉണ്ടോ നോക്കട്ടെ, അത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. എസ്പനോജ് ഇതിന് പറയാമോ എന്ന് ഞാൻ പറയാം. ഇല്ല, അത് നെഗറ്റീവ് മീനിങ് അല്ലേ, അത് ഇതുമായിട്ട് വേണ്ട കേട്ടോ. അത് വേണമെങ്കിൽ നമുക്ക് സ്ക്രൂട്ടണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവാണ്, നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കാം. പക്ഷേ എൻസ്പെനോജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പൈ വർക്കാണ്. ഡിഫറൻസ് മനസ്സിലായോ? അത് സ്പൈ വർക്കാണ്, മനസ്സിലായോ? അത് വേണ്ട, അതല്ല വേണ്ട കേട്ടോ വിനു, അതല്ല. ഓൾ ദ കസ്റ്റമേഴ്സ് ആർ അണ്ടർ ദ ഓവർസൈറ്റ് ഓഫ് CCTV, അണ്ടർ ദ സർവൈലൻസ്. ഓൾ റൈറ്റ്, ദർ വാസ് ഓവർസൈറ്റ് ഇൻ ദ സ്ക്രൂട്ടണി റിസൾട്ട്. ഓക്കെ, all right. KSEB overseer corrupts oversights. Okay, corrupts oversights mistakes overnight. All right, Jinita, great, good sentence kollato. A. Rahman is a peerless musician. Great. The French Revolution impinged the romantic writers. All right. Nitin Gadkari is a peerless minister in the history of highway construction in India. All right. Scrutiny on that issue impinged the entire society in a chaotic way. All right. Surveillance അല്ലേ എസ്പനേജും? സർവൈലൻസ് ആണ്, ബട്ട് സർവൈലൻസ് എല്ലാ സർവൈലൻസിനും നെഗറ്റീവ് മീനിങ് ഇല്ല. എസ്പനേജിന് കുറച്ചുകൂടെ സ്പൈ വർക്ക് ചെയ്യുമ്പോൾ അതിനൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്, മീനിങ് വ്യത്യാസമുണ്ട്. സിനോണിമസ് ആണ് കേട്ടോ, സിനോണിമസ് ആണ് മിനു ആണ്. IBPS അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിൽ തന്നെ എക്സാം സെൻറ്റർ കിട്ടുമോ? കിട്ടും. IBPS അങ്ങനെയാ, എക്സാം സെൻറ്റർ കിട്ടും. തുഷാറ് കേരളത്തിൽ കൊടുക്കുക, അപ്പോൾ കിട്ടും. കേരളത്തിൽ തന്നെ ഇതുണ്ട്, ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. അങ്ങനെ തന്നെയാണ്. തമിഴ്നാട്ടിൽ കൊടുക്കണം, തമിഴ്നാട്. പക്ഷേ വേറെ റീജിയൻ നിങ്ങൾ വെക്കുവാണെങ്കിൽ ശ്രദ്ധിച്ചോണം, അവിടുത്തെ ലാംഗ്വേജ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് എല്ലാം അറിഞ്ഞിരിക്കണം കേട്ടോ. ലിസ്ണിംഗ് എല്ലാം അറിഞ്ഞിരിക്കണം, എന്നാലേ നിങ്ങൾക്കത് വെക്കാൻ പറ്റുള്ളൂ. യെസ്, ലാസ്റ്റ് സെറ്റാണ്. പെട്ടെന്ന് നമുക്ക് നോക്കാം. കുറച്ച് അധികം വേർഡ്സും ഫ്രേസസും ഉണ്ട്, അതുകൊണ്ട് നമുക്ക് സമയം പോകുന്നേ അറിയില്ല. ഫേസെറ്റ് അറിയാലോ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫേസിന് രണ്ടർത്ഥമുണ്ട്, ഒന്ന് സർഫസ് അല്ലെങ്കിൽ സൈഡ്. നൗൺ ആണ് ഫേസെറ്റ് ഓഫ് ലൈഫ് എന്നൊക്കെ പറയില്ലേ. സർഫസ് അല്ലെ സൈഡ്സ് ഓഫ് ലൈഫ്, ആസ്പെക്ട്സ് ഓഫ് ലൈഫ്, ഫീച്ചർ. ആസ്പെക്ട് ഫീച്ചറും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്, ഫീച്ചർ, അട്രിബ്യൂട്ട്, ആസ്പെക്ട് എന്നൊക്കെ ഒരു അർത്ഥമുണ്ട്. സർഫസ്, സൈഡ് എന്നൊരു അർത്ഥം കൂടിയുണ്ട്. ഫേസെറ്റ് രണ്ടർത്ഥം ഓർത്ത് നോക്കാം. അടുത്ത ക്ലിഞ്ച്. ക്ലിങ് അല്ല, ക്ലിഞ്ച്. ക്ലിഞ്ച് ഇസ് നൗണും വേർബും ആണ്. ക്ലിഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ട് മീനിങ് ഉണ്ട്. നൗൺ ആയിട്ട് സ്ട്രഗിൾ, സ്കഫിൾ, വഴക്ക് കേട്ടോ, സ്ട്രഗിൾ. വേർബായിട്ട് രണ്ട് മീനിങ് ഉണ്ട്. സെക്യൂർ ചെയ്യുക, സെറ്റിൽ ചെയ്യുക ഒരർത്ഥം, അല്ലെങ്കിൽ വഴക്കിടുക, ഗ്രാപ്പിൾ ചെയ്യുക. ഇത് നമ്മുടെ ഇതിന്റെ മീനിങ് വേർബാണ്. സ്ട്രഗിളിന്റെ സ്കഫിളിന്റെയും ഗ്രാപ്പിൾ എന്ന വേർബാണ്. പക്ഷെ സെക്യൂർ, സെറ്റിൽ ചെയ്യാന്നുള്ളത് ക്ലിഞ്ചിന് അർത്ഥമുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ക്ലിഞ്ച്. ഇപ്പൊ എന്തായാലും ഒരു കൂടെ നമുക്ക് റിവൈസ് ചെയ്ത് പോവാം.
അടുത്ത ബൂറിഷ്, ഹിസ് ബൂറിഷ് ബിഹേവിയർ. ബൂറിഷ് ബിഹേവിയർ ആണെന്ന് പറഞ്ഞാൽ വളരെ റഫ് ആയിട്ടുള്ള കൊയേഴ്സ് ആയിട്ടുള്ള കൊയേഴ്സ്, COARC കൊയേഴ്സ്. അൺകൗത്ത്, വളരെ എന്താ പറയുക വല്ലാത്തൊരു ബിഹേവിയർ, റൂഡ് ബിഹേവിയർ, അതിനാണ് അൺകൗത്ത് എന്ന് പറയുക. അൺകൗത്ത്, കൊയേഴ്സ്, റഫ് എന്നൊക്കെ പറയാം. ബൂറിഷ് അഡ്ജക്റ്റീവ് ആണ്. ഗാൽവനൈസ് ചെയ്യുക, അറിയാലോ, യു ഗാൽവനൈസ് മീ, യു ഷോക്ക് മീ, യു സ്റ്റാർട്ടിൽ മീ, എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ പറയില്ല, അതാണ് ഗാൽവനൈസ്. പേടിപ്പിക്കുക, ഷോക്ക് ചെയ്യുക, എക്സൈറ്റ് ചെയ്യുക, ജോൾട്ട് ചെയ്യുക, സ്റ്റാർട്ടിൽ എല്ലാ അർത്ഥവും കേട്ടോ, ഞെട്ടിപ്പിച്ച് കളയാം. ഓ ഇറ്റ് വാസ് ഗാൽവനൈസിങ് പെർഫോമൻസ്, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, എന്നെ എക്സൈറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറയില്ല, ആ സാധനമാണ് ഗാൽവനൈസ്. അടുത്ത ഫെല്ല്, ഓർമ്മയുണ്ടോ? ഫോളും ഫെല്ലും നമ്മൾ മാറിപ്പോരുത്, രണ്ട് ഇതുപോലുണ്ട്. ഫോള് V1 ആണ്, അതിന്റെ V2 ആണ്, ഫെല്ല് ആണേ V1 ആണ് അല്ലേ, പക്ഷേ ഇതും V1 ആണ്. ഫെല്ല് എന്ന് പറഞ്ഞാൽ വീഴ്ത്തുക, വീഴുക ആൻഡ് വീഴ്ത്തുക, ഡിഫറൻസ് ഉണ്ട് ഫോളും ഫെല്ലും തമ്മിൽ. ഫോള് വീഴുകയാണ്, ലിറ്ററലി അങ്ങ് വീണു പോകും, ട്രാൻസിറ്റീവ് വേർബ്, അതിന് ഒബ്ജക്റ്റ് ഇല്ല. ഫെല്ലിന് ഒബ്ജക്റ്റ് വേണം, അത് ഫോള് ഇൻട്രാൻസിറ്റീവ്, ഒബ്ജക്റ്റ് വേണ്ട. ഫെല്ല് ട്രാൻസിറ്റീവ് ആണ്, ഒബ്ജക്റ്റ്. എന്തിനാ വീഴ്ത്തിയത് എന്തിനാ നമ്മളെ, എന്തിനോ വീഴ്ത്തി, ബിൽഡിങ്ങിനെ വീഴ്ത്തുക, ആൾക്കാരെ വീഴ്ത്തുക. ഹി ഫെൽ ദ ഒപ്പോണൻസിനൊക്കെ നോക്ക് ഡൗൺ ചെയ്തു, അടിച്ച് വീഴ്ത്തി അല്ലേ, അതായത് കോമ്പീറ്റ് ചെയ്ത് വീഴ്ത്താൻ പറയില്ല, അതർത്ഥം. കട്ട് ഡൗൺ ചെയ്യുക, മരമൊക്കെ ഫെൽ ചെയ്യുക എന്ന് പറയും, വീഴ്ത്തുക പറയും. സോ കട്ട് ഡൗൺ, നോക്ക് ഡൗൺ, ഡിമോളിഷ്, നശിപ്പിക്കുക, റേസ് ചെയ്യുക. നോക്ക് ഡൗൺ ചെയ്യുന്നത് നിലത്തിടുക പറയില്ലേ, അത്. ഡിമോളിഷ് ചെയ്യുക, റേസ് ചെയ്യുക. ഇപ്പം ജോക്കോവിച്ചിനെ പറ്റി എന്ന് പറയുന്നത്, ജോക്കോവിച്ച് ഫെൽറ്റ് ഒപ്പോണൻസ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. സെന്റൻസ് അടിപൊളിയാണ്, അപ്പോൾ അതാ ഞാൻ പറഞ്ഞ സെന്റൻസ് സ്ട്രക്ചർ ഒക്കെ അടിപൊളിയാണ്. ഇപ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നല്ലതായിരിക്കും. ഫെൽ എന്ന് പറഞ്ഞാൽ കട്ട് ഡൗൺ, നോക്ക് ഡൗൺ, ഡിമോളിഷ്. ശരിക്കും പറഞ്ഞാൽ അത് വായിച്ച് ഞാൻ കുറച്ച് നേരം മതിമറന്ന് പോയി, കുറേ നേരം സമയം, അത്യാവശ്യം അടിപൊളി ഒരു ആർട്ടിക്കിളായിട്ട് ഞാൻ ഇങ്ങനെ വായിച്ചിരിക്കും, സമയം പോകും. അങ്ങനെ പോയിരുന്നതുമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്, ഫെല്ല് ഓർത്ത് വെച്ചോളൂ കേട്ടോ. യെസ്, ഓക്കെ. ഫ്ലഡ്സ് ഇംപിഞ്ച് ദ വില്ലേജ് വെരി ഹാർഡ്. ഓക്കെ, ഹിറ്റ്. യെസ്, ഗ്രേറ്റ് കേട്ടോ. വിമൻ ആർ ആർക്കിടൈപ്പൽ ഓൾറൗണ്ടർ ഇൻ എ ഫാമിലി. ടിപ്പിക്കൽ ഓൾറൗണ്ടർ. ഓൾ റൈറ്റ്. Even though അല്ലേ അനു ഉദ്ദേശിച്ച, even though he was a peerless football player, he was still that archetypal high school jerk. എനിക്കിഷ്ടപ്പെട്ടു അനു, കൊള്ള. ഇന്ന് അനു ഫുള്ള് കുത്തലാണല്ലോ, കൊട്ടലാണല്ലോ എല്ലാവർക്കും. Owrangzeb was a boorish ruler. Okay, rude. Okay. Each facet of life makes us stronger. Yes. The giveaway just galvanized me. All right, that's great. Okay അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വേർഡ്സ്. സമയം കളയേണ്ട, നമുക്ക് വേഗം ആർട്ടിക്കിളോട്, അടിപൊളി ആർട്ടിക്കിളാണ്, സമയം കളയേണ്ട, വേഗം 10 മിനിറ്റുള്ള നമുക്ക് ആർട്ടിക്കിൾ വായിക്കാം കേട്ടോ പിള്ളേരെ. അപ്പോൾ നമ്മുടെ വൊക്കാബുലറി കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ഇട്ടേ, ലൈക്ക് ഇടാൻ മറന്നുപോയവർ എല്ലാവരും ഒരു ലൈക്ക് ഇട്ട്, ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ഇടുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടെ, മനസ്സിലായെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരു തംസപ്പ് ഇട്ടെ. മെനി കേരളൈറ്റ്സ് ആർ ഫോളോയിങ് ആർക്കിടൈപ്പൽ അപ്രോച്ച് ടുവേർഡ്സ് കാസ്റ്റ് ആൻഡ് റിലിജൻ. ഗ്രേറ്റ്. It is a boorish scrutinized method. Okay, it is boorish scrutinized method അല്ല പാർവതി, scrutinized past tense അല്ലേ, V3 കൊടുത്ത adjective ആയിട്ട് ഉപയോഗിക്കാം. It is a boorish, അല്ലെങ്കിൽ കൊടുക്കുക it is a boorish scrutinizing, ing കൊടുക്കുക, രണ്ടായാലും കുഴപ്പമില്ല, പാർട്ടിസിപ്പിൾ അല്ലേ. It is a boorish scrutinizing method and an archetypal tool എന്ന് കൊടുത്തു, അപ്പോൾ കുഴപ്പമില്ല. യെസ്, റൈറ്റ്ഫുൾ ചാലഞ്ച്, അതാണ് ഇന്ന് നമ്മുടെ ആർട്ടിക്കിൾ. സോ റൈറ്റ്ഫുൾ ചാലഞ്ച് എന്താണ് നോക്കാം അല്ലെ. ലീഗൽ ചാലഞ്ച് ആണ് കേട്ടോ, ഇറ്റ്സ് എ ലീഗൽ ചാലഞ്ച്. നമ്മുടെ മുമ്പിലുള്ളത് ഒരു ലീഗൽ ചാലഞ്ച് ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം. വാട്ട്സ് ഇറ്റ് എന്ന് നോക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ശ്രദ്ധിച്ചിരുന്നോണം. ഇറ്റ്സ് ഓൾ അബൌട്ട് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നുള്ളതാണ്, സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ട്വിറ്റർ കേസ് ഷുഡ് ലീഡ് ടു ചേഞ്ചസ് ഇൻ IT റൂൾസ് ദാറ്റ് വിൽ പ്രൊട്ടക്ട് ഫ്രീ സ്പീച്ച്. ട്വിറ്ററിന്റെ കേസ് എന്ത് ചെയ്യണം, എന്തിന് ലീഡ് ചെയ്യണം, ചേഞ്ചസിലേക്ക് ലീഡ് ചെയ്യണം. അതൊരു സജഷൻ ആണ്. IT റൂൾസിന്റെ ചേഞ്ചസിലേക്ക് ലീഡ് ചെയ്യണം, എന്നിട്ട് അതെന്ത് പ്രൊട്ടക്ട് ചെയ്യണം, IT റൂൾസ് ചേഞ്ച് ചെയ്യണം, അതുപോലെ തന്നെ അത് ഫ്രീ സ്പീച്ചിനെ പ്രൊട്ടക്ട് ചെയ്യണം കേട്ടോ. സ്പീച്ച്, ഫ്രീഡം ഓഫ് സ്പീച്ച് ഞാൻ പറഞ്ഞില്ല, വളരെ ഇമ്പോർട്ടൻ്റ്, അതിനെപ്പറ്റി പറയുന്നത്. ട്വിറ്റർ കേസ് IT റൂൾസിലെ ചേഞ്ചസിന് വേണ്ടിയിട്ട് ലീഡ് ചെയ്യണം, അതുപോലെ തന്നെ അത് ഫ്രീ സ്പീച്ചിനെ പ്രൊട്ടക്ട് ചെയ്യണം. അതാണ് ഇന്നത്തെ ആർട്ടിക്കിൾ ഇസ് ഓൾ അബൌട്ട്. ഓക്കെ, നോക്കാം. അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എലിയോ ഫ്രം കോൾ മീ by your name got a boorish breakup. Oh, life has the facets of sadness as well as happiness. Okay, Indian scholars scrutinize and oversee the matters which makes peerless and unequaled sincerely to people. Okay, she clinched with the boorish behavior of her husband. Okay, all right, struggled alle, great. appo nokam article odu povana ട്ടോ. By moving the Karnataka High Court challenging several blocking orders from the union government on content posted on its website, Twitter Inc. has finally decided to take the bull by the horns on the issue of freedom of expression on the online platform. A cynical view will regard this as action
done under duress between February 2, 2021 and February 28, 2022, Twitter was issued directions to block 1,474 accounts and 175 tweets in India, with the Ministry of Electronics and Information Technology suggesting in June that it was giving the company a final opportunity to comply with the directions. അപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ്, നമ്മുടെ ട്വിറ്റർ എന്നതിനെ പറ്റി അറിയില്ല, ഇറ്റ്സ് ബിഗ് കമ്പനി അല്ലേ. അപ്പോൾ കർണാടക ഹൈക്കോർട്ടിന്റെ ചലഞ്ചിങ് ആയിട്ടുള്ള ഓർഡറിനെ കർണാടക ഹൈക്കോർട്ട് യൂണിയൻ ഗവൺമെന്റ് ഒരുപാട് റൂൾസിനെ ചലഞ്ച് ചെയ്യാണ്. അതായത് യൂണിയൻ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ഒരുപാട് ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ ഇതിനെ കർണാടക ഹൈക്കോർട്ട് ചലഞ്ച് ചെയ്യാണ്. കാരണം വെച്ചാൽ ഒരുപാട് കണ്ടന്റ് ട്വിറ്ററിന്റെ വെബ്സൈറ്റിൽ നമ്മൾ പ്രസന്റ് ചെയ്തേക്കുന്ന കണ്ടന്റിനെ ബ്ലോക്ക് ചെയ്യണം എന്നുള്ള ഓർഡർ വന്നതിനെ ഇവരെന്ത് ചെയ്യണം, ചലഞ്ച് ചെയ്യുവാണ്. കാര്യം ഈ ഇഷ്യൂ അങ്ങനെ വന്നപ്പോൾ ട്വിറ്റർ എന്ത് ചെയ്തു, ഡിസൈഡ് ചെയ്തു ഇതിനെ എന്ത് ചെയ്യാം, അതിനെ അങ്ങ് ഡീൽ ചെയ്തേക്കാം എന്ന് തന്നെ വിചാരിച്ചു. കാരണം ഇത് എന്താ, ഇറ്റ്സ് എൻ ഇഷ്യൂ ഓൺ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണ്. അതുകൊണ്ട് ഇതിനെ അങ്ങ് ഡീൽ ചെയ്തേക്കാം, ഇത് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഡീൽ ചെയ്തേക്കാം എന്ന് ട്വിറ്റർ വിചാരിക്കുവാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള ഒരു ഇഷ്യൂ ഇതാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിനോടുള്ള ഫ്രീഡം ഓഫ് സ്പീച്ച് ആണ് ഇവിടെ ഇഷ്യൂ ആക്കുന്നത് കേട്ടോ. അതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ യൂണിയൻ ഗവൺമെന്റ് ഇതിന്റെ കണ്ടന്റിനെ മാറ്റണം എന്നാണ് പറയുന്നത്. അപ്പോൾ കർണാടക ഗവൺമെന്റ് അതിനെ ചലഞ്ച് ചെയ്യണം അവരെ. ഓക്കെ, അപ്പോൾ ഒരു സിനിക്കൽ വ്യൂ ആണ് ഇതിൽ റിഗാർഡ് ചെയ്യുന്ന ഒരു കാര്യം. എ സിനിക്കൽ വ്യൂ വിൽ റിഗാർഡ്, ഇങ്ങനെ നമ്മളൊരു സംശയത്തോടെ എല്ലാത്തിനെയും കണ്ടാൽ കരുതിപ്പെട്ടാൽ എന്ത് ചെയ്യും, ആക്ഷൻ നമ്മളെപ്പോഴും നിർബന്ധിതമായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും അല്ലേ, കൊയേഷനിൽ പുറത്ത് ചെയ്യേണ്ടി വരും. ഈ ഒരു ആക്ഷൻ ശരിക്കും പറഞ്ഞാൽ കൊയേഷന്റെ ഭാഗത്തു നിന്ന് ചെയ്യുന്ന, കാരണം ഫെബ്രുവരി 2, 2029 മുതൽ ആ ഒരു കാലഘട്ടം മുതൽ ഫെബ്രുവരി 28, 2022 വരെയുള്ള കാലഘട്ടം, ആ ഒരു വർഷ കാലഘട്ടം ട്വിറ്റർ ശരിക്കും പറഞ്ഞാൽ ട്വിറ്ററിന് ഇഷ്യൂസ് കൊടുത്തിരുന്നു. എന്ത് 1474 അക്കൗണ്ട്സ് ബ്ലോക്ക് ചെയ്യണമെന്നും അതുപോലെ 175 ട്വീറ്റ്സ് ഇന്ത്യയിൽ അതും മാറ്റണമെന്നും. അപ്പൊ അത് എവിടുന്ന കിട്ടിയത്? വിത്ത് ദ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കേട്ടോ. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സും ഇൻഫർമേഷൻ ടെക്നോളജിയുടെ നിന്നാണ് കേട്ടോ, അവരിലോട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഗവൺമെന്റിന്റെ കുറെ നമ്മൾക്കറിയാം ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ തോട്ട് ഒരുപാട് നാളായിട്ട് ഉള്ളതായത്. അപ്പോൾ ഇത് സജസ്റ്റ് ചെയ്യുമ്പോൾ ഈ കമ്പനിക്ക് ജൂണിൽ ഈ സജസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ പറയുന്നതാണ്, ഈ കമ്പനിക്ക് ഒരു ഫൈനൽ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. ട്വിറ്ററിന് ഒരു ഫൈനൽ ഓപ്പർച്യൂണിറ്റി, ലാസ്റ്റ് വാർണിംഗ് ആണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി തരുവാണ്. യു ക്യാൻ അബൈഡ് ബൈ ദ ഡിറക്ഷൻസ്, അല്ലെങ്കിൽ കംപ്ലൈ വിത്ത് ദ ഡിറക്ഷൻ. ഒരു കാര്യം ചെയ്തോ, ഒബേ ആകുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ വിത്ത് വേണ്ടല്ലോ, കംപ്ലൈ ചെയ്യാം. ഈ ഡിറക്ഷൻ നമ്മൾ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസുമായിട്ട് ഒബേ ചെയ്ത് പൊക്കോളൂ എന്നുള്ളൊരു ഇത് കൊടുക്കുകയാണ് ഇലക്ട്രോണിക്സും ഇൻഫർമേഷൻ ടെക്നോളജി. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അവർക്കൊരു ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്, ഫൈനൽ ഓപ്പർച്യൂണിറ്റി. Let's see. But a substantial look at the challenge in the court by the company, 39 URLs in its petition suggests that Twitter is right to take up the gauntlet. Much of the content in these URLs deemed to be fit for takedowns is either journalistic or a political nature or even dissent. For example, some of the tweets were by farmers and others during their agitations against the farm laws. Twitter is also accurate in suggesting that the government has not complied with rules under the Information Technology IT Act, which called for a hearing of the author of the content besides the intermediary before any takedown action. The provision of these rules was one of the key reasons why the Supreme Court had upheld the constitutionality of Dash. നോക്കാം, അതിലോട്ട് പോകാം. അപ്പോൾ ശരിക്കും ഒരു സബ്സ്റ്റാൻഷ്യൽ ലുക്ക് നമ്മൾ എടുക്കണം. ഒരു ഫാക്ച്വൽ ആയിട്ട് ഇതിനെ നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ, കുറച്ചുകൂടെ ഫാക്ച്വൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം, വളരെ ഫാക്ച്വൽ ആയിട്ട് എൻ്റെ വിത്ത് ഫാക്ട്സ് ഇതിനെ റിയലിസ്റ്റിക് ആയിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ കോർട്ടിലെ ചാലഞ്ച്. നമ്മളിതിനെ ഇതിന് ചെയ്യുവാണ്, ലുക്ക് അറ്റ് സംതിങ് എന്ന് പറഞ്ഞാൽ അതിനെ കെയർഫുൾ ആയിട്ട് നോക്കുവാണെങ്കിൽ, അതിൻ്റെ കാര്യം അതിനെ ലുക്ക് അറ്റ് അതിനെ എഴുതാൻ വിട്ടുപോയി, കെയർഫുൾ ആയിട്ട് നമ്മളൊന്ന് ഇതിനെ അനലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്കത് മനസ്സിലായി. ഈ ചാലഞ്ചിനെ നോക്കുവാണെങ്കിൽ നമുക്ക് പറയും ഈ കമ്പനിയിൽ 39 URLs സ്പെസിഫിക് പെറ്റീഷനിൽ പറയുന്ന അനുസരിച്ച് 32 URLസിന്റെ കാര്യം പറയുന്നുണ്ട്. ആ ഈ 32 URLസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ സജസ്റ്റ് ചെയ്യപ്പെടുന്ന അനുസരിച്ച് ട്വിറ്റർ കറക്റ്റായിട്ട് റൈറ്റായിട്ട് ഈ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇതിലുള്ള കണ്ടന്റ് മൊത്തം ഈ URLസിലുള്ള കണ്ടന്റ് മൊത്തം എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഫിറ്റാണ്, ആപ്റ്റാണ് ഫോർ ടേക്ക് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യപ്പെടാൻ, ഡിസ്മാൻഡിൽ ചെയ്യപ്പെടാൻ. ടേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ടേക്ക് ഡൗൺ എന്ന ഫ്രേസൽ വെർബിന്റെ നൗൺ ഫോർമുലേഷൻ ടേക്ക് ഡൗൺ കേട്ടോ. വിത്തൗട്ട് ഗ്യാപ്പ് ഇല്ലാതെ കൊടുക്കുമ്പോൾ ടേക്ക് ഡൗണിന് അർഹതയുണ്ട് ഇതിന്. കാരണം ഒന്നെങ്കിൽ അവ എന്തായിരിക്കും, ജേർണലിസ്റ്റിക് ആയിരിക്കും,
ജേർണലിസ്റ്റുകൾ ആരെങ്കിലും പോസ്റ്റ് ചെയ്ത നല്ല വിവരമുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പൊളിറ്റിക്കൽ നേച്ചറിലുള്ള ട്വീറ്റ് ആയിരിക്കും, അതിനാണ് എടുത്തു മാറ്റണം. അല്ലെങ്കിൽ എന്തെങ്കിലും ആർഗ്യുമെന്റ് ആയിരിക്കും, ഒരു ഡിസഗ്രിമെന്റ് ആയിരിക്കും, അതിനാണ് എടുത്തു മാറ്റണം എന്ന് പറയുന്നത്. ഓർക്കണം, 3 കാര്യങ്ങളാണ് ഈ URLസിലുള്ള ഡേറ്റ. ഒന്ന് ജേർണലിസ്റ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസഗ്രിമെന്റ് എന്തെങ്കിലും ഉണ്ടാവും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ചില ട്വീറ്റ്സ് നമ്മുടെ ഫാമേഴ്സ് ഇല്ലേ, ഫാമേഴ്സും കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നല്ലോ ഫാമേഴ്സ് ലോ റിഫോമിന്റെ കാര്യത്തിൽ സമയത്ത്, ആൾക്കാരും ഫാമേഴ്സും കൂടെ കൊണ്ടുവന്ന കുറച്ച് അജിറ്റേഷൻ ഉണ്ടല്ലോ, അവരുടെ ആൻസൈറ്റിയുടെ സമയത്ത് അവർ കൊണ്ടുവന്ന കുറച്ച് ട്വീറ്റ് ഉണ്ട്. ആ ട്വീറ്റുകളാണ് അവിടെ കിടക്കുന്നത്. ദാറ്റ് ഈസ് അഗൈൻസ്റ്റ് ഗവൺമെന്റ് ആണല്ലോ, ഗവൺമെന്റിനെതിരെയാണ്. അതൊരു പ്രശ്നമാണ് അല്ലേ. അപ്പൊ ഫാം ലോസിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ലോസ് ഉള്ള സമയത്ത്, ആ ലോസ് വന്ന സമയത്ത് ഫാമേഴ്സിന്റെ കുറച്ച് ട്വീറ്റ് ഉണ്ട് അതിൽ. മാത്രമല്ല, അതാണ് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കാണാം. വിത്ത് പ്രൂഫ് കൊടുക്കുവാണ്. നമ്മൾ ഒരു എസ്സേ എഴുതിയാൽ ഇതേ സാധനം നിങ്ങൾ ചെയ്യണം. നിങ്ങൾ വിത്ത് പ്രൂഫ്, വിത്ത് സബ്സ്റ്റാൻഷ്യൽ എക്സാമ്പിൾസ് കൊടുത്തില്ലെങ്കിൽ മാർക്ക് ഉണ്ടാവില്ല. അതാണ് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ. ട്വിറ്റർ ഈസ് ഓൾസോ അക്യുറേറ്റ്, കൃത്യമായിട്ട് അക്യുറേറ്റ് സജസ്റ്റ് ചെയ്യണം. അക്യുറേറ്റ്ലി സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഗവൺമെന്റ് ശരിക്കും IT റൂളുമായിട്ട് ഗവൺമെന്റ് കംപ്ലൈ ചെയ്തില്ല. ഗവൺമെന്റിന്റെ പ്രശ്നം ഗവൺമെന്റ് ഹാസ് നോട്ട് കംപ്ലൈഡ് വിത്ത്. ഗവൺമെന്റ് ശരിക്കും ഒബേ ചെയ്തില്ല. റൂൾസ്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, IT ആക്ടിന്റെ ഇത് റൂള് ഗവൺമെന്റ് ആണ് കംപ്ലൈ ചെയ്യാത്തത് എന്നാ പറയുന്നത്. ഓക്കെ, അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഹിയറിംഗ് ഓഫ് ദ ഓതർ ഓഫ് ദ കണ്ടന്റ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കംപ്ലൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു ഹിയറിംഗ് വെക്കണം അല്ലെ. ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു കോർട്ടിലെ ഒരു ഹിയറിംഗ്, ഒരു കേസിന്റെ ഹിയറിംഗ് വെക്കണം. ആരാ? ആ എഴുതിയ ആള്, ഓതർ ഓഫ് ദ കണ്ടന്റ്, ആ കണ്ടന്റ് എഴുതിയ ആള് ബിസൈഡ്സ് കൂടാതെ ഒരു ഇന്റർമീഡിയേറ്ററി, അതിന്റെ ഒരു മീഡിയേറ്റ് ചെയ്യാൻ ഒരാളും കൂടെ വേണം ബിഫോർ എനി ടേക്ക് ഡൗൺ ആക്ഷൻ. അപ്പോ ശരിക്കും പറഞ്ഞാൽ അത് ഡിമാൻഡ് ചെയ്യുന്നു. ഈ ഗവൺമെന്റ് ഇതിനെ കറക്റ്റായിട്ട് റൂള് ഒബേ ചെയ്യാത്തത് കൊണ്ട് ഇതില് ഈ ഒരു കേസ് വരുമ്പോൾ ടേക്ക് ഡൗൺ ചെയ്യുന്നതിന് മുമ്പ് ഈ കണ്ടന്റ് എഴുതിയ ആളും ഓണറും അതായത് ഓതറും അതുപോലെ തന്നെ അതിന് ഒരു ഇന്റർമീഡിയേറ്റും കൂടെ വരണം. അവരും കൂടെ വന്നു കഴിഞ്ഞിട്ട് ഈ ടേക്ക് ഡൗൺ ആക്ഷൻ ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട്. അതാണ് ഇവിടെ കാര്യം പറഞ്ഞത്. പ്രൊവിഷൻ ഓഫ് ദീസ് റൂൾസ്, ഈ റൂളിന്റെ പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കീ റീസൺസ് ആണ് എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ശരിക്കും എന്താ പറയുക മുകളിൽ പിടിക്കുന്നത്, അപ്ഹെൽഡ് ചെയ്യുന്നത്, ഹോൾഡ് ഓൺ ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ഓഫ് സുപ്രീം കോടതി ഇത്ര മുന്നോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ അപ്ഹോൾഡ് ചെയ്യുന്നത്. അപ്ഹോൾഡിന്റെ പാസൻസ് ആണ് അപ്ഹെൽഡ് കേട്ടോ. അപ്ഹെൽഡ് ദ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ഓഫ് സെക്ഷൻ 69A ഓഫ് ദ IT ആക്ടിലെ, ഞാൻ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട്. സെക്ഷൻ 69A ഓഫ് IT ആക്ട്. സുപ്രീം കോടതി എക്സാം എഴുതുന്ന കുട്ടികൾ എല്ലാവരും ഇത് നോക്കണേ. സെക്ഷൻ 69A ഓഫ് IT ആക്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരും. അപ്പൊ IT ആക്ടിൽ അതനുസരിച്ച് in Shreya Singhal versus Union of India 2015, which empowers the government to restrict access to online content in the interest of sovereignty and integrity of the country, security of the state, friendly relations with foreign states, or for public order. It is quite clear that the Union government has used the public order and national security argument in a blanket manner to get internet platforms such as Twitter to take down content or to seek removal of profiles, even if they merely constituted political dissent or were not remotely connected to reasons preferred by it. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേസ് അനുസരിച്ച് 69A അനുസരിച്ച് ആക്ട് അനുസരിച്ച് ഗവൺമെന്റ് ചെയ്യുന്ന പരിപാടി അറിയാലോ. ശ്രേയ ശിംഗാൽ ആൻഡ് യൂണിയൻ ഓഫ് ഇന്ത്യ 2015 ഇതനുസരിച്ച് ഓർത്തുക. ആ ഒരു കേസിൽ എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇതിൽ പറയുന്നത് വെച്ചാൽ ഗവൺമെന്റ് റെസ്ട്രിക്ട് ചെയ്യാം. ഗവൺമെന്റ് ഹാസ് ദ പവർ ടു റെസ്ട്രിക്ട് ആക്സസ് ടു ഓൺലൈൻ കണ്ടന്റ്. ഓൺലൈൻ കണ്ടന്റിനെ റെസ്ട്രിക്ട് ചെയ്യാൻ, അതിന്റെ ആക്സസിനെ റെസ്ട്രിക്ട് ചെയ്യാൻ ഗവൺമെന്റിന് പറ്റും. ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് സോവറിനിറ്റി, ഇന്ത്യയുടെ പരമാധികാരത്തിനും ഇന്റഗ്രിറ്റിക്കും വേണ്ടിയിട്ട് ഞങ്ങളത് ചെയ്തേ പറ്റൂ എന്ന് ഗവൺമെന്റിന് വേണേൽ പറയാം. അത് ഗവൺമെന്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് ഇന്റഗ്രിറ്റിയും സോവറിനിറ്റിയും. രണ്ടാമത്തെ സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റ്, സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. അടുത്ത ഫ്രണ്ട്ലി റിലേഷൻസ് വേണം വിത്ത് ഫോറിൻ സ്റ്റേറ്റ്സുമായിട്ട് ഫ്രണ്ട്ലി റിലേഷൻ വേണമെങ്കിൽ അനാവശ്യമായിട്ട് പോസ്റ്റുകളൊന്നും ഇടാൻ പാടില്ല. പബ്ലിക് ഓർഡർ, പരസമാധാനം, അതുപോലെ എല്ലാവരുടെയും എന്താ പറയുക ഒരു അരാജകത്വം വരാതിരിക്കാൻ പബ്ലിക് ഓർഡർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് എടുത്ത് മാറ്റാം ആക്സസ്, ഓൺലൈൻ ആക്സസ്, കണ്ടന്റിനോടുള്ള ആക്സസ് മാറ്റാം ചിലരുടെ അടുത്ത്. അപ്പൊ അതിനെ ഇവിടെ യൂണിയൻ ഗവൺമെന്റ് പബ്ലിക് ഓർഡറിന്റെ പേരിലും നാഷണൽ സെക്യൂരിറ്റി ആർഗ്യുമെന്റിന്റെ പേരിലും ബ്ലാങ്കറ്റ് മാനറിൽ ഉപയോഗിക്കുന്നു. ബ്ലാങ്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹിഡൻ മാനർ, ഒരുപാട് തവണ പറഞ്ഞു ബ്ലാങ്കറ്റ് ആസ് ആൻ അഡ്ജക്റ്റീവ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്. ഹിഡൻ മാനറിൽ പബ്ലിക് ഓർഡറിന്റെ പേരിലും നാഷണൽ സെക്യൂരിറ്റിന്റെ പേരിലും ഉപയോഗിക്കും. ആ ആർഗ്യുമെന്റ് മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു ബ്ലാങ്കറ്റ് മാനറിൽ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോംസ് ആയ ട്വിറ്റർ പോലെയുള്ളവയെ കണ്ടന്റ് ടേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ അത് ഗവൺമെന്റ് ഭാഗത്ത് തെറ്റ് എന്ന് പറയുന്നത്. കാര്യം എന്താ വെച്ചാൽ ഈ പ്രൊഫൈൽസ് റിമൂവ് ചെയ്യാൻ പറയുന്നത്, ഒന്നെങ്കിൽ കണ്ടന്റ് മാറ്റുക, അല്ലെങ്കിൽ കണ്ടന്റ് ടേക്ക് ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ പ്രൊഫൈൽസ് റിമൂവ് ചെയ്യാന്ന് പറയുന്നത് ഒരു മിയർലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് പൊളിറ്റിക്കൽ ഡിസന്റ് ആയിരിക്കും. ചെറിയ എന്തെങ്കിലും, അതായത് നമ്മൾ ചിലതിനെ എതിർക്കേണ്ട കാര്യങ്ങളെ ആയിരിക്കും പറയുന്നത്. ആ പൊളിറ്റിക്കൽ കണ്ടന്റിനെ ആയിരിക്കും അവർ വലിയ നാഷണൽ സെക്യൂരിറ്റിക്ക് എതിരാണ് എന്നൊക്കെ പറഞ്ഞ് എടുത്ത് മാറ്റാൻ പറയുന്നു എന്നാണ് പറയുന്നത്.
മാത്രമല്ല ഇത് അവർ പറയുന്ന കുറച്ച് റിമോട്ടായ റീസൺസ്, 1-2 കാര്യങ്ങൾ എന്താണ് സംഭവിച്ചിരുന്നു വെച്ചാൽ എല്ലാവരും കയറി ഒരുപോലെ തന്നെ അനലൈസ് ചെയ്യുന്ന ഒരു രീതി, അതിനെയാണ് ഇവിടെ പറയുന്നത്. യു അണ്ടർസ്റ്റാൻഡ് മൈ പോയിന്റ്, ഐ ഗസ്. ക്ലിയർ ആയല്ലോ? ഇതാണ് നമ്മുടെ ഇവിടെ നടന്നിരിക്കുന്ന കാര്യം. ആൻഡ് മൂവിങ് ഓൺ ടു നെക്സ്റ്റ് പാരഗ്രാഫ്. The internet and communication systems has become an even greater behemoth than what it was when the IT Act. പണ്ട് IT ആക്ട് കൊണ്ടുവന്ന സമയത്തുള്ള സംഭവമല്ല, ഇപ്പം ആ കമ്പനി ഗ്രോ ചെയ്തു. ഇന്റർനെറ്റും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ആ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ബിക്കം എ ബെഹിമോത്ത്, വലിയൊരു ഓർഗനൈസേഷൻ, ഗ്രേറ്റർ ഓർഗനൈസേഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. അത് ആ സമയത്ത് IT ആക്ട് ഫ്രെയിം ചെയ്തു, 2000 ഫ്രെയിം ചെയ്ത സമയത്ത് ഈ പറയുന്ന ഇന്റർനെറ്റ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അത്ര എന്താ പറയുക വലിയ പടർന്ന് പന്തലിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് പടർന്ന് പന്തലിച്ചു, ഇത് വലിയൊരു കമ്പനി ഓർഗനൈസേഷൻ ആയിട്ട് അങ്ങ് മാറിയിരിക്കുകയാണ്. സോ ടു എക്സ്പാൻഡ് the scope of regulations to new forms of intermediaries that have cropped up since then, government most recently came up with the Information Technology Intermediary Guidelines and Digital Media Ethics Code Rule 2021, which besides bringing about obligations for accountability from social media companies and platforms, went on to add onerous requirements such as traceability of online conversations and new oversight functions that are weighted in the government's favor. Twitter's case in the Karnataka High Court should lead to greater scrutiny of the rules and to clear legislative debate on how to remark them in a way that they do not impinge on the right of the freedom of expression and privacy in the online space. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യത്തിലോട്ട് ഞാൻ വരാം. ഞാനിത് ടിക്കർ അങ്ങ് മാറ്റാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. യെസ്, ഇതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, നോക്കിക്കേ പിള്ളേരെ. അപ്പോൾ IT ആക്ട് 2000 കൊണ്ടുവരുന്നതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു കാലഘട്ടം വന്നപ്പോഴേക്കും നമുക്ക് ഒരുപാട് മാറ്റം വന്നു, ഭേദഗതികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ബിഹിമോത്താണ്, ഇറ്റ്സ് ഓർഗനൈസ്ഡ് ടെലികമ്മ്യൂണിക്കേഷനും ഇന്റർനെറ്റും ഒക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു റെഗുലേഷന്റെ, ഈ പറഞ്ഞ റെഗുലേഷൻ നിയമത്തിന്റെ സ്കോപ്പ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം നമ്മൾ, അതൊന്ന് വലുതാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ പുതിയ ഇന്റർമീഡിയറ്റ്സ് തന്നെ കൊണ്ടുവരാൻ വേണ്ടി ഹാവ് ക്രോപ്ഡ് അപ്പ്, അത് കൊണ്ടുവന്നു. അത് കുറേ ഇത് ഒന്ന് ഹാസ് ഹാപ്പൻഡ് ഒക്കേർഡ് അല്ലേ, ഹാവ് ഹാപ്പൻഡ്, ഒരുപാട് കാര്യങ്ങൾ പൊട്ടിമുളച്ചു അന്ന് മുതൽ, സിൻസ് ദെൻ, അന്ന് മുതൽ. സിൻസ് ദെൻ അതുകൊണ്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ, ഹാവിൻ്റെ കൂടെ കൊടുത്തേക്കുന്ന സിൻസ് കൊടുത്തു. സിൻസിന്റെ ഒരു പോയിന്റ് വേണം, അതാണ് ദെൻ, അന്ന് മുതൽ, അന്ന് എന്ന് പറഞ്ഞാൽ 2000 മുതൽ. അപ്പോൾ ഗവൺമെന്റ് മോസ്റ്റ്ലി ഈ ഇടയായിട്ട് ഒരു ഇത് മുന്നോട്ട് കൊണ്ടുവന്നു, കം അപ്പ് വിത്ത്, ഗവൺമെന്റ് എന്ത് ചെയ്തു, പ്രസന്റ് ചെയ്തു ഇൻഫർമേഷൻ ടെക്നോളജി ഇന്റർമീഡിയറി ഗൈഡൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ്. അതായത് ഒരു റൂള്, അതായത് കുറച്ച് റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട് ഗവൺമെന്റ്. അന്ന് ഇത് കഴിഞ്ഞ് പിന്നെ പുതിയൊരു കാര്യം പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ്, ഇൻഫർമേഷൻ ടെക്നോളജി റൂൾസ് 2021. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡും ആണ്. ഓക്കെ, അപ്പൊ അത് കൂടാതെ വിച്ച് ബിസൈഡ്സ് ബ്രിങ്ങിങ് അബൌട്ട്, ബിസൈഡ്സ് അത് കൂടാതെ പ്രപ്പോസിഷൻ ആണ്, ബ്രിങ്ങിങ് അബൌട്ട് കൊണ്ടുവരൽ, ബ്രിങ്ങിങ് അബൌട്ട് ക്രിയേറ്റിംഗ് ഒബ്ലിഗേഷൻസ് ഫോർ അക്കൗണ്ടബിലിറ്റി. ഒബ്ലിഗേഷൻ നമുക്ക് ഡ്യൂട്ടി ഉണ്ട്, ഒബ്ലിഗേഷൻസ് ഓൺ ഡ്യൂട്ടീസ്, നമുക്ക് കുറച്ച് ഉത്തരവാദിത്വങ്ങളുണ്ട്. ഫോർ അക്കൗണ്ടബിലിറ്റി, അതായത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഫ്രം സോഷ്യൽ മീഡിയ കമ്പനീസ് ആൻഡ് പ്ലാറ്റ്ഫോംസ്, അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് വെൻ ഓൺ, പിന്നെയും കണ്ടിന്യൂ ചെയ്യാണ്, സ്റ്റേറ്റ് വാക്കിംഗ് ടു ആഡ്, പിന്നെയും ഗോ ഓൺ, കണ്ടിന്യൂ ടു ആഡ് ഓണറസ് റിക്വയർമെന്റ്സ്, വളരെ എന്താ പറയുക ഇൻകൺവീനിയന്റ് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് റിക്വയർമെന്റ്സ്, ഒട്ടും കൺവീനിയന്റ് അല്ലാത്ത റിക്വയർമെന്റ്സ് വേണം എന്ന് പറയുകയാണ് ഗവൺമെന്റ്. സച്ച് ആസ് ട്രേസബിലിറ്റി ഓഫ് ഓൺലൈൻ, ട്രേസ് ചെയ്യാൻ പറ്റും, ഓൺലൈൻ കോൺവെർസേഷനെ ട്രേസ് ചെയ്യാൻ പറ്റുക. ആൻഡ് ന്യൂ ഓവർസൈറ്റ് ഫംഗ്ഷൻസ്, പുതിയ ഓവർസൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഓവർസൈറ്റ് മിസ്റ്റേക്ക് അല്ല കേട്ടോ, സർവൈലൻസ് ഫംഗ്ഷൻ, പുതിയ സർവൈലൻസ് രീതി ഫംഗ്ഷൻസ്, അതൊക്കെ ഗവൺമെന്റ് ഫേവറിലോട്ട് വരുന്ന രീതിയിൽ, ഗവൺമെന്റ് കുറച്ചുകൂടെ ഊന്നൽ കൊടുക്കുന്ന രീതിയിൽ, കുറച്ചുകൂടെ വെയിറ്റ് ഉള്ള പോലെ ഹെവി ആക്കി നിൽക്കുന്ന രീതിയിൽ. ഓക്കെ, അപ്പൊ ട്വിറ്ററിന്റെ കേസ്, കർണാടകയിലെ ഹൈക്കോടതി ട്വിറ്ററിന്റെ കേസ് ഒരു ഗ്രേറ്റർ സ്കൂട്ടനിക്ക് കൊണ്ടുപോകണം, ആവശ്യമുണ്ട്. കുറച്ചുകൂടെ ക്രിട്ടിക്കലായ എക്സാം, സർവേ, ഇൻസ്പെക്ഷൻ വേണം. ആ കേസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്താ പറയാ ചർച്ച ചെയ്യപ്പെടണം, അത് കൂടുതലായിട്ട് വരണം. ഓഫ് ദി റൂൾസ്, അവിടുത്തെ റൂൾസ് ആൻഡ് അവിടുത്തെ ഒരു ക്ലിയർ ലെജിസ്ലേറ്റീവ് ഡിബേറ്റ് വേണം. എങ്ങനെ ഈ കാര്യങ്ങൾ റിമാർക്ക് ചെയ്യപ്പെടും ഇൻ എ വേ ദാറ്റ് ഇത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഹിറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെ അഫക്ട് ചെയ്യാൻ പാടില്ല, ആൾക്കാരെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യാൻ പാടില്ല. ഓൺ ദ റൈറ്റ് ടു ഫ്രീഡം, നമ്മുടെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ ഒരിക്കലും നെഗറ്റീവ്ലി അഫക്ട് ചെയ്യാത്ത രീതിയിൽ ഉള്ള ഡിസ്കഷൻ വരണം. ആൻഡ് പ്രൈവസി, ആൻഡ് അത് മാത്രമാണോ, റൈറ്റ് ടു എക്സ്പ്രഷൻ മാത്രമാണോ? അല്ല, പ്രൈവസി ഇൻ ഓൺലൈൻ സ്പേസിനെ നെഗറ്റീവ്ലി അഫക്ട് ചെയ്യാത്ത രീതിയിൽ ഉള്ള കാര്യങ്ങൾ വരണം എന്ന് പറഞ്ഞ് ഇറ്റ് ഇസ് ഒബ്വിയസ്ലി അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് നല്ല രീതിയിൽ അനലിറ്റിക്കലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലസ് ഇതിനെ ആർഗ്യുമെന്റ്, ഒരു ആർഗ്യുമെന്റേറ്റീവ് ആയിട്ട് ആർട്ടിക്കിളാന്ന് പറയാൻ ഞാൻ, ദിസ് ഇസ് ആൻ ആർഗ്യുമെന്റേറ്റീവ് ആർട്ടിക്കിൾ ആസ് വെൽ. കാരണം ഒരു ആർഗ്യുമെന്റ് കറക്റ്റ് ആയിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്, ഇറ്റ് പുട്ട് ഫോർവേഡ് ആൻ ആർഗ്യുമെന്റ് അല്ലേ, അതുകൊണ്ട് ഓർത്ത് വെച്ചോളാം. യെസ് അനു, ബൈ, ഞാൻ കണ്ടില്ല, ബൈ ബൈ.
സച്ചിൻ തെണ്ടുൽക്കർ വരെ ഫാർമേഴ്സിനെതിരായിട്ട്. കാരണം ഫാർമേഴ്സ് ലോസ് ഗവൺമെന്റിനോട് കൂടുതൽ നീതി പുലർത്തി കൂറ് കാണിച്ചു സച്ചിൻ. ഞാൻ ഓർക്കുന്നുണ്ട് ആ സമയത്ത്. ഒരുപാട് ഹിന്ദിയിൽ ഒരുപാട് പേരുണ്ടല്ലോ നമ്മുടെ ചാനലിലുള്ള നമ്മളെ ഇഷ്ടമുള്ള ഒരുപാട് നായകന്മാർ കാണിച്ചില്ലേ. അപ്പൊ ഇതാണ് ആർട്ടിക്കിൾ. ക്ലിയർ ആയോ? ദർ ഇസ് നോ വൺ ടേക്കൺ ദ അല്ല നോ വൺ ദർ ഇസ് നോ വൺ ടേക്കൺ എന്നല്ല no one took the accountability of the problems in social media platform. We should bring about laws for social media. Okay? Yes. Clear അല്ലേ? മനസ്സിലായില്ല എല്ലാവരും? ക്ലിയർ ആയെങ്കിൽ ഒരു തംസപ്പ് ഇട്ടോ. നമുക്ക് എനിക്കൊന്ന് നന്നായിട്ട് തന്നെ നമ്മൾ ഇത് അനലൈസ് ചെയ്തു. പെട്ടെന്ന് പോകാൻ നമുക്ക് സമയം കളയണ്ട. ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു പിള്ളേരെ. Even worse and dangerous are not having the acknowledged and root causes addressed. ഒന്ന് പറയാവോ ഇതിന്റെ ആൻസർ എന്താന്ന്? ഇന്നലത്തെയാണ്. ഈവൻ വേഴ്സ്, വളരെ വേഴ്സ് ആണ്, ആൻഡ് ഡേഞ്ചറസ് ആണ്, ആർ നോട്ട് ഹാവിങ്. എന്താ ഡേഞ്ചറസ് ആയത്? നോട്ട് ഹാവിങ് ദ അക്നോളജ്ഡ് റൂട്ട് കോസസ് അഡ്രസ്ഡ്. പറയാവോ ആൻസർ എന്താണ് ഇതിന്റെ? ടുക്കാണ്. കാരണം എന്നറിയോ? യെസ്, ദർ ഇസ് നോ വൺ ടേക്ക് എന്ന് പറയില്ല. നോ വൺ ടുക്ക്, ആരും ചെയ്തില്ല എന്ന് പറയും. നോ വൺ ടുക്ക്, ആരും ചെയ്തില്ല. ദർ ഇസ് നോ വൺ ടേക്കൺ എന്ന് പറയുന്ന യൂസേജ് തെറ്റാ. അല്ലെങ്കിൽ നോ വൺ ഹാസ് ടേക്കൺ ഇങ്ങനെ കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ കൊടുക്കാട്ടോ പാർവതി. നോ വൺ ഹാസ് ടേക്കൺ എന്ന് കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ, അത് കൊടുത്താലും കറക്റ്റാ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ. യെസ്, പറഞ്ഞേ. ഈവൻ വേഴ്സ്, വളരെ വേഴ്സ് ആണ്. കമ്പാരറ്റീവ് വരണ്ടേന്നോ? ഈവൻ വേഴ്സ് അല്ലല്ല. ഈവൻ വേഴ്സ് ആണ് ആൻഡ് ഡേഞ്ചറസ് ആണ്. ഇല്ല, വേണ്ട. അതല്ല, വേറെ മാറിക്കോ. ഈവൻ വേഴ്സ് ആണ് ആൻഡ് ഡേഞ്ചറസ് ആണ്. എന്ത്? നോട്ട് ഹാവിങ് ദ അക്നോളജ് റൂട്ട് കോസസ് അഡ്രസ്. റൂട്ട് കോസിന്റെ അഡ്രസ് ചെയ്യപ്പെടാത്തത്. ഹാവിങ് ആണ് ഇവിടുത്തെ, ജറണ്ട് ഫോർമുലേഷൻ ആണ് ഇവിടുത്തെ. ഈവൻ വേഴ്സ് ആൻഡ് ഡേഞ്ചറസ് ആർ. ഇത് ഇൻവേർട്ടഡ് ആയിട്ടാണ് ചോദിക്കുന്നത്. ഇവിടെ സബ്ജക്ട് എന്നാ ചോദിച്ചാൽ ഇതാ സബ്ജക്ട് സിംഗുലറാ. അപ്പൊ വേർബ് വന്നേക്കുന്നത് എന്താന്ന് നോക്കിയേ? സബ്ജക്ട് സിംഗുലറാ. അപ്പൊ വേർബ് വന്നേക്കുന്നത് ജറണ്ട അവിടുത്തെ സബ്ജക്ട്. വേർബ് വന്നേക്കുന്നത് ആറാണ്. അപ്പൊ തെറ്റല്ലേ? is. Even worse and dangerous is not having the acknowledged root causes addressed. അതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓർത്ത് വെച്ചോണേ. ഇങ്ങനത്തെ ഇൻവേർട്ടഡ് സെന്റൻസ് വരുമ്പോൾ ഏതാണ് സബ്ജക്ട് ഏതാണ് വേർബ് എന്ന് നമുക്ക് അറിയപ്പെടാതെ പോകും. ഇങ്ങനത്തെ സെന്റൻസുകൾ വരാറുണ്ട്. ഓർത്ത് വെച്ചു. അതുകൊണ്ട് ഇത് തന്നെ ഈവൻ വേഴ്സ് ആൻഡ് ഡേഞ്ചറസ് is not having the acknowledged root causes addressed ആണ്. ക്ലിയർ ഐ ഗെസ്? ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഹിസ് നൈദർ എ ബിഗ് സെർവർ നോട്ട് എ or a net rusher and does not slice and dice his way through points. ഇതാണ് ക്വസ്റ്റ്യൻ. നോക്കാം, ആൻസർ എനിക്ക് തരാം കേട്ടോ. ഓക്കെ, അപ്പൊ 10th ലെവൽ മെയിൻസിന്റെ ക്ലാസ്സുകളുണ്ട് ജൂലൈ 18 മുതൽ. അതുപോലെ ജൂലൈ 14 നാളെ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ക്ലാസ്സും അതുപോലെ സുപ്രീം കോർട്ടിന്റെ ക്ലാസ്സും തുടങ്ങുന്നുണ്ട്. അപ്പൊ ജോയിൻ ചെയ്യാത്തവർ വേഗം ജോയിൻ ചെയ്യുക. കോഴ്സ് അറിയാലോ, കോഡ് അറിയാലോ, Y314 15% ഡിസ്കൗണ്ടിൽ കോഡ് വെച്ച് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഞാൻ ദേവസ്വം ബോർഡിന്റെ ഇംഗ്ലീഷിന്റെ കുറച്ച് സ്പെസിഫിക് ആയ കുറച്ച് കാര്യങ്ങളും ആൻഡ് വിത്ത് കുറച്ച് ടൈപ്പ് പ്രോമിനന്റ് ടൈപ്പ് ആയിട്ടുള്ള എപ്പോഴും വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റൻസുമായിട്ട് 6 മണിക്ക് ദേവസ്വം ബോർഡിന്റെ ക്ലാസ്സുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഇംഗ്ലീഷ് ക്വസ്റ്റൻസും കുറച്ച് ഇംഗ്ലീഷിന്റെ കാര്യങ്ങൾ പറഞ്ഞു വരാനുണ്ട്. വരിക, നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഷെയർ. വിനു പറയല്ലേ നാടൻ കിടത്തല്ലേ അല്ലേ? മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ കോമന്റ് സെക്ഷനിൽ ആൻസർ തരിക കേട്ടോ പിള്ളേരെ. താങ്ക് യു സോ മച്ച്. ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബി ഹാപ്പി.